ഹായ് ഹലോ വെൽക്കം ടു പി എസ് സി ട്രിക്സ് വിത്ത് അമ്മു. അപ്പോൾ ഇന്ന് നമുക്ക് ബയോളജി ക്ലാസ് ആണ് കേട്ടോ. ഞാനത് എങ്ങനെ കൊണ്ടുപോകണമെന്ന് വെച്ചാൽ കുറച്ച് PYQ ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് അതിൻ്റെ റിലേറ്റഡ് ഫാക്ട് വെച്ചിട്ടാണ് കേട്ടോ നോക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കപടഫലങ്ങളിൽ ഉൾപ്പെടാത്ത ഫലം ഏത്? കപടഫലങ്ങളിൽ ഉൾപ്പെടാത്ത ഫലം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആപ്പിൾ, മാങ്ങ, കശുമാങ്ങ, സബർജെല്ല്. ഇതിലേതാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്, മാങ്ങയാണ്. അപ്പോൾ എന്താണ് കപടഫലം എന്ന് നോക്കിയാലോ. ഈ ചില സസ്യങ്ങളിൽ ഈ പൂഞ്ഞെട്ട്, അതുപോലെ തന്നെ ഊന്നിട്ട് എന്നല്ല കേട്ടോ, പൂഞ്ഞെട്ട്, പുഷ്പാസനം, ആ ഭാഗങ്ങളൊക്കെ വളർന്നിട്ട് അതെന്ത് ചെയ്യും? കായായിട്ട് മാറും, ഒരു ഫലമായിട്ട് മാറും. അങ്ങനെയുള്ളതിനെയാണ് ഈ കപടഫലം എന്നതുകൊണ്ട് പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ചില സസ്യങ്ങളിൽ പൂഞ്ഞെട്ട്, പിന്നെ അതുപോലെ തന്നെ ആ പുഷ്പാസനം, ഇങ്ങനെ ചെമ്പരത്തിൻ്റെ അടിയിലൊക്കെ കണ്ടിട്ടില്ലേ ഇങ്ങനെ ഇതള് പോലെ ഒരു പച്ച കളറ്, അതിനാണ് പുഷ്പാസനം എന്ന് പറയാം കേട്ടോ, അതിൻ്റെ അടിയിലുള്ള ഭാഗം. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അത് വളർന്നിട്ട് ഒരു കായ പോലെ ആവും. അതിനെയാണ് കപടഫലം എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് ഏതൊക്കെ പഠിച്ചു വെച്ചേക്കണേ? കശുമാങ്ങ, ആപ്പിള്, സബർജെല്ല് തുടങ്ങിയവ കേട്ടോ. ഇതിൽ സഫർജെല്ല് എന്നാണ് അതിലും കിടക്കുന്നത് അല്ലേ. പക്ഷെ ഞങ്ങളുടെ നാട്ടിലേക്ക് ഞങ്ങൾ സബർജെല്ലി എന്നാട്ടോ പറയുക. നിങ്ങളുടെ നാട്ടിലേക്ക് എന്താ പറയുക എനിക്കറിയില്ല. ഞങ്ങൾ സബർജെല്ലി പറയൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ കപടഫലത്തിൻ്റെ ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? കശുമാങ്ങ, ആപ്പിൾ, സഫർജെല്ല് കേട്ടോ. ഇനി നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ പഠിച്ചിരിക്കേണ്ട ഒന്നാണ് എന്താണ് പുഞ്ചഫലം എന്ന് പറയുന്നത്. പുഞ്ചഫലം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു പൊതു ആവരണത്തിൽ ക്രമീകരിക്കപ്പെട്ടിട്ട് അതൊരു കായായിട്ട് മാറുക, ഒരൊറ്റ ഫലമായിട്ട് മാറുക. അതിനെയാണ് പുഞ്ചഫലം എന്ന് പറയുന്നത്. ഈ നമുക്ക് ഉദാഹരണം നോക്കിയാൽ തന്നെ മനസ്സിലാവും. സീതപ്പഴം, ബ്ലാക്ക്ബെറി, അരണമരക്കായ, അതുപോലെ തന്നെ റാസ്ബെറി, അതൊക്കെ എന്തിന് ഉദാഹരണമാണ്? പുഞ്ചഫലത്തിന് ഉദാഹരണമാണേ. നമ്മൾ ഈ സീതപ്പഴം കണ്ടിട്ടില്ലേ? ഓരോ ചെറിയ ചെറിയ പഴങ്ങളായി ഇങ്ങനെ അട്ടിക്ക് വെച്ചിട്ട് പിന്നെ അത് വലിയൊരു ഫലമായിട്ട് മാറും. അതുപോലെ തന്നെയാണ് ബ്ലാക്ക്ബെറി. സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം, ചെറിയ ചെറിയ കുരുക്കളായിരിക്കും, അത് പിന്നീട് അത് ഒന്നായിട്ട് ഒരു ഫലമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് റാസ്ബെറിയിലും. ഈ അരണമരക്കായ എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. ചിലപ്പോൾ ഇവിടെ വേറെ എന്തെങ്കിലും പേരായിരിക്കും പറയുന്നുണ്ടാവുക, പക്ഷെ എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അതാണ് പറയുന്നത്, ഒരു പൊതു ആവരണത്തിൽ ക്രമീകരിക്കപ്പെട്ടിട്ട് പിന്നീട് ഒരു കായായിട്ട് മാറുക, അതിനെയാണ് പുഞ്ചഫലം എന്ന് പറയുന്നത്. അപ്പോൾ കപടഫലവും പുഞ്ചഫലവും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഇതേ ഭാഗത്തു നിന്ന് തന്നെ മുന്നൊക്കെ കേട്ടോ പ്രിലിംസിനും ഒക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ഈ സസ്യങ്ങളും അവയിൽ പരാഗണം നടക്കുന്നത് എങ്ങനെയെന്നുള്ളത് കേട്ടോ. നമുക്ക് അതും കൂടി ഒന്ന് നോക്കാം. കുരുമുളകിൽ എങ്ങനെയാണ് പരാഗണം നടക്കുന്നത്? ജലം വഴിയാണ് അല്ലേ. കുരുമുളകിൽ പരാഗണം നടക്കുന്നത് എങ്ങനെയാണ്? ജലം വഴിയാണ്. അതുപോലെ തന്നെ ചേന, ചേമ്പ് എന്നിവയിലാണെങ്കിൽ ഈച്ച വഴിയാണ് പരാഗണം നടക്കുന്നത്. അപ്പോൾ കുരുമുളകിൽ ജലം വഴിയും ചേന, ചേമ്പ് എന്നിവയിൽ ഈച്ച വഴിയുമാണ് നടക്കുന്നത്? പരാഗണം നടക്കുന്നത്. ഇനി ചോളം, കരിമ്പിലാണെങ്കിൽ അത് കാറ്റ് വഴിയാണ് നടക്കുന്നത്. ചോളം, കരിമ്പ് എന്നിവയിലേക്ക് വന്നാൽ എങ്ങനെയാണ്? കാറ്റ് വഴിയാണ് പരാഗണം നടത്തുന്നത്. പിന്നൊന്നാണ് മെലിപ്പോണ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തേനീച്ച കേട്ടോ. അത് മെക്സിക്കൻ കാടുകളിൽ മാത്രം വളർന്നു വരുന്ന വാനിലയിൽ പരാഗണം നടത്തുന്ന തേനീച്ചയാണ് കേട്ടോ, മെലിപ്പോണ കേട്ടോ. മെലിപ്പോതല്ല, ഇവിടെ ഒരു നായും കൂടി ഉണ്ടാവും. മെലിപ്പോണ എന്നാണ് കേട്ടോ വീട്. അപ്പോൾ കുരുമുളകിൽ ജലമാണ്, ചേന, ചേമ്പിൽ ഈച്ച, ചോളം, കരിമ്പിൽ കാറ്റാണെങ്കിൽ നമ്മുടെ മെക്സിക്കൻ കാടുകളിൽ വളർന്നു വരുന്ന വാനിലയിൽ പരാഗണം നടത്തുന്ന തേനീച്ച ഏതാണ്? അത് മെലിപ്പോണയാണ് കേട്ടോ. അപ്പോൾ കപടഫലം, പുഞ്ചഫലം, പിന്നെ നമ്മൾ പരാഗണം നടക്കുന്ന രീതി, സസ്യങ്ങൾ പരാഗണം നടക്കുന്ന രീതി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ആഹാര ശൃംഖലയിൽ ആദ്യ ഉപഭോക്താവ് ആവാൻ കഴിയാത്ത ജീവിവർഗം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു ആഹാര ശൃംഖലയിൽ ആദ്യ ഉപഭോക്താവ് ആവാൻ കഴിയാത്ത ജീവിവർഗം നമുക്കറിയാമല്ലോ. ആദ്യത്തെ ഉപഭോക്താവ് എന്ന് പറയുന്നത് എപ്പോഴും എന്ത് തന്നെയായിരിക്കും? സസ്യബുക്കായിരിക്കും അല്ലേ. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ സസ്യബുക്ക്, വിഘാടകര്, മിശ്രബുക്ക്. പക്ഷേ മാംസബുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ആദ്യത്തെ ഉപഭോക്താവാൻ കഴിയില്ല. കാരണം ആദ്യം എങ്ങനെ തന്നെയായിരിക്കും? ഉൽപ്പാദകർ, പിന്നെന്താണ്? സസ്യബുക്കായിരിക്കണം. സസ്യങ്ങളെ ഭക്ഷിച്ച് കഴിക്കുന്നവരായിരിക്കണം ആദ്യത്തെ. നമ്മൾ തുടങ്ങുന്നത് തന്നെ ഹരിത സസ്യങ്ങളിൽ നിന്നല്ലേ. അപ്പോൾ മാംസബുക്ക് എന്ത് ചെയ്യില്ല? ആദ്യ ഉപഭോക്താവ് ആവാൻ വേണ്ടിയിട്ട് കഴിയില്ല. ഇനി ഇതിൻ്റെ റിലേറ്റഡ് ആയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കിയിട്ട് വേഗം വരാം. അപ്പോൾ ആവാസ വ്യവസ്ഥയിലെ പ്രാഥമിക ഉപഭോക്താക്കൾ എപ്പോഴും എന്ത് തന്നെയായിരിക്കും? സസ്യഭോജികളായിരിക്കണം. സസ്യഭോജികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സസ്യങ്ങളെ കഴിക്കുന്നവരായിരിക്കണം. മനുഷ്യൻ സസ്യങ്ങളെ കഴിക്കും. പിന്നെന്താണ്? വിഘാടകർ എന്ത് ചെയ്യുന്നുണ്ട്? എല്ലാം വിഘടിപ്പിക്കും അല്ലേ. പിന്നെ മിശ്രബുക്കാണെങ്കിൽ എന്ത് ചെയ്യും? സസ്യവും കഴിക്കും, മാംസവും കഴിക്കും.
പിന്നെ അതിൽ നമ്മൾ പറയുന്ന മിശ്രഭോജി എന്ന് പറയുമ്പോൾ നമ്മൾ വേറൊരു വേർഡും കൂടെ അവിടെ നിന്ന് ആലോചിച്ചിരിക്കണേ. അതാണ് സർവഭോജി എന്നുള്ളത്. അതായത് മിശ്ര ബുക്ക്. സർവഭോജി എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യനെയാണ് കേട്ടോ പറയണത്. സർവഭോജി എന്ന് പറഞ്ഞാൽ അത് മനുഷ്യനാണ് കേട്ടോ. എല്ലാം കഴിക്കും. മിശ്ര ബുക്ക്, എല്ലാം കഴിക്കുന്ന ആൾ. അതാണ് സർവഭോജി. ചിലപ്പോൾ ആ വേടാ വരുന്നത് എന്നുണ്ടെങ്കിൽ സർവഭോജി എന്ന് പറഞ്ഞാൽ മനുഷ്യനാണ്. ഉദാഹരണമായിട്ട് എല്ലാം കഴിക്കും, ആ രീതിയിലാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ആവാസ വ്യവസ്ഥയിലെ പ്രാഥമിക ഉപഭോക്താക്കൾ എപ്പോഴും സസ്യഭോജികളാണ് ആവുക. ഇനി എന്താണ് വിഘാടകർ എന്ന് പറഞ്ഞാൽ? മൃതജൈവ വസ്തുക്കളിലെ സങ്കീർണമായ കാർബണിക വസ്തുക്കളെ എൻസൈമിൻ്റെ സഹായത്തോടെ ലഘു ഘടകങ്ങളാക്കി മാറ്റുക. അവിടെ എന്തില്ല? സസ്യമാണെന്നില്ല, മാംസമാണെന്നില്ല, എന്തിനേയും എന്ത് ചെയ്യുന്നു? എന്താണ് കാർബണിക വസ്തുക്കളെ ഒരു എൻസൈമിൻ്റെ സഹായത്തോടെ അത് ലഘു ഘടകങ്ങളാക്കിയിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത് വിഘാടകരെ. ഇനി ബാക്ടീരിയ, അതിൻ്റെ ഉദാഹരണമാണ് കൊടുത്തിരിക്കുന്നത് ബാക്ടീരിയ, ഫംഗസ് കേട്ടോ. വിഘാടകരുടെ ഉദാഹരണമാണ് കൊടുത്തിരിക്കുന്നത് ബാക്ടീരിയ, ഫംഗസ്. ഇനി ഇവിടുന്ന് സ്ഥിരമായിട്ട് വരുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്, നമുക്കതിനെ ഒന്ന് വേഗം പറയാം. എക്കോസിസ്റ്റം എന്ന പദം നിർദ്ദേശിച്ചത് ആരാണ്? നിങ്ങൾക്ക് ഓർമ്മയിലേക്ക് വരുന്നുണ്ടോ? ആരാണ് എക്കോസിസ്റ്റം എന്ന പദം നിർദ്ദേശിച്ചത്? അത് ടാൻസിലിയാണ് കേട്ടോ. ടാൻസിലിയാണ്. ഇപ്പം തന്നെ പഠിച്ചിട്ട് പോവുക. എക്കോസിസ്റ്റം എന്ന് പറയുന്ന പദം നിർദ്ദേശിച്ചത് ആരാണ്? ടാൻസിലിയാണ്. എക്കോസിസ്റ്റം എന്ന പദം നിർദ്ദേശിച്ചത് ആരാണ്? ടാൻസിലിയാണ്. ഇനി ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? ഇതൊക്കെ പ്രിലിംസിന് വന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? ആമസോൺ മഴക്കാടുകളാണ് കേട്ടോ. ആമസോൺ മഴക്കാടുകളാണ് ഭൂമിയുടെ ശ്വാസകോശം എന്ന് പറയപ്പെടുന്നത് കേട്ടോ, എന്നറിയപ്പെടുന്ന പ്രദേശം. അപ്പോൾ എക്കോസിസ്റ്റം എന്ന പദം നിർദ്ദേശിച്ചത് ആരാണ്? ടാൻസിലിയാണ്. ടാൻസിലി. ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? ആമസോൺ മഴക്കാടുകളാണ്. ഇനി ഇക്കോളജി എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ്? ഇക്കോളജി എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ്? ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏണസ്റ്റ് ഹെയ്ക്കലാണ് കേട്ടോ. ഏണസ്റ്റ് ഹെയ്ക്കലാണ് ഇക്കോളജി എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചത് കേട്ടോ. ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ്? ഏണസ്റ്റ് ഹെയ്ക്കൽ. ഇനി നമ്മുടെ എന്താണ് എക്കോസിസ്റ്റം എന്ന പദമാണെങ്കിൽ ടാൻസിലിയാണ്. എക്കോളജി എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചതാണെങ്കിൽ അത് ഏണസ്റ്റ് ഹെയ്ക്കലാണ്. ഇനി അതുപോലെ തന്നെ വന്നൊരു ക്വസ്റ്റ്യനാണ് DDT അമേരിക്കയിൽ നിർത്തലാക്കിയ വർഷം ഏത് എന്നുള്ളത്. എന്നായിരുന്നു? 1972 DDT അമേരിക്കയിൽ ബാൻ ചെയ്യുന്നത്. മറന്നു പോകരുത് കേട്ടോ. 1972 DDT അമേരിക്കയിൽ നിർത്തലാക്കുന്നത്. അതുപോലെ തന്നെ എപ്പോഴും പരീക്ഷയ്ക്കൊക്കെ വരുന്നതാണ് സൈലൻറ്റ് സ്പ്രിംഗ് എന്ന പുസ്തകം എഴുതിയത് ആരാണെന്ന്. അത് ആ ഒരു പുസ്തകം കൊണ്ടാണ് അമേരിക്കയിലെ DDT 1972 നിരോധിക്കാൻ ഇടയായത്. അപ്പോൾ സൈലൻറ്റ് സ്പ്രിംഗ് എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് ആരാണ്? റേച്ചൽ കഴ്സൺ ആണ് അല്ലേ. റേച്ചൽ കഴ്സൺ ആണ് സൈലൻറ്റ് സ്പ്രിംഗ് എന്ന പുസ്തകം എഴുതിയത് കേട്ടോ. റേച്ചൽ കഴ്സൺ. ഇനി മേദിനി പുരസ്കാരം ഏത് മേഖലയിലായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്? മേദിനി പുരസ്കാരം ഏത് മേഖലയായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? അത് പരിസ്ഥിതിയുമായിട്ട് കൊടുക്കുന്ന ഒരു പുരസ്കാരമാണ് മേദിനി പുരസ്കാരം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ സൈലൻറ്റ് സ്പ്രിംഗ് എഴുതിയത് ആരാണ്? നമ്മുടെ റേച്ചൽ കഴ്സൺ ആണ്. DDT അമേരിക്കയിൽ നിർത്തലാക്കിയത് എന്നാണ്? അത് 1972 ഇക്കോളജി എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ്? ഏണസ്റ്റ് ഹെയ്ക്കലാണ്. ഇത്രയും ഭാഗങ്ങൾ ക്ലിയർ ആയില്ലേ? ഇനി ഇതിൻ്റെ കൂടെ ഒന്നും കൂടെ ആലോചിച്ചിരിക്കുക. നമ്മുടെ പരിസ്ഥിതി ദിനം എന്നാണ്? പരിസ്ഥിതി ദിനം എന്നാണ്? ജൂൺ 5 അല്ലേ. ജൂൺ 5 പരിസ്ഥിതി ദിനം. ഇതുകൂടെ ഓർത്തിരിക്കട്ടെ അതിൻ്റെ കൂടെ. ഇനി നമുക്ക് കുറച്ച് ജീവി ബന്ധങ്ങളാണ് കേട്ടോ നോക്കാനുള്ളത്. ഇത് SCRT ഫാക്റ്റാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ എടുത്തിട്ടുള്ളതാണ്. ക്വസ്റ്റ്യൻ പേപ്പറിൽ മുന്നേ വന്നിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ഭാഗം ഞാൻ എടുത്തത് കേട്ടോ. എന്താണ് പരാത ജീവനം എന്ന് പറയുന്നത്? പരാത ജീവനം ഒന്നിന് ഗുണകരം മറ്റേതിന് ദോഷകരം. പരാതം ആഹാരത്തിനായി ആതിഥേയ ജീവിയെ ആശ്രയിക്കുന്നു. അതാണ് പരാത ജീവനം എന്ന് പറയുന്നത്. ഒന്നിന് ഗുണമാണ്. ഇപ്പോൾ ഇവിടെ എക്സാമ്പിളായിട്ട് ഉദാഹരണം നമ്മുടെ കൊടുത്തിരിക്കുന്നത് നായ ചെള്ളിനെയാണ് കേട്ടോ. നായ ചെള്ളിനെയാണ്. ഒന്നിന് ഗുണകരമാണ്, മറ്റേതിന് ദോഷമാണ്. നായയ്ക്ക് ദോഷമാണ്, ചെള്ളിനെന്താണ്? സുഖമാണ്. ഈ ചെള്ളെങ്ങനെയാണ് ഫുഡിന് വേണ്ടിയിട്ട് നായയെയാണ് ആശ്രയിക്കുന്നത്. അപ്പം നായയ്ക്ക് അവിടെ ദോഷമാണ്. പരാതജീവനം എന്ന് പറഞ്ഞാൽ ഒന്നിന് ഗുണകരം മറ്റേതിന് ദോഷകരം. പരാതജീവനം എന്ന് പറഞ്ഞാൽ ഒന്നിന് ഗുണകരം മറ്റേതിന് ദോഷകരം. പരാതം ആഹാരത്തിനായിട്ട് ആതിഥേയ ജീവിയാണ് ആശ്രയിക്കുന്നത്. ഉദാഹരണമായിട്ട് ഇവിടെ പറയുന്നത് നായ ചെള്ളാണ് കേട്ടോ. നായ ചെള്ള് പരാതജീവനമാണ്. ഇനി അടുത്തതാണ് ഇരപിടുത്തം എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഇരപിടുത്തം? ഒന്നിന് ഗുണകരമാണ്, മറ്റേതിന് എന്താണ്? ഫുള്ളായിട്ട് ദോഷകരമാണ് അല്ലേ. ഇരപിടുത്തം എങ്ങനെയാണ്? ഒന്നിന് ഗുണകരം മറ്റേതിന് ദോഷകരം. ഇരപിടിയന് ഭക്ഷണമാകുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഉദാഹരണമായിട്ട് പരുന്ത് കോഴീനെ കേട്ടോ കൊടുത്തിരിക്കുന്നത്. പരുന്ത് കോഴി ഏതിലാണ്? ഇരപിടുത്തത്തിലാണ് കേട്ടോ.
പരുന്ത് കോഴി ഇരപിടുത്തത്തിലാണ്. കോഴിക്ക് ദോഷമാണ്, പരുന്തിന് ഗുണകരമാണ്. ഒന്നിന് ഗുണം മറ്റേതിന് ദോഷകരം. പരുന്ത് കോഴി കേട്ടോ, ഇരപിടുത്തം. ഇനി അടുത്തതാണ് കമൻസാലിസം. കമൻസാലിസം അതെന്താണ്? ഒന്നിന് ഗുണകരമാണ്, മറ്റേതിന് ഗുണവുമില്ല ദോഷവുമില്ല. കമൻസാലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നിന് ഗുണകരമാണ്, മറ്റേതിന് എന്തെന്നില്ല, ഗുണകരവും ഇല്ല ദോഷവും ഇല്ല, ഗുണവും ഇല്ല ദോഷവും ഇല്ല മറ്റേതിന്. അപ്പോൾ ഇവിടെ എക്സാമ്പിളായിട്ട് കൊടുത്തിരിക്കുന്നത് മരവാഴയും മരവും തമ്മിലുള്ള ബന്ധത്തെ കമൻസാലിസം എന്നാണ് പറയുന്നത്. മരവാഴയും മരവും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്? അത് കമൻസാലിസമാണ് കേട്ടോ. ഒന്നിന് ഗുണകരം, മറ്റേതിന് ഗുണമോ ദോഷമോ ഇല്ല എന്നുള്ളത്. ഇനി അടുത്തതാണ് മ്യൂച്വലിസം. ആ മ്യൂച്വൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലേ, രണ്ട് ജീവികൾക്കും എന്താണ്? ഗുണകരമാണ്. മ്യൂച്വലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? മ്യൂച്വലി രണ്ടാൾക്കും എന്താണ്? ഗുണകരമായിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ എക്സാമ്പിളായിട്ട് കൊടുത്തിരിക്കുന്നത് സസ്യത്തെയും പൂമ്പാറ്റയെയാണ്. സസ്യത്തെയും പൂമ്പാറ്റയുമാണ് ഇവിടെ മ്യൂച്വലിസമായിട്ട് എക്സാമ്പിളായിട്ട് കൊടുത്തിരിക്കുന്നത്. അടുത്താണ് മത്സരം. മത്സരത്തിൽ എങ്ങനെയാണ്? തുടക്കത്തിൽ രണ്ടിനും ദോഷമാണ്. മത്സരിക്കാൻ തുടങ്ങുമ്പോൾ രണ്ടാൾക്കും ദോഷമാണ്. പിന്നീട് എന്താണ്? അതിൽ ജയിക്കുന്നവനല്ലേ ഗുണം. അപ്പോൾ ഇവിടെ എക്സാമ്പിളായിട്ട് കൊടുത്തിരിക്കുന്നത് വിളയും കളയുമാണ് കേട്ടോ. വിളയും കളയും. തുടക്കത്തിൽ വിളയും കളയും തമ്മിൽ എന്താണ്? നല്ല ബന്ധം ഉണ്ടായിരിക്കും. അതിൽ വിള വളർന്നു പോവുകയാണെങ്കിൽ എന്താണ്? വിളയ്ക്ക് നല്ലത്. ഇനിയും കളയാണ് വളർന്നു പോകുന്നത് എന്നുണ്ടെങ്കിൽ വിളയ്ക്ക് ദോഷം. അപ്പോൾ തുടക്കത്തിൽ എന്ത് ചെയ്യും? രണ്ടാൾക്കും ദോഷമാണ്. രണ്ടാളും വളരാൻ പാടില്ല. വിളയും കളയും ഒരുപോലെ വളരാൻ പാടില്ല. പക്ഷേ അതിലാരാണോ ജയിക്കുന്നത് അവർക്കാണ് ഗുണം. അപ്പോൾ ഇവിടെ പറയുന്നത് മത്സരത്തിന് എക്സാമ്പിളായിട്ട് പറയുന്നത് വിള കള കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും എക്സാമ്പിൾ എന്താണ്? എല്ലാവരും പഠിച്ചിരിക്കണേ. ഇപ്പോൾ പരാദജീവനത്തിനാണെങ്കിൽ എക്സാമ്പിൾ എങ്ങനെയാണ്? നായ ചെള്ളാണ്. ഇരപിടുത്തമാണെങ്കിൽ പരുന്ത് കോഴിയാണ്. കമൻസാലിസം ആണെങ്കിൽ എന്താണ്? മരവാഴയും മരവും തമ്മിൽ ഒന്നിന് ഗുണകരം, മറ്റേതിന് ഗുണമോ ദോഷമോ ഇല്ല. ഇനി മ്യൂച്വലിസം ആണെങ്കിൽ എന്താണ്? രണ്ടാൾക്കും ഗുണകരമാണ്. സസ്യവും പൂമ്പാറ്റവും തമ്മിലുള്ള ബന്ധമാണ് ഇവിടെ പറയുന്നത്. ഇനി മത്സരമാണെങ്കിൽ എന്താണ്? വിളയും കളയും തമ്മിലാണ്. തുടക്കത്തിൽ രണ്ടാൾക്കും ദോഷമാണ്, പിന്നീട് ആര് വിജയിക്കുന്നോ അവനാണ് ഗുണം. ഇനി നമുക്ക് SCERT-ൽ തന്നെ കൊടുത്തിരിക്കുന്നതാണ് ഇൻസിറ്റു കൺസർവേഷനും എക്സിറ്റു കൺസർവേഷനും. ഇത് പൊതുവേ അങ്ങനെ ചോദിക്കാറുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇതും കൂടെ എടുത്തത് കേട്ടോ. എന്താണ് ഇൻസിറ്റു കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആവാസ വ്യവസ്ഥയ്ക്കുള്ളിലെ സംരക്ഷണം. മനസ്സിലാവുന്നുണ്ടോ? പ്രകൃതിയിലുള്ള സ്വാഭാവിക ആവാസ വ്യവസ്ഥകളുടെയും അവിടെയുള്ള ജീവിവർഗങ്ങളുടെയും സംരക്ഷണമാണ്. എന്താണ്? ഇപ്പോൾ ഒരു ജീവിനെ അതിൻ്റെ ആവാസ വ്യവസ്ഥയ്ക്കുള്ളിൽ തന്നെ സംരക്ഷിക്കുക, അതിനെയാണ് ആവാസ വ്യവസ്ഥയ്ക്കുള്ളിലെ സംരക്ഷണം അല്ലെങ്കിൽ ഇൻസിറ്റു കൺസർവേഷൻ എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് വേർഡും പഠിച്ചു വെക്കണേ. അങ്ങനെ പറയുന്നത്. ഇവിടെ ഉദാഹരണങ്ങളാണ് നമ്മൾ നല്ല നീറ്റായിട്ട് പഠിക്കേണ്ടത്. അപ്പോൾ ഇൻസിറ്റു കൺസർവേഷനുള്ള ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? ദേശീയോദ്യാനങ്ങൾ, അതായത് ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് ഇരവികുളം, സൈലൻറ്റ് വാലിയൊക്കെ. പിന്നെ വന്യജീവി സങ്കേതങ്ങൾ, പെരിയാറാണ് എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത്. ബയോസ്ഫിയർ റിസർവുകളാണെങ്കിൽ നീലഗിരി, കമ്മ്യൂണിറ്റി റിസർവുകൾ കടലുണ്ടി, ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ ഹിമാലയം, പശ്ചിമഘട്ടം. അപ്പോൾ ഇൻസിറ്റു കൺസർവേഷനുള്ള ഉദാഹരണങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻസിറ്റു എക്സിറ്റു ഉദാഹരണങ്ങൾ വളരെ നീറ്റായിട്ട് പഠിച്ചിരിക്കുക. ദേശീയോദ്യാനങ്ങൾ, വന്യജീവി സങ്കേതങ്ങൾ, ബയോസ്ഫിയർ റിസർവുകൾ, കമ്മ്യൂണിറ്റി റിസർവുകൾ, ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ, ഹിമാലയം. ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടിൻ്റെ എക്സാമ്പിളാണ് ഹിമാലയം, പശ്ചിമഘട്ടം. അപ്പോൾ ഇത്രയുമാണ് ഇൻസിറ്റു കൺസർവേഷൻ എന്ന് പറയുന്നത്. ദേശീയോദ്യാനങ്ങളാണെങ്കിൽ നമുക്കറിയാലോ, ഇപ്പോൾ ഇരവികുളവും സൈലൻറ്റ് വാലിയൊക്കെ നമ്മളൊന്ന് ആലോചിച്ചാൽ കിട്ടും. അവിടെ മനുഷ്യനിർമ്മിതമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ആ പ്രകൃതിയിലുള്ള കാര്യങ്ങളിൽ തന്നെയാണ് അവിടുത്തെ എന്താണ് ജീവികളൊക്കെ ജീവിക്കുന്നത്. അങ്ങനെ ആലോചിച്ചാൽ മതി. പേര് കേൾക്കുന്ന സമയത്ത് അങ്ങനെ ആലോചിച്ചാൽ ചിലപ്പോൾ നമുക്ക് കിട്ടും. മനുഷ്യനിർമ്മിതമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെന്തായി മാറി? അത് എക്സിറ്റു കൺസർവേഷനായിട്ട് മാറി. ഇനി നമുക്ക് എക്സിറ്റു കൺസർവേഷൻ നോക്കാം. എന്താണ് എക്സിറ്റു കൺസർവേഷൻ? ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്തുള്ള സംരക്ഷണം. സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ നാശം സംഭവിച്ചേക്കാവുന്ന അല്ലെങ്കിൽ നാമാവിശേഷമാകാൻ സാധ്യതയുള്ള സസ്യങ്ങളെയും ജന്തുക്കളെയും അവയുടെ ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്ത് സമാനമായ ആവാസ വ്യവസ്ഥ സൃഷ്ടിച്ച് നിയന്ത്രിത സാഹചര്യങ്ങളിൽ സംരക്ഷിക്കുകയാണ് എക്സിറ്റു കൺസർവേഷൻ. ഇപ്പോൾ ഏതെങ്കിലും സസ്യങ്ങളോ ജന്തുക്കളെയൊക്കെ എന്താണ് വംശനാശം നേരിടുകയാണെങ്കിൽ അവനെ പുറത്ത് അതേ ഒരു നമ്മൾ കൃത്രിമമായി നിർമ്മിച്ചിട്ട് ഒരു ആവാസ വ്യവസ്ഥയ്ക്കുള്ളിൽ സംരക്ഷിച്ച് പോരുന്നതാണ് എന്തെന്ന് പറയുന്നത്? എക്സിറ്റു കൺസർവേഷനായിട്ട് പറയുന്നത്. എന്തൊക്കെയാണ്? സസ്യോദ്യാനങ്ങൾ, മൃഗശാല, ജീൻ ബാങ്കുകൾ, അക്വേറിയം. ഇപ്പോൾ സസ്യോദ്യാനങ്ങളിൽ തന്നെ അറിയാം, ഒന്നും അവിടെ എന്താണ്? എല്ലാം നിർമ്മിതമാണ്, മനുഷ്യനിർമ്മിതമായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ ഉണ്ടാവുക. മൃഗശാലയിലാണെങ്കിൽ അവിടെ എന്താണ്? അവനെയൊക്കെ സംരക്ഷിച്ചിരിക്കുന്നത് മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരു ആവാസ വ്യവസ്ഥയ്ക്കുള്ളിലാണ്, സ്വാഭാവികമായിട്ടുള്ള ആവാസ വ്യവസ്ഥയ്ക്കുള്ളിലല്ല. പിന്നെ ജീൻ ബാങ്ക്, അക്വേറിയം, ഇതൊക്കെ ഒന്ന് ആലോചിച്ചാൽ കിട്ടും. ഇതൊക്കെ എക്സിറ്റു കൺസർവേഷനാണ്. മനുഷ്യനിർമ്മിതമായ കാര്യത്തിനുള്ളിൽ
അവയെ സംരക്ഷിച്ച് പോരുകയാണ്. അപ്പോൾ എന്താണ് ഇൻസിറ്റു കൺസർവേഷനോ എക്സിറ്റു കൺസർവേഷനോ എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി അതുപോലെ തന്നെ നമ്മുടെ ഇതിൽ വരുന്നതാണ് പാതാള തവള. ഇപ്പോൾ ഒരു പ്രിലിംസിൽ ചോദിച്ചിട്ടുണ്ട്, പാതാള തവളയെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഇതിലുള്ള വാക്കുകൾ പറയാം. മണ്ണിനടിയിൽ ജീവിക്കുന്ന പാതാള തവള വർഷത്തിൽ ഒരിക്കലാണ് പുറത്തു വരുന്നത്. ഇണ ചേർന്നതിന് ശേഷം മുട്ടകളിട്ട് അവ തിരികെ മടങ്ങുന്നു. ദിനോസറുകളുടെ കാലത്ത് തന്നെ അവ ഉണ്ടായിരുന്നു. ഈ പാതാളത്തവള ദിനോസറുകളുടെ കാലം മുതലേ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പരിണാമപരമായി കാര്യമായ മാറ്റങ്ങൾ സംഭവിക്കാത്ത ഇവയെ ജീവിച്ചിരിക്കുന്ന ഫോസിലുകൾ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. അപ്പോൾ ജീവിച്ചിരിക്കുന്ന ഫോസിലുകൾ എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? പാതാള തവളേനെയാണ് കേട്ടോ. പാതാള തവളേനെ ഇവർ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ പാതാള തവളേനെയും ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇനി അടുത്തതാണ് റെഡ് ഡാറ്റ ബുക്ക് എന്ന് പറയുന്നത്. സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഇതെന്നുള്ളത്. അപ്പോൾ എന്താണ് റെഡ് ഡാറ്റ ബുക്ക് എന്ന് നോക്കാം. ഒരു സംസ്ഥാനത്തിനോ രാജ്യത്തിനോ ഉള്ളിൽ നിലനിൽക്കുന്ന അപൂർവവും വംശനാശ ഭീഷണി നേരിടുന്നതുമായ ജന്തുക്കൾ, സസ്യങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ IUCN പ്രസിദ്ധീകരിക്കുന്ന രേഖയാണ് റെഡ് ഡാറ്റ ബുക്ക്. അതാണ് ക്വസ്റ്റ്യൻ. റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്നത് എന്താണ്, ഏത് സ്ഥാപനമാണെന്ന്? ഏതാണ്? IUCN ആണ് കേട്ടോ, മറന്നു പോകരുത്. റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്നത് ആരാണ്? IUCN ആണ്. ജൈവ വൈവിധ്യം സംരക്ഷിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യാൻ ഇത് എന്ത് ചെയ്യുന്നുണ്ട്? വളരെയധികം സഹായിക്കുന്നു. അപ്പോൾ റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്നത് ആരാണ്? IUCN ആണ്. അതാണ് കേട്ടോ ഇവിടെ പറയുന്നത്. അതാണ് മുന്നേ വരാറുള്ളൊരു ക്വസ്റ്റ്യൻ. പിന്നെ ഇവിടെ വിഘാടകരെക്കുറിച്ചും കൂടെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതും കൂടി ഒന്ന് വായിച്ചു വിടാം. ആവാസ വ്യവസ്ഥയുടെയും ജൈവ വൈവിധ്യത്തിൻ്റെയും നിലനിൽപ്പിന് ദ്രവ്യപ്രവാഹവും ഊർജ്ജപ്രവാഹവും ഫലപ്രദമായി നടക്കേണ്ടതുണ്ട്. അജീവീയ ലോകത്തു നിന്നും ആഗിരണം ചെയ്യപ്പെട്ട വിവിധ പദാർത്ഥങ്ങൾ ജീവജാലങ്ങളിലൂടെ സഞ്ചരിച്ച് അവിടേക്ക് തന്നെ തിരിച്ചെത്തേണ്ടതുണ്ട്. അതിന് ആഹാര ശൃംഖലകളും ജൈവ വൈവിധ്യം പരിപാലിക്കപ്പെടണം. ഈ പ്രക്രിയയിൽ എന്തുണ്ട്? വിഘാടകരുടെ പങ്ക് വളരെ വലുതാണ്. അപ്പം വിഘാടകരുടെ പങ്ക് എന്താണ്? നമ്മുടെ ജീവൽ പ്രക്രിയയിൽ വളരെയധികം പങ്കുള്ള ഒന്നാണ് വിഘാടകർ എന്ന് പറയുന്നത്. നമ്മൾ ഈ ജലചക്രം എന്നൊക്കെ പറയില്ലേ, അതായത് ഇവിടുന്ന് നീരാവിയായിട്ട് ആകാശത്തേക്ക് പോവും, അവിടുന്ന് മഴവെള്ളമായിട്ട് തിരിച്ചു വരും. ഇത് തന്നെയാണ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലുള്ളൊരു സൈക്കിളാണ് ഇത് എന്ന് പറയുന്നത്. ദ്രവ്യപ്രവാഹം, ഊർജ്ജപ്രവാഹം, ഇതൊക്കെ അതുപോലുള്ളൊരു എന്താണ് സൈക്കിളാണ്. അപ്പോൾ ഇതിലെല്ലാം എന്ത് തന്നെയാണ് ഈ പ്രക്രിയകളിലെല്ലാം എന്തുണ്ട്? വിഘാടകരുടെ പങ്ക് വളരെ വലുതാണ്. ഇവിടെ ഈ അജീവീയ ലോകത്തു നിന്നും ആഗിരണം ചെയ്യപ്പെട്ട വിവിധ പദാർത്ഥങ്ങൾ ജീവജാലങ്ങളിലൂടെ സഞ്ചരിച്ച് അവിടേക്ക് തന്നെ തിരിച്ചെത്തേണ്ടതുണ്ട് എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ മണ്ണിൽ നിന്ന് സസ്യങ്ങൾ വലിച്ചെടുക്കുന്ന ന്യൂട്രിയൻസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? സസ്യം ഉപയോഗിച്ചതിന് ശേഷം സസ്യത്തിൻ്റെ സസ്യം വീഴുന്നതോടെ അല്ലെങ്കിൽ സസ്യം വിഘടിക്കുന്നതോടെ കൂടെ മണ്ണിൽ നിന്ന് വലിച്ചെടുത്ത എല്ലാ ന്യൂട്രിയൻസും വീണ്ടും മണ്ണിലേക്ക് തന്നെ തിരിച്ചു പോകുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ആ ഒരു സൈക്കിള് അതിനെയാണ് കേട്ടോ ഇവിടെ പറയുന്നത്, അല്ലാണ്ട് വേറൊന്നുമല്ല. കൺഫ്യൂഷനായി പോകണ്ട. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഭക്ഷണത്തിലൂടെ അല്ലാതെ മനുഷ്യന് ലഭിക്കുന്ന ജീവകം ഏതാണ്? ഭക്ഷണത്തിലൂടെ അല്ലാതെ മനുഷ്യന് ലഭിക്കുന്ന ജീവകം ഏതാണ്? ജീവകം B, ജീവകം C, ജീവകം A, ജീവകം D. ഏതാണ്? നമുക്കറിയാം അല്ലേ, ജീവകം D ആണെന്ന് നമുക്കറിയാം. അതെല്ലാം പഠിക്കുമ്പോഴേ എല്ലാവരും ആദ്യം പഠിക്കുന്നൊരു സംഭവമാണ്, അല്ലെങ്കിൽ കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. എന്ത്? ഭക്ഷണത്തിലൂടെ അല്ലാതെ മനുഷ്യന് കിട്ടുന്നതാണ് D എന്ന് പറയുന്നത്. സൺഷൈൻ വൈറ്റമിൻ എന്നാണ് ഡീനെ അറിയപ്പെടുന്നത് അല്ലേ. സൂര്യനിൽ നിന്ന്, അതായത് സൂര്യപ്രകാശത്തിലെ അൾട്രാവയലറ്റ് രശ്മികളുടെ സഹായത്തോടെ നമ്മുടെ സ്കിന്നിൽ നിർമ്മിക്കപ്പെടുന്ന ഒരു ജീവകമാണ് എന്ത് എന്ന് പറയുന്നത്? D എന്ന് പറയുന്നത്. എന്താണ് ഡിയുടെ ശാസ്ത്രനാമം എന്ന് പറയുന്നത്? എന്താണ്? കാൽസിഫെറോൾ ആണ്. ഡിയുടെ ശാസ്ത്രനാമം എന്താണ്? കാൽസിഫെറോൾ ആണ്. ഞാൻ പറഞ്ഞതുപോലെ സൂര്യപ്രകാശത്തിലെ അൾട്രാവയലറ്റ് രശ്മികളുടെ സഹായത്തോടെ സ്കിന്നിൽ നിർമ്മിക്കപ്പെടുന്നൊരു ജീവകമാണ് ജീവകം D എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്നു. അപ്പോൾ ക്വസ്റ്റ്യൻ വരികയാണ്, കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് ആൻസർ? ജീവകം D ആണ്. ഇനി നമ്മുടെ ജീവകം Dയുടെ 2 രൂപങ്ങളാണ് D2ഉം D3യും എന്ന് പറയുന്നത്. D2 എന്ന് പറയുന്നത് എർഗോസ്റ്റിറോൾ ആണ്. അതായത് കൊഴുപ്പാണ്. ജീവകം D ആയി മാറുന്ന കൊഴുപ്പിനെയാണ് എർഗോസ്റ്റിറോൾ എന്ന് പറയുന്നത്. D ആയി മാറുന്ന കൊഴുപ്പിനെയാണ് എന്ത് പറയുന്നത്? എർഗോസ്റ്റിറോൾ അല്ലെങ്കിൽ D2 എന്ന് പറയുന്നത്. ഇനി D3 ഏതാണ്? കോൾ കാൽസിഫെറോൾ ആണ് കേട്ടോ. ഡിയുടെ 2 രൂപങ്ങളാണ് D2ഉം D3യും, എർഗോസ്റ്റിറോളും കോൾ കാൽസിഫെറോളും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർമ്മയുണ്ടല്ലോ. ഇവിടെ കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്നത് ഏതാണ്? D ആണ്. ജീവകം D ആണ്. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങൾ ഏതൊക്കെയാണ്?
ഏതൊക്കെയാണ് കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങൾ? ഇതിനൊരു കോഡുണ്ട്. അടക്ക് എന്ന് പഠിച്ചാൽ മതി. അടക്ക്, ADEK, കണ്ടോ? ADEK, അടക്ക് എന്ന് പഠിച്ചാൽ മതി. അതെന്താണ്? കൊഴുപ്പിൽ ലയിക്കുന്നതാണ്. ബാക്കി ബിയും സിയും എന്താണ്? ജലത്തിൽ ലയിക്കുന്നതാണ്. അടക്ക് കഴിഞ്ഞാൽ പിന്നെ ബിയും സിയും അല്ലേ ഉള്ളൂ. അതെന്തിൽ ലയിക്കുന്നു? ജലത്തിൽ ലയിക്കുന്നു. അപ്പോൾ കൊഴുപ്പിൽ ലയിക്കുന്നതാണെങ്കിൽ അടക്ക്, ADEK കേട്ടോ. ഇനി പ്രോവൈറ്റമിൻ എ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തു ഏതാണ്? പ്രോവൈറ്റമിൻ എ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തു ഏതാണ്? അത് ബീറ്റ കരോട്ടിൻ ആണ് കേട്ടോ. ബീറ്റ കരോട്ടിൻ ആണ്. ബീറ്റ കരോട്ടിൻ. പ്രോവൈറ്റമിൻ എ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തു ഏതാണ്? ബീറ്റ കരോട്ടിൻ ആണ് കേട്ടോ. ഇനി നമുക്ക് ബാക്കിയുള്ള ജീവകങ്ങളൊക്കെ ഒന്ന് ഓടിച്ച് നോക്കിയാലോ. ആദ്യം നോക്കാം. ഇ ആണ് ജീവകം ഇ. അതിൻ്റെ ശാസ്ത്രീയ നാമം എന്താണ്? ടോക്കോഫെറോൾ എന്നാണ്. അതിനു മുന്നേ നമ്മുടെ ഈ പ്രോവൈറ്റമിൻ എ എന്ന് പറഞ്ഞല്ലോ. ഇവിടെ എ എന്ന് പറയുന്ന ശാസ്ത്രനാമം ഏതാണ്? അത് റെറ്റിനോളാണ് കേട്ടോ. റെറ്റിനോളാണ് എയുടെ ശാസ്ത്രീയ നാമം. ഇത് സംഭരിക്കപ്പെടുന്നത് എവിടെയാണ്? കരളിലാണ്. കരളിൽ ഓർത്തിരിക്കണേ. എയുടെ ശാസ്ത്രീയ നാമം റെറ്റിനോളാണ്. സംഭരിക്കപ്പെടുന്നത് എവിടെയാണ്? അത് കരളിലാണ്. ഇനി ടോക്കോഫെറോളിലേക്ക് പോകാം. ഈ ആണ് ടോക്കോഫെറോൾ അല്ലേ. എന്തൊക്കെയാണ് പ്രത്യേകത? നിരോക്സീകാരിയാണ്. അതുപോലെ തന്നെ ഹൃദയത്തെ സംരക്ഷിക്കുന്നു. ഈ എന്താണ്? നിരോക്സീകാരിയാണ്, ഹൃദയത്തെ സംരക്ഷിക്കുന്നു. അതുപോലെ തന്നെയാണ് ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ഏതാണ്? അതും ഇ തന്നെയാണ്. ബ്യൂട്ടി ഇ, കണ്ടോ? ഇയും ഇയും. അപ്പോൾ ബ്യൂട്ടി ഇ ആണ് കേട്ടോ. ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ഇ ആണ്. അത് ഓർത്തിരിക്കണേ. ഇനി അടുത്തത് നോക്കാം. ഫില്ലോക്വിനോൺ. ഒരു മിനിറ്റ്. നമ്മുടെ ഇപ്പോൾ ഏതോ ഒരു എക്സാമിൽ ഇത് ലഭിക്കുന്ന സോഴ്സസ്, ജീവകം ലഭിക്കുന്ന സോഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ലഭിക്കുന്നത് എവിടെ നിന്നാണ്? സസ്യ എണ്ണകളിൽ നിന്നാണ് കേട്ടോ. സസ്യ എണ്ണകളിൽ നിന്നാണ് ഈ ലഭിക്കുന്നത് കേട്ടോ. സസ്യ എണ്ണകളിൽ നിന്നാണ് ഈ ലഭിക്കുന്നത്. ഓർത്തിരിക്കണേ. ഈ എവിടെ നിന്നാണ് ലഭിക്കുന്നത്? സസ്യ എണ്ണകളിൽ നിന്നാണ് കേട്ടോ. ഇനി നമുക്ക് പോവാം. ഫില്ലോക്കിനോൺ. കെയുടെ ശാസ്ത്രീയ നാമം എന്താണ്? ഫില്ലോക്കിനോൺ ആണ്. എന്തിനു വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു? രക്തം കട്ട പിടിക്കാനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. കെ എന്തിനു വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു? രക്തം കട്ട പിടിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത് ലഭിക്കുന്നത് എവിടെ നിന്നൊക്കെയാണ്? ക്യാബേജ്, പിന്നെ ഏതാണ്? കോളിഫ്ലവർ, പിന്നെ ഏതാണ്? ചീര. ഇതൊക്കെ ഏതെന്നാണ്? ഈ ഇതിലൊക്കെ ഏതാണുള്ളത്? കെ ആണുള്ളത്. നമുക്ക് കെ ഏതെന്നൊക്കെ ലഭിക്കുന്നു? ക്യാബേജ്, കോളിഫ്ലവർ, ചീര കേട്ടോ. അതിൻ്റെ സോഴ്സാണ് പറയുന്നത്. ഇനി അടുത്തത് സി ആണ്. സിയുടെ ശാസ്ത്രീയ നാമം എന്താണ്? അസ്കോർബിക് ആസിഡ് ആണ് കേട്ടോ. സിയുടെ ശാസ്ത്രനാമം എന്താണ്? അസ്കോർബിക് ആസിഡ് ആണ് കേട്ടോ. അതിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ ജീവകമാണ് സി എന്ന് പറയുന്നത്. ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? നഷ്ടമാകുന്ന ജീവകം ഏതാണെന്ന് ചോദിച്ചാലും ഇത് തന്നെയാണ്, സി ആണ്. ക്വസ്റ്റ്യൻ വന്നതാണ്. കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ ജീവകമാണ്. ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത് നഷ്ടപ്പെടുന്ന ജീവകവുമാണ്. ഇവിടെ ഇത് നല്ല കേട്ടോ. അവിടെ കൊടുത്തിരിക്കുന്നത് മോണ, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള ജീവകമാണ് സി എന്ന് പറയുന്നത് കേട്ടോ. മോണയുടെ ആരോഗ്യത്തിനും രക്തകോശങ്ങൾക്കും അവയുടെ ആരോഗ്യത്തിനും ആവശ്യമായിട്ടുള്ള ജീവകം ഏതാണ്? അസ്കോർബിക് ആസിഡാണ്. ഇനി വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്, ശരീരത്തിൽ ഇരുമ്പിൻ്റെ ആഗിരണം ഉത്തേജിപ്പിക്കുന്ന ജീവകം ഏതാണ്? സി ആണ്. ഓർത്തിരിക്കണേ. ശരീരത്തിൽ ഇരുമ്പിൻ്റെ ആഗിരണം ഉത്തേജിപ്പിക്കുന്നത് ഏതാണ്? സി ആണ്. ക്വസ്റ്റ്യൻ വന്നതാണ് കേട്ടോ. ശരീരത്തിൽ ഇരുമ്പിൻ്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് സി ആണ്. സി മറന്നു പോകരുതേ. സി ആണ്. ഇനി നമുക്ക് ബീൻ്റെ കുറച്ച് രൂപങ്ങൾ നോക്കാം. അതിൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രണ്ട് കാര്യങ്ങളാണ് വൈറ്റമിൻ എച്ചും പിന്നെ വൈറ്റമിൻ ജിയും എന്നറിയപ്പെടുന്നത് ഏതാണെന്ന്. ബി കോംപ്ലക്സിലെ ഏതാണെന്ന്. ഏതൊക്കെയാണ്? വൈറ്റമിൻ എച്ച് B7 ആണ്. B2 ആണ് വൈറ്റമിൻ ജി എന്നറിയപ്പെടുന്നത്. മറക്കരുത്. വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്നത് ഏതിനെയാണ്? ഏത് ബി കോംപ്ലക്സിനെയാണ്? B7 ആണ്. വൈറ്റമിൻ ജി എന്നറിയപ്പെടുന്നത് ഏതാണ്? B2 ആണ് കേട്ടോ. B2 മറന്നു പോകല്ലേ. ഇനി B1 എന്താണ്? തയാമിൻ. B1 തയാമിൻ. B2 റൈബോഫ്ലാവിൻ ആണ്. B2 റൈബോഫ്ലാവിൻ. B3 നിയാസിൻ. ഇനി B5 ആണെങ്കിൽ അത് പാൻറ്റോതെനിക് ആസിഡ് ആണ്. B5 ആണെങ്കിൽ പാൻറ്റോതെനിക് ആസിഡ്. B6 ആണെങ്കിൽ പിരിഡോക്സിൻ. പിരിഡോക്സിൻ. 7 ആണെങ്കിൽ എന്താണ്? ബയോട്ടിൻ. ബയോട്ടിൻ. B9 ആണെങ്കിൽ ഫോളിക് ആസിഡ്. B9 ആണെങ്കിൽ ഫോളിക് ആസിഡ്. B12 ആണെങ്കിൽ സൈനോകൊബാലമിൻ.
B12 ആണെങ്കിൽ സയനോ കൊബാലമിൻ. ഇത് ഇത്രയും പഠിച്ചു വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ബി കോംപ്ലക്സിൻ്റെ ശാസ്ത്രീയ നാമങ്ങൾ പഠിച്ചു വെക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. B1 തയാമിൻ, B2 റൈബോഫ്ലാവിൻ, B3 നിയാസിൻ, B5 പാൻഡോത്തിനിക് ആസിഡ്, B6 പിരിഡോക്സിൻ, B7 ബയോട്ടിൻ, B9 ഫോളിക് ആസിഡ്, B12 സയനോ കൊബാലമിൻ. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ് അപരാപ്യത രോഗങ്ങൾ. ഇമ്പോർട്ടൻ്റ് ആണ്. അപരാപ്യത രോഗങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. എയുടെ കുറവ് മൂലം എന്തുണ്ടാകുന്നു? നിശാന്തതയും സീറോഫ്താൽമിയും ഉണ്ടാകുന്നു. എയുടെ കുറവ് മൂലം ഏതൊക്കെയാണ് ഉണ്ടാവുക? നിശാന്തത, സീറോഫ്താൽമിയ. B1ൻ്റെ കുറവ് മൂലം എന്തുണ്ടാകുന്നു? ബെറിബറി. B1ൻ്റെ കുറവ് മൂലം ബെറിബറി ഉണ്ടാകുമ്പോൾ B3യുടെ കുറവ് മൂലം പെല്ലഗ്രിയാണ് ഉണ്ടാവുക കേട്ടോ. എ ആണെങ്കിൽ നിശാന്തത സീറോഫ്താൽമിയ ഉണ്ടാകും. B1 ആണെങ്കിൽ ബെറിബറി ഉണ്ടാകും. പിന്നെ B3 ആണെങ്കിൽ എന്താണ്? പെല്ലഗ്ര ഉണ്ടാകും കേട്ടോ. B9 ആണെങ്കിൽ മെഗലോബ്ലാസ്റ്റിക് അനീമിയാണ് ഉണ്ടാവുക. B9ൻ്റെ കുറവ് മൂലമാണെങ്കിൽ അവിടെ എന്താണ്? മെഗലോബ്ലാസ്റ്റിക് അനീമിയാണ് ഉണ്ടാവുക. B12 ആണെങ്കിൽ പെർനീഷ്യസ് അനീമിയ ആയിരിക്കും വരിക കേട്ടോ. B12ൻ്റെ കുറവാണെങ്കിൽ പെർനീഷ്യസ് അനീമിയ ആയിരിക്കും. ഈ B12ൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഈ B12ൽ എന്തടങ്ങിയിട്ടുണ്ട്? കൊബാൾട്ട് അടങ്ങിയിട്ടുണ്ട് കേട്ടോ. കൊബാൾട്ട് അടങ്ങിയിട്ടുണ്ട്, അതൊന്ന് ഓർത്തിരിക്കണേ. B12ൽ എന്തുണ്ട്? കൊബാൾട്ട് അടങ്ങിയിരിക്കുന്ന ജീവകമാണ് B12 എന്ന് പറയുന്നത്, അതായത് സയനോ കൊബാലമിൻ. അതിൽ എന്തടങ്ങിയിരിക്കുന്നുണ്ട്? കൊബാൾട്ട് അടങ്ങിയിട്ടുണ്ട്. നമ്മളെവിടെയാണ് നിർത്തിയ? B12 പെർനീഷ്യസ് അനീമിയാണ് ഉണ്ടാവുക. B12ൻ്റെ കുറവ് മൂലം എന്തുണ്ടാവുന്നു? പെർനീഷ്യസ് അനീമിയ ഉണ്ടാവുന്നു. ഇനി ഇത്രയും പഠിച്ചു വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ബെറിബറി ഇമ്പോർട്ടൻ്റ് ആണ്. പെല്ലഗ്രി ഇമ്പോർട്ടൻ്റ് ആണ്. നിശാന്തത, സീറോഫ്താൽമിയ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ ചോദിച്ച് റിപ്പീറ്റ് ക്വസ്റ്റ്യൻസ് വന്നതാണ്. സിയുടെ കുറവ് മൂലം സ്കെർവി ഉണ്ടാവുന്നു. സിയുടെ കുറവ് മൂലം എന്തുണ്ടാവുന്നു? സ്കെർവി ഉണ്ടാവുന്നു. ഡി ആണെങ്കിൽ കണയ്ക്ക് വേറൊരു പേരും കൂടെ പറയും. എന്താണെന്ന് അറിയാമോ? റിക്കറ്റ്സ്. ഇതും കാണാറുണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കേട്ടോ. അപ്പോൾ ഡി ആണെങ്കിൽ റിക്കറ്റ്സ്. ഇ ആണെങ്കിൽ എന്തുണ്ടാവും? വന്ധ്യത. കെ ആണെങ്കിൽ ഹീമോഫീലിയ, രാജകീയ രോഗം എന്നൊക്കെ പറയുന്ന ഹീമോഫീലിയ. ഇനി മാംസത്തിൻ്റെ കുറവുമാണെങ്കിൽ കാഷ്യോർക്കറും മരാസ്മസും ഉണ്ടാകുന്നു. മാംസത്തിൻ്റെ കുറവ് മൂലമാണെങ്കിൽ കാഷ്യോർക്കർ, മരാസ്മസ് എന്നിവ ഉണ്ടാകുന്നു. അപ്പോൾ അപരാപ്തത രോഗങ്ങളും നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ള കുറച്ച് വിശേഷണങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കാം. സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ഏതാണ്? ആദ്യം പറഞ്ഞു ഏതാണ്? ഡി ആണ്. സൺഷൈൻ വൈറ്റമിൻ ഏതാണ്? ഡി ആണ്. ആൻറ്റി പെല്ലഗ്ര വൈറ്റമിൻ ഏതാണ്? ആൻറ്റി പെല്ലഗ്ര വൈറ്റമിൻ B3 ആണ്. B3 ആൻറ്റി പെല്ലഗ്ര വൈറ്റമിൻ B3 എന്നാണ് അറിയപ്പെടുന്നത്. ബ്യൂട്ടി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഏതാണ്? ഇ. ബ്യൂട്ടി ഇ. ആൻറ്റി സ്റ്റെറിലിറ്റി ആണെങ്കിൽ ഇ ആയിട്ട് കണക്ട് ചെയ്യാം. ഇ മനസ്സിലാവുന്നുണ്ടോ? രണ്ടും ഇ ആണ് കേട്ടോ. സൺഷൈൻ വൈറ്റമിൻ ഡി, ആൻറ്റി പെല്ലഗ്ര ആണെങ്കിൽ B3, ബ്യൂട്ടി വൈറ്റമിൻ ആൻറ്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ ആണെങ്കിൽ അതെന്താണ്? ഇ ആണ്. ഇനി നോക്കൂ, മൂത്രത്തിലൂടെ വിസർജിക്കപ്പെടുന്നതും ആഹാരപദാർത്ഥങ്ങൾ ചൂടാക്കുന്നതിലൂടെ നഷ്ടപ്പെട്ടു പോകുന്ന ജീവങ്ങൾ ഏതൊക്കെയാണ്? ബിയും സിയും. മൂത്രത്തിലൂടെ വിസർജിക്കപ്പെടുന്ന ജീവകം ഏതാണ്? ബി ആണ് കേട്ടോ. ബി. മൂത്രത്തിലൂടെ വിസർജിക്കപ്പെടുന്ന ജീവകം ഏതാണ്? ബി ആണ്. ആഹാരപദാർത്ഥങ്ങൾ ചൂടാക്കുന്നതിലൂടെ നഷ്ടപ്പെട്ടു പോകുന്ന ജീവകം ഏതാണ്? അത് സി ആണ്. ഇനി ഒന്നുകൂടെ നോക്കാം. ബാക്ടീരിയകളുടെ പ്രവർത്തന ഫലമായി ചെറുകുടലിൽ നിർമ്മിക്കപ്പെടുന്ന ജീവകങ്ങൾ ഏതൊക്കെയാണ്? ജീവകം B7, B5, കെ ആണ് കേട്ടോ. കെ ആണ്. എന്നായിപ്പോയി കെ. അപ്പോൾ ബാക്ടീരിയകളുടെ പ്രവർത്തന ഫലമായി ചെറുകുടലിൽ നിർമ്മിക്കപ്പെടുന്ന ജീവകങ്ങൾ ഏതൊക്കെയാണ്? ജീവകം B7, B5, പിന്നെ ഏതാണ്? കെയും ആണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഈ നമ്മുടെ ഒരു മിനിറ്റ്, ഈ ബി കിട്ടുന്ന കാര്യങ്ങൾ എവിടുന്നാന്ന് പറഞ്ഞില്ലല്ലോ. ബി എവിടുന്നൊക്കെ കിട്ടുമെന്ന് പറഞ്ഞാലേ, മുട്ട, അതുപോലെ തന്നെ പാല്, ചേമ്പില, അതുപോലെ തന്നെ നമ്മുടെ ധാന്യങ്ങളുടെ തവിട്, അതിനൊക്കെ എന്ത് കിട്ടുന്നുണ്ട്? ബി കിട്ടുന്നുണ്ട് കേട്ടോ. ബിയുടെ സോഴ്സാണ് പറയുന്നത്. ധാന്യങ്ങളുടെ തവിട്, മുട്ട, പാല്, ചേമ്പില മുതലായവ കേട്ടോ. അപ്പോൾ നമ്മൾ ജീവകങ്ങളൊക്കെ ഇവിടെ നോക്കിയിട്ടുണ്ട് കേട്ടോ. ഏകദേശം നമ്മൾ ക്വസ്റ്റ്യൻ വരുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ ഏകദേശം ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ നമ്മൾ തീർത്തിട്ടുണ്ട് കേട്ടോ. ഇനിയും പഠിക്കാനുണ്ട്. ഞാനിനി അത് ഓരോ വ്യവസ്ഥയായിട്ടാണ് ഇടാൻ പോകുന്നത് കേട്ടോ. ബയോളജി ഇപ്പോൾ ഏകദേശം കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇനി ബാക്കി അസ്ഥി വ്യവസ്ഥ, അതുപോലെ തന്നെ ശ്വസന വ്യവസ്ഥ, അങ്ങനെയായിരിക്കും ക്ലാസ്സസ് ബയോളജി പോകുന്നുണ്ടാവുക കേട്ടോ. ഈ ഒരു മാസം കൊണ്ട് നമുക്ക് എന്തായാലും, അല്ലെങ്കിൽ 2 ആഴ്ച കൊണ്ട് നമുക്ക് എന്തായാലും ബയോളജി കംപ്ലീറ്റ് ആക്കാം. പിന്നെ നമുക്ക് റിവിഷനും തുടങ്ങാം. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. മനുഷ്യരിൽ അവസാനം മുളച്ചു വരുന്ന പല്ല് ഏതാണ്? മനുഷ്യരിൽ അവസാനം മുളച്ചു വരുന്ന പല്ല് ഏതാണ്? ചർവണകമാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. ചർവണകം. മനുഷ്യരിൽ അവസാനം മുളച്ചു വരുന്ന പല്ല് ഏതാണ്? അത് ചർവണകമാണ്. അപ്പോൾ പാൽപ്പല്ലുകളുടെ എണ്ണം എത്രയാണ്? പാൽപ്പല്ലുകൾ 20 എണ്ണമാണ്. പാൽപ്പല്ലിൻ്റെ എണ്ണം എത്രയാണ്? 20. പാൽപ്പല്ലിൻ്റെ എണ്ണം എത്രയാണ്? 20. ഒരു മിനിറ്റ്.
പാൽപ്പല്ലിൻ്റെ എണ്ണം എത്രയാണ്? 20. സ്ഥിരദന്തങ്ങൾ എന്താണ്? 32. സ്ഥിരദന്തങ്ങൾ എത്രണ്ണമാണ്? 32. 4 സ്ഥിരദന്തങ്ങൾ ചേർത്തിട്ട് അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? വിവേകദന്തങ്ങൾ എന്നറിയപ്പെടുന്നു. വിവേകദന്തങ്ങൾ. 4 സ്ഥിരദന്തങ്ങളെ എങ്ങനെയും കൂടെ അറിയപ്പെടുന്നു? വിവേകദന്തങ്ങൾ എന്നും കൂടെ അറിയപ്പെടുന്നു. അപ്പോൾ പാൽപ്പല്ലിൻ്റെ എണ്ണം 20ആണ്. സ്ഥിരദന്തമാണെങ്കിൽ 32ആണ്. 4 സ്ഥിരദന്തങ്ങളെ എങ്ങനെ വിളിക്കുന്നു? വിവേകദന്തങ്ങൾ എന്ന് വിളിക്കുന്നു. ഇനി ഉളിപ്പല്ലുകളുടെ എണ്ണം എത്രയാണ്? 8ആണ് കേട്ടോ. ഉളിപ്പല്ലുകളുടെ എണ്ണം എത്രയാണ്? 8ആണ്. ഉളിപ്പല്ല് എന്തിനാണ്? കടിച്ചു മുറിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഉളിപ്പല്ല് എന്താണ്? കടിച്ചു മുറിക്കാനാണ്. കടിച്ചു മുറിക്കാനാണ് ഉളിപ്പല്ല് കേട്ടോ. എഴുതിയെടുക്കണേ. ഇനി കോമ്പല്ലാണെങ്കിൽ 4 എണ്ണമാണുള്ളത്. കോമ്പല്ല് എന്തിനു വേണ്ടിയിട്ടാണ്? കടിച്ച് കീറാനാണ് കേട്ടോ. കടിച്ച് കീറാൻ വേണ്ടിയിട്ടാണ് എന്തുള്ളത്? കോമ്പല്ലുള്ളത്. കടിച്ച് മുറിക്കാനാണെങ്കിൽ ഉളിപ്പല്ല് 8 എണ്ണമുണ്ട്. കോമ്പല്ലാണെങ്കിൽ 4 എണ്ണമുണ്ട്. നമുക്ക് കടിച്ച് കീറാൻ വേണ്ടിയിട്ട് അല്ലേ. ഇനി അടുത്തത് അഗ്രചർവണകം. എത്ര എണ്ണമാണ്? 8 എണ്ണമാണ് ഉള്ളത് കേട്ടോ. അഗ്രചർവണകവും മോളാറും പ്രീ മോളാറും എന്തിനു വേണ്ടിയിട്ടാണ്? ചവച്ചരയ്ക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. ചവച്ചരയ്ക്കാൻ വേണ്ടിയിട്ടാണ് എന്താണ്? അഗ്രചർവണകവും ചർവണകമാണെങ്കിൽ 8 എണ്ണവും ചർവണകമാണെങ്കിൽ 12 എണ്ണവുമാണ് കേട്ടോ. ഇത് പഠിക്കണം കേട്ടോ. 8, 4, 8, 12 എന്നുള്ളത് അതേ ഓർഡറിൽ തന്നെ പഠിച്ചു വയ്ക്കുക. 8, 4, 8, 12 കേട്ടോ. 8, 4, 8, 12. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. സസ്യഭോജികളിൽ ഇല്ലാത്ത പല്ല് ഏതാണ്? സസ്യഭോജികളിൽ ഇല്ലാത്ത പല്ല് ഏതാണ്? കോമ്പല്ലാണ് അല്ലേ. സസ്യഭോജികളിൽ എന്ത് വേണ്ട? കോമ്പല്ലാണ്. അവർക്ക് എന്താണ്? മാംസ്യമൊന്നും കടിച്ച് കീറാൻ വേണ്ടിയിട്ടില്ല. അപ്പോൾ സസ്യഭോജികളിൽ ഇല്ലാത്ത പല്ല് ഏതായിരിക്കും? കോമ്പല്ല്. ഇനി മോണയിലെ കുഴികളിൽ പല്ലിനെ ഉറപ്പിച്ചു നിർത്തുന്ന കാൽസ്യം അടങ്ങിയ യോജക കല ഏതാണ്? ഇമ്പോർട്ടൻ്റ് ആണ്. സിമൻറ്റം. ഇമ്പോർട്ടൻ്റ് ആണ്. സിമൻറ്റം. മോണയിലെ കുഴികളിൽ എന്താണ്? പല്ലിനെ ഉറപ്പിച്ചു നിർത്തുന്ന കാൽസ്യം അടങ്ങിയിട്ടുള്ള യോജക കല ഏതാണ്? സിമൻറ്റം. എഴുതി വെച്ചോ, പഠിച്ചോ, ഇമ്പോർട്ടൻ്റ് ആണ്. മോണയിലെ കുഴികളിൽ പല്ലിനെ ഉറപ്പിച്ചു നിർത്തുന്ന കാൽസ്യം അടങ്ങിയ യോജക കല ഏതാണ്? സിമൻറ്റമാണ്. ഇനി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പമേറിയ ഭാഗം ഏതാണ്? അത് ഇനാമലാണ്. അത് എല്ലാവർക്കും അറിയാം അല്ലേ. ഏറ്റവും കടുപ്പമേറിയ ഭാഗം ഏതാണ്? അത് ഇനാമലാണ്. എന്നാൽ പല്ലിൽ കാണുന്ന നിർജീവമായൊരു ഭാഗം എന്ന് ചോദിച്ചാലും ഏത് തന്നെയാണ്? അതും ഇനാമലാണ്. ഓക്കെ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പമേറിയ ഭാഗവും പല്ലിൽ കാണുന്ന നിർജീവമായിട്ടുള്ളൊരു ഭാഗവും ഏത് തന്നെയാണ്? ഇനാമലാണ്. അപ്പോൾ നമ്മൾ പല്ലുകൾ 20 എണ്ണം ഉണ്ട്. പാൽപ്പല്ല് 20 പഠിച്ചു. സ്ഥിരദന്തം 32 പഠിച്ചു. ഉളിപ്പല്ല് 8ആണ്. കോമ്പല്ല് 4ആണ്. അഗ്രചർവണകം 8ആണ്. ചർവണകം 12 ആണ്. പഠിച്ചില്ലേ? സെറ്റല്ലേ? ഇത് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. മോണയിലെ കുഴികളിൽ പല്ലിനെ ഉറപ്പിച്ച് നിർത്തുന്ന കാൽസ്യം അടങ്ങിയ യോജക കല ഏതായിരുന്നു? സിമൻറ്റമാണ് കേട്ടോ. സിമൻറ്റം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വംശനാശ ഭീഷണി നേരിട്ട നീലഗിരി താർ സംരക്ഷിക്കപ്പെട്ട നാഷണൽ പാർക്ക് ഏത്? വംശനാശ ഭീഷണി നേരിട്ട നീലഗിരി താർ സംരക്ഷിക്കപ്പെട്ട നാഷണൽ പാർക്ക് ഏതാണ്? ഇരവികുളമാണ് അല്ലേ. ഇരവികുളം. അതുമായിട്ട് ചോദ്യം വന്നിട്ടുള്ളത് 2-3 ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ബാക്കി നമുക്ക് ക്ലാസ്സിലൂടെ പഠിക്കാം. ഏറ്റവും വലിയ ദേശീയോദ്യാനം ഏതാണ്? സൈലൻറ്റ് വാലിയാണ്. ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏതാണ്? പാമ്പാടും ചോലയാണ് കേട്ടോ. പാമ്പാടും ചോലയാണ്. ഇനി മതികെട്ടാൻ ചോല ഉദ്യാനത്തിലെ ഏറ്റവും ഉയർന്ന പ്രദേശം ഏതാണ്? അത് കാട്ടുമലയാണ് കേട്ടോ. കാട്ടുമല. അപ്പോൾ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് സൈലൻറ്റ് വാലിയാണ്. ഏറ്റവും ചെറുതാണെങ്കിൽ അതെന്താണ്? പാമ്പാടും ചോലയാണ് കേട്ടോ. പാമ്പാടും ചോല വന്നിരിക്കുന്നത് 2003 കേട്ടോ. 2003 പാമ്പാടും ചോലയും ആനമുടിച്ചോലയും വന്നിരിക്കുന്നത് 2003. ഇനി മതികെട്ടാൻ ചോല ദേശീയോദ്യാനത്തിലെ ഏറ്റവും ഉയർന്ന പ്രദേശം ഏതാണ്? അത് നമ്മുടെ കാട്ടുമലയാണ് കേട്ടോ. കാട്ടുമല. ഈ നമ്മുടെ സൈലൻറ്റ് വാലിയിലാണ് മറ്റേ ഇതുള്ളത്. എന്തെന്നറിയോ? സിംഹവാലൻ കുരങ്ങൾ. അതെവിടെയാണ്? നമ്മുടെ സൈലൻറ്റ് വാലിയിലാണ്. അവിടെ എന്താണ്? ഈ വെടിപ്ലാവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മരമുണ്ട്. അതിൻ്റെ സാന്നിധ്യം കൊണ്ടാണ് അവിടെ സിംഹവാലൻ കുരങ്ങ് ഒരുപാട് ആയിട്ടുള്ളത്. ഇനി ഈ സൈലൻറ്റ് വാലി എന്ന് പേര് നിർദ്ദേശിച്ച ഒരാളുണ്ട്. അയാളെയും കൂടെ നമുക്കൊന്ന് നോക്കാം. അത് റോബർട്ട് റൈറ്റ് ആണ് കേട്ടോ. റോബർട്ട് റൈറ്റ് എന്നാണ് അയാളുടെ പേര്. റോബർട്ട് റൈറ്റ് ഈ സൈലൻറ്റ് വാലി എന്നുള്ള പേര് നിർദ്ദേശിച്ചിട്ടുള്ള ആളാണ്. പിന്നെ ഈ ഇരവികുളം എന്ന് പറയുന്നത് ആദ്യം, അതായത് 1975 അതൊരു വന്യജീവി സങ്കേതമായിരുന്നു കേട്ടോ. ഓർത്തിരിക്കണേ. 75 അതെന്തായിരുന്നു? ഇരവികുളം എന്ന് പറയുന്നത് ഒരു വന്യജീവി സങ്കേതമായിരുന്നു. പിന്നീട് 1978 അതിനെ നാഷണൽ പാർക്കായിട്ട് ഉയർത്തുന്നത് കേട്ടോ. മനസ്സിലാകുന്നുണ്ടോ?
1975 അതൊരു വന്യജീവി സങ്കേതമായിരുന്നു. 1978 എന്ത് ചെയ്യുന്നുണ്ട്, അത് ദേശീയോദ്യാനമാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മുടെ ഈ ഇരവികുളം വരുന്നത് ഏത് താലൂക്കിലാണ്? അത് ദേവികുളം താലൂക്കിലാണ് കേട്ടോ. ദേവികുളം താലൂക്കിലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാം ക്ലിയർ അല്ലേ? ഇരവികുളം എന്താണ് 1975 വന്യജീവി സങ്കേതമായിട്ട് പ്രഖ്യാപിക്കുന്നത്. പിന്നീട് 78 എന്ത് ചെയ്തു, ദേശീയോദ്യാനമായിട്ട് അത് ഉയർത്തി. പിന്നെ അതുപോലെ തന്നെ ഏത് താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്? ദേവികുളം താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത് അല്ലേ. ഏറ്റവും വലിയ ദേശീയോദ്യാനം സൈലന്റ് വാലിയാണ്. അവിടെ എന്തുണ്ട്, സിംഹവാലൻ കുരങ്ങുണ്ട് അല്ലേ. എന്നാൽ അതിൻ്റെ ശാസ്ത്രീയ നാമം കൂടെ പഠിച്ചോളൂ. മക്കാക്ക സിലനസ് എന്നുള്ളതാണ് കേട്ടോ. മക്കാക്ക സിലനസ് ഒരു വട്ടം ചോദിച്ചിട്ടുണ്ട്. മക്കാക്ക സിലനസ്. പിന്നെ എന്താണ് പറഞ്ഞത്, നമ്മുടെ ആ പേര് കൊടുത്തത് ആരാണ്? റോബർട്ട് റൈറ്റ് ആണ്. അതുപോലെ തന്നെ സൈലന്റ് വാലി ദേശീയോദ്യാനമായിട്ട് ഉയർത്തിയത് എന്താണ്? സൈലന്റ് വാലിനെ ദേശീയോദ്യാനമായിട്ട് ഉയർത്തിയത് എന്നാണ് 1984 കേട്ടോ. അതും കൂടെ ഓർത്തിരിക്കണേ. 1984 എന്താക്കിയിട്ടുണ്ട്? സൈലന്റ് വാലിനെ എന്താക്കിയിട്ട് ദേശീയോദ്യാനമായിട്ട് ഉയർത്തിയിട്ടുണ്ട്. ഏറ്റവും ചെറിയ എന്താണ് ഉദ്യാനം ഏതാണ്? പാമ്പാടുംചോല. ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏതാണ്? പാമ്പാടുംചോല. മതികെട്ടാൻചോല ദേശീയോദ്യാനത്തിലെ ഏറ്റവും ഉയർന്ന പ്രദേശം അത് കാട്ടുമല. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാൻ വേഗം. താഴെ കൊടുത്തിരിക്കുന്ന ജീവകങ്ങളിൽ ബി കോംപ്ലക്സ് ഗ്രൂപ്പിൽ പെടാത്ത ജീവകം ഏതാണ്? സിമ്പിളാണ്, ടോക്കോഫെറോൾ ആണല്ലേ. നമ്മളിപ്പോൾ പഠിച്ച ടോക്കോഫെറോൾ എന്താണ്? ആണ് അല്ലേ ടോക്കോഫെറോൾ. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന ജീവകങ്ങളിൽ ബി കോംപ്ലക്സിൽ പെടാത്തത് ഏതാണ്? ടോക്കോഫെറോൾ ആണ്. തയാമീൻ ഉണ്ട്, റൈബോഫ്ലാവിൻ ഉണ്ട്, നിയാസിൻ ഉണ്ട്. ഇവിടെ B1 ആണ്, B12 ആണ്, B3 ആണ് അല്ലേ. ടോക്കോഫിറോൾ എന്താണ്? ആണ്. യുടെ ശാസ്ത്രീയ നാമമാണ് എന്ത്? ടോക്കോഫിറോൾ. അപ്പോൾ ബി കോംപ്ലക്സിൽ അത് പെടില്ല. ആൻസർ ഏതാണ്? എ ആണ് ആൻസറായിട്ട് വരുന്നത്. നമ്മൾ പറഞ്ഞതുകൊണ്ട് വീണ്ടും ഇത് റിപ്പീറ്റ് അടിക്കുന്നില്ല കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എലിപ്പനിക്ക് കാരണമായ ബാക്ടീരിയ ഏത്? ഏതാണ്? ലെപ്റ്റോസ്പൈറയാണ് അല്ലേ. ലെപ്റ്റോസ്പൈറയാണ് എലിപ്പനിക്ക് കാരണമായിട്ടുള്ള ബാക്ടീരിയ എന്ന് പറയുന്നത്. നമുക്കതിന് കുറച്ച് കാര്യങ്ങൾ നോക്കാം. നമുക്ക് കുറച്ച് രോഗങ്ങളും അതിൻ്റെ കീടാണുക്കളെയും പഠിക്കാം. രോഗകാരികളെയും നമുക്ക് പഠിക്കാം. ഈ കോറിനി ബാക്ടീരിയ ഡിഫ്തീരിയ ഏത് രോഗമാണ് പടർത്തുന്നത്? അത് ഡിഫ്തീരിയാണ് കേട്ടോ. ഡിഫ്തീരിയ തന്നെയാണ് കേട്ടോ. പിന്നെ ലെപ്റ്റോസ്പൈറ ഇപ്പോൾ പറഞ്ഞല്ലോ എലിപ്പനി. മൈക്കോ ബാക്ടീരിയൻ ട്യൂബർകുലോസിസ് ആണെങ്കിലോ അതേതാണ്? ക്ഷയമാണ് അല്ലേ. ക്ഷയം. ഇനി അനോഫിലസ് ആണെങ്കിലോ അതെന്താ പരത്തുന്നത്? അത് മലേറിയയാണ് കേട്ടോ. മലേറിയയാണ്. ഈ അനോഫിലസ് പെൺകൊതുകുകളാണ് മലേറിയ പരത്തുന്നത് കേട്ടോ. ഒരു ഷഡ്പദം പരത്തുന്ന രോഗമാണ് മലേറിയ എന്ന് പറയുന്നത്. അനോഫിലസ് പെൺകൊതുകുകളാണ് ഇത് പരത്തുന്നത് കേട്ടോ. മൈക്കോ ബാക്ടീരിയൻ ട്യൂബർകുലോസിസ് ഏതാണ്? ക്ഷയമാണ്. കോറിനി ബാക്ടീരിയൻ ഡിഫ്തീരിയയാണ്. അപ്പോൾ ഈ മൈക്ടോ ബാക്ടീരിയൻ ട്യൂബർകുലോസിസ് എന്ന് പറയുമ്പോൾ, ക്ഷയം എന്ന് പറയുമ്പോൾ, ഈ ക്ഷയത്തിൻ്റെ ഒരു ചികിത്സാ രീതി ഇമ്പോർട്ടൻ്റ് ആണ്. ഡോട്ട്സ് എന്നാണ് പറയുന്നത്. ഡോട്ട്സ് കേട്ടോ. അതായത് 5 മരുന്നുകൾ ഒരേ സമയം നൽകുന്നതാണ് കേട്ടോ. ഈ ഡോട്ട്സ് എന്ന് പറയുന്നത് അതിൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ ഈ ഡയറക്റ്റ്ലി ഒബ്സർവ്ഡ് ട്രീറ്റ്മെൻറ്റ് ഷോർട്ട് കോഴ്സ് എന്നാണ് കേട്ടോ. ഡയറക്റ്റ്ലി ഒബ്സർവ്ഡ് ട്രീറ്റ്മെൻറ്റ് ഷോർട്ട് കോഴ്സ് എന്നാണ് കേട്ടോ. ഡോട്ട്സിൻ്റെ ഫുൾ ഫോം. ഇനി ഇതിലൂടെ 5 മരുന്നുകളാണ് ഒരേ സമയം കൊടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഏതിൻ്റെയാണ്? ക്ഷയത്തിൻ്റെ ഒരു ചികിത്സാ രീതിയാണ് കേട്ടോ പറയുന്നത്. പിന്നെ ഈ ക്ഷയരോഗത്തിന് ഉപയോഗിക്കുന്ന ഒരു ആൻറ്റിബയോട്ടിക് ഉണ്ട്. അതാണ് സ്ട്രെപ്റ്റോമൈസിൻ എന്നാണ് കേട്ടോ പറയുക. സ്ട്രെപ്റ്റോമൈസിൻ എന്നാണ്. അതും കൂടെ ഓർത്തിരിക്കണേ. ക്ഷയരോഗത്തിന് ഉപയോഗിക്കുന്ന ആൻറ്റിബയോട്ടിക് ഏതാണ്? അത് സ്ട്രെപ്റ്റോമൈസിൻ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ അനോഫിലസ് പരത്തുന്നത് മലേറിയയാണ്. അനോഫിലസ് പെൺകൊതുകാണ് മലേറിയ പരത്തുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് വേറെ കുറച്ച് ഷഡ്പദം പരത്തുന്ന കുറച്ച് രോഗങ്ങളൂടെ നമുക്ക് നോക്കാം. മന്ത് പരത്തുന്നത് ഏതാണ്? ക്യൂലെക്സ് പെൺകൊതുകാണ് കേട്ടോ. കൊതുക് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കൊതുകാണ് കേട്ടോ, കൊതുക്. അപ്പോൾ മന്ത് പരത്തുന്നത് ഏതാണ്? ക്യൂലെക്സ് പെൺകൊതുകാണ് കേട്ടോ. ക്യൂലെക്സ് പെൺകൊതുക്. ഡെങ്കിപ്പനി, ചിക്കുൻഗുനിയ, മഞ്ഞപ്പനി അത് ഈഡിസ് ഈജിപ്റ്റി ആണ് കേട്ടോ. ഈഡിസ് ഈജിപ്റ്റി ആണ് ഡെങ്കിപ്പനി, ചിക്കുൻഗുനിയ, മഞ്ഞപ്പനി എന്നിവ പരത്തുന്നത്. ഇനി സ്ലീപ്പിംഗ് സിക്നസ് അതേതാണ്? സെറ്റ്സേ ഫ്ലൈ ആണ് കേട്ടോ പരത്തുക. സ്ലീപ്പിംഗ് സിക്നസ് ഏതാണ്? സെറ്റ്സേ ഫ്ലൈ ആണ് പരത്തുക. കാലാസർ ആണെങ്കിൽ സാൻഫ്ലൈ ആണ് പരത്തുക. ഇത് ഇത്രയും വന്ന ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ടാണ് ഞാനിത് എടുത്തത് കേട്ടോ. മന്ത് ആരാണ് പരത്തുന്നത്? ക്യൂലെക്സ് പെൺകൊതുകളാണ്. ഡെങ്കിപ്പനി, ചിക്കുൻഗുനിയ, മഞ്ഞപ്പനി ഇതൊക്കെ ഈഡിസ് ഈജിപ്റ്റി ആണ്, ഷഡ്പദ രോഗമാണ്. സ്ലീപ്പിംഗ് സിക്നസ് ആണെങ്കിൽ സെറ്റ്സേ ഫ്ലൈ ആണ്. കാലാസർ ആണെങ്കിൽ എന്താണ്? സാൻഫ്ലൈ ആണ് പരത്തുക. മനസ്സിലാവുന്നുണ്ടോ? അനോഫിലസ് ആണെങ്കിൽ എന്താണ്? പെൺകൊതുകാണ്.
മലേറിയ ഉണ്ടാക്കുക കേട്ടോ. ഇനി നമുക്ക് എക്സാമിനൊക്കെ വന്നിട്ടുള്ള കുറച്ച് രോഗത്തിനെയും രോഗകാരികളെയും നോക്കാം. വില്ലൻ ചുമ ആരാണ് പരത്തുന്നത്? ബോർഡറ്റെല്ല പെർട്ടൂസിസ് ആണ് കേട്ടോ രോഗാണു എന്ന് പറയുന്നത്. വില്ലൻ ചുമയിൽ ആരാണ്? ബോർഡറ്റെല്ല പെർട്ടൂസിസ്. ടൈഫോയിഡ് ആണെങ്കിൽ സാൽമൊണെല്ല ടൈഫി. ടെറ്റനസ് ആണെങ്കിൽ ക്ലോസ്ട്രീഡിയം ടെറ്റനി. കുഷ്ഠമാണെങ്കിലോ മൈക്കോബാക്ടീരിയം ലെപ്രേ. പ്ലേഗ് ആണെങ്കിലോ എർസീനിയ പെസ്റ്റിസ്. ചിക്കൻ ബോക്സ് ആണെങ്കിലോ വേരിസെല്ല സോസ്റ്റർ. ചിക്കൻ സോസ് ഒഴിച്ചിട്ട് വെരിമച്ചാണ് കഴിക്കാൻ ഇഷ്ടം എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുക കേട്ടോ. ചിക്കൻ ബോക്സ് വേരിസെല്ല സോസ്റ്റർ. സ്മോൾ ബോക്സ് ആണെങ്കിലോ വേരിയോള വൈറസ്. ഇനി മീസിൽസ് ആണെങ്കിലോ അത് റൂബിയോള വൈറസ് ആണ് കേട്ടോ. തെറ്റി പോലെ സ്മോൾ ബോക്സ് ആണ് വേരിയോള വൈറസ്, മീസിൽസ് എന്താണ്? റൂബിയോള വൈറസ് ആണ് കേട്ടോ. പേവിഷബാധയാണെങ്കിൽ റാബീസ് വൈറസ് ആണ് കേട്ടോ രോഗാണു. പേവിഷബാധയ്ക്ക് റാബീസ് വൈറസ് ആണ്. ഇനി ഡെങ്കിപ്പനി ആണെങ്കിലോ ഫ്ലാവി വൈറസ് ആണ് പരത്തുക കേട്ടോ. ഡെങ്കിപ്പനി ആണെങ്കിൽ ഫ്ലാവി വൈറസ് ആണ്. പന്നിപ്പനി, പക്ഷിപ്പനി രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. പന്നിപ്പനി H1N1 ആണ്, പക്ഷിപ്പനി H5N1 ആണ്. പന്നിപ്പനി H1N1, പക്ഷിപ്പനി H5N1. ഒന്നും കൂടെ നോക്കാം. മുണ്ടിനീര് പാരാമിക്സോ വൈറസ് ആണ് കേട്ടോ. മുണ്ടിനീരിൻ്റെ രോഗാണു ആരാണ്? പാരാമിക്സോ വൈറസ് ആണ്. അപ്പോൾ ഈ രോഗാണുവും ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഇപ്പം തന്നെ പഠിച്ചിട്ട് തന്നെ പോവാം കേട്ടോ. ഞാൻ ഈ വായിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ പഠിച്ചിട്ട് തന്നെ പോവാം. ഇനി അടുത്തത് എന്താണ് 4D സിൻഡ്രം എന്ന് പറയുന്നത്? എന്താണ് 4D സിൻഡ്രം? പെല്ലഗ്രേനെയാണ് കേട്ടോ 4D സിൻഡ്രം എന്ന് പറയുന്നത്. പെല്ലഗ്രേനെയാണ് 4D സിൻഡ്രം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ 4D സിൻഡ്രം എന്ന് പറയുന്നത് എന്തിനെയാണ്? അത് പെല്ലഗ്രേനെയാണ് കേട്ടോ. ഈ ഹഷിമോട്ടോ എന്ന രോഗം ബാധിക്കുന്നത് എവിടെയാണ്? ഹഷിമോട്ടോ എന്ന രോഗം ബാധിക്കുന്നത് തൈറോയിഡ് ഗ്രന്ഥിനെയാണ് കേട്ടോ. തൈറോയിഡ് ഗ്രന്ഥിനെയാണ് നമ്മുടെ ഹഷിമോട്ടോ എന്ന് പറഞ്ഞിട്ടുള്ള എന്ത് ബാധിക്കുക? ഈ രോഗം ബാധിക്കുന്നത് കേട്ടോ. തൈറോയിഡ് ഗ്രന്ഥിനെയാണ് ഹഷിമോട്ടോ എന്ന് പറഞ്ഞിട്ടുള്ള രോഗം ബാധിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് വിശേഷങ്ങളും കൂടെ നോക്കാം. എന്താണ് നാവികരുടെ പ്ലേഗ്? അത് സ്കർവിയാണ് അല്ലേ. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്നത് എന്താണ്? അത് സ്കർവിയാണ്. സ്ലിം ഡിസീസ് എന്ന് പറയുന്നത് എന്താണ്? എയ്ഡ്സ് ആണ്. എയ്ഡ്സ് ബാധിക്കുന്നത് നമ്മുടെ ഇമ്മ്യൂണിറ്റീനെയാണ്. അതുകൊണ്ടാണ് സ്ലിം ഡിസീസ് എന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ ആകെ മെലിഞ്ഞുണങ്ങി നമുക്ക് ശേഷിയൊന്നും ഇല്ലാണ്ടായി പോവും. നമുക്കിങ്ങനെ കയ്യും കാലൊന്നും ശേഷി ഇല്ലാണ്ടായി പോവും. അതാണ് സ്ലിം ഡിസീസ്, എയ്ഡ്സ് എന്ന് പറയുന്നത് കേട്ടോ. വെളുത്ത പ്ലേഗ് ആണെങ്കിലോ ക്ഷയം. ഷേക്കിംഗ് പാഴ്സി എന്ന് പറഞ്ഞാൽ ഏതാണ്? പാർക്കിൻസൺസ് രോഗമാണ് കേട്ടോ. ഷേക്കിംഗ് പാഴ്സി എന്ന് പറഞ്ഞാൽ പാർക്കിൻസൺസ് രോഗം. ഇതൊക്കെ ചോദിച്ചതാണ്. ഇനി പയോറിയ ജിഞ്ചിവൈറ്റിസ് അതെവിടെയാണ് ബാധിക്കുന്നത് എന്ന് ചോദിച്ചാൽ മോണയെ ബാധിക്കുന്ന രോഗമാണ് കേട്ടോ. പയോറിയ ജിഞ്ചിവൈറ്റിസ് ഏത് ഭാഗത്തെയാണ്, ഏത് ശരീരഭാഗത്തെ ബാധിക്കുന്നത് ചോദിച്ചാൽ അത് മോണേനെ ബാധിക്കുന്നതാണ് കേട്ടോ. മുണ്ടിനീരാണെങ്കിൽ എവിടെയാണ് ബാധിക്കുന്നത്? അത് പരോട്ടിഡ് ഗ്രന്ഥിനെയാണ് കേട്ടോ. പരോട്ടിഡ് ഗ്രന്ഥിനെ ബാധിക്കുന്നതാണ് എന്ത് എന്ന് പറയുന്നത്? മുണ്ടിനീര് കേട്ടോ. മുണ്ടിനീര് നമ്മുടെ ഉമിനീർ ഗ്രന്ഥി അതിനെയാണ് പറയുന്നത് കേട്ടോ. പരോട്ടിഡ് ഗ്രന്ഥി നമ്മുടെ അപ്പോൾ മുണ്ടിനീര് ബാധിക്കുന്നത് ഏത് ഭാഗത്തെയാണ്? പരോട്ടിഡ് ഗ്രന്ഥി അല്ലെങ്കിൽ ഉമിനീർ ഗ്രന്ഥി കേട്ടോ. ടൈഫോയിഡ് എല്ലാവർക്കും അറിയാമല്ലോ. എവിടെയാണ്? കുടലിനെയാണ് കേട്ടോ ബാധിക്കുക. കുടലിനെയാണ് ടൈഫോയിഡ് ബാധിക്കുക. ഇനി ഹെപ്പറ്റൈറ്റിസ് സീറോസിസ് എന്ന് പറയുന്നതോ അത് കരളിനെയാണ് ബാധിക്കുക കേട്ടോ. ഹെപ്പറ്റൈറ്റിസ് സീറോസിസ് എവിടെയാണ്? കരളിനെയാണ് ബാധിക്കുക. അതുപോലെ തന്നെയാണ് ഹണ്ടിങ്ടൺ ഡിസീസ് എന്ന് പറയുന്നത്. അത് കേന്ദ്രനാഡീ വ്യവസ്ഥയെ എന്ത് ചെയ്യുന്നതാണ്? ബാധിക്കുന്നതാണ്. ഹണ്ടിങ്ടൺ ഡിസീസ് എന്ന് പറയുന്നത് ഏതിനെയാണ് ബാധിക്കുക? നമ്മുടെ കേന്ദ്രനാഡീ വ്യവസ്ഥയെയാണ് ബാധിക്കുക. അപ്പോൾ പയോറിയൻ ജിഞ്ചിവൈറ്റിസ് ഇമ്പോർട്ടൻ്റ് ആണ്. അതെവിടെയാണ്? മോണയിലാണ് അഫക്റ്റ് ചെയ്യുന്നത് കേട്ടോ. മുണ്ടിനീര് പരോട്ടിഡ്, ടൈഫോയിഡ് ആണെങ്കിൽ കുടൽ, ഹെപ്പറ്റൈറ്റിസും സിറോസിസും ആണെങ്കിൽ കരൾ, ഹണ്ടിങ്ടൺ ഡിസീസ് ആണെങ്കിൽ എവിടെയാണ്? കേന്ദ്രനാഡീ വ്യവസ്ഥയിലുമായിരിക്കും ബാധിക്കുന്നത് കേട്ടോ. ഇനി പലപ്പോഴായിട്ട് ചോദിച്ചു വരുന്നതാണ് നമ്മുടെ രോഗങ്ങളും അതിനെ നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റുകളും ഏതൊക്കെയാണെന്നുള്ളത്. അതും കൂടെ ഒന്ന് നോക്കാം. എയ്ഡ്സിനാണ് എലീസ ടെസ്റ്റ് കേട്ടോ. എലീസ ടെസ്റ്റ് എന്തിനാണ്? എയ്ഡ്സിനാണ്. പക്ഷെ വേറെയും ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. PCR, അതുപോലെ തന്നെ വെസ്റ്റേൺ ബ്ലോട്ട് കേട്ടോ. വെസ്റ്റേൺ ബ്ലോട്ട്, പിന്നെ അതേപോലെ തന്നെ നേവ ഇതൊക്കെ എയ്ഡ്സിൻ്റെ ടെസ്റ്റുകളാണ് കേട്ടോ. എലീസ ടെസ്റ്റ്,
PCR, വെസ്റ്റേൺ ബ്ലോട്ട്, അതേപോലെ തന്നെ നേവ, ഇത്രയും എന്ത് തന്നെയാണ് നമ്മുടെ എയ്ഡ്സ് കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ടെസ്റ്റുകളാണ് കേട്ടോ. ഇനി അടുത്തതാണ് ഇഷിഹാര. ഒരുപാട് വട്ടം റിപ്പീറ്റ് ചെയ്തതാണ്. ഇഷിഹാര എന്തിനെയാണ്? വർണ്ണാന്തതേനെ ടെസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ. ഇഷിഹാര വർണ്ണാന്തതയാണ് കേട്ടോ. അടുത്തതാണ് ഹിസ്റ്റമിൻ, കുഷ്ഠത്തെയാണ് കേട്ടോ. ഹിസ്റ്റമിൻ കുഷ്ഠത്തെയാണ്, അല്ലെങ്കിൽ ലെപ്രമിൻ ടെസ്റ്റ് എന്നും പറയും കേട്ടോ. അല്ലെങ്കിൽ ലെപ്രമിൻ ടെസ്റ്റ് എന്നും പറയും. അതെന്തിനെയാണ്? കുഷ്ഠത്തെ നിർണ്ണയിക്കാനാണ് കേട്ടോ. ലെപ്രമിൻ അല്ലെങ്കിൽ ഹിസ്റ്റമിൻ ടെസ്റ്റ് എന്ന് പറയുന്നത് കുഷ്ഠത്തെ നിർണ്ണയിക്കാനാണ്. അടുത്തതാണ് ഷിക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഷിക്ക് ടെസ്റ്റ് എന്തിനു വേണ്ടിയിട്ടാണ്? അത് ഡിഫ്തീരിയ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഷിക്ക് ടെസ്റ്റ് എന്തിനാണ്? ഡിഫ്തീരിയയ്ക്കാണ് കേട്ടോ. ഇനി അടുത്താണ് വാസർമാൻ. ഏതാണ്? സിഫിലിസ് രോഗമാണ് കേട്ടോ. വാസർമാൻ സിഫിലിസ് രോഗം എന്താണ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് വാസർമാൻ ടെസ്റ്റ് കേട്ടോ. അടുത്താണ് മാൻഡോക്സ് ടെസ്റ്റ് കേട്ടോ. അത് ഏതിനാണ്? ക്ഷയം. മാൻഡോക്സ് ഏതിനാണ്? ക്ഷയം. അതുപോലെ തന്നെ മാൻഡോക്സിന് വേറൊന്നും കൂടി ഉണ്ട്, ക്ഷയത്തിന് വേറൊന്നും കൂടി ഉണ്ട്, മാൻഡോക്സ്. അതുപോലെ തന്നെ ടൈൻ എന്തിനാണ്? ക്ഷയത്തെയാണ് കേട്ടോ. ടൈൻ ടെസ്റ്റ്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ട്യൂബർകുലോസിസ് സ്കിൻ ടെസ്റ്റ് കേട്ടോ. അതായത് TST എന്ന് പറയും കേട്ടോ. TST ട്യൂബർകുലോസിസ് സ്കിൻ ടെസ്റ്റ് കേട്ടോ. TST. അപ്പോൾ ഇത്രയും മാൻഡോക്സ്, ടൈന്, TST ഇത്രയും എന്താണ്? ക്ഷയം നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടെസ്റ്റുകളാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ നമ്മൾ അത്യാവശ്യം ഏകദേശമൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. കൊഴുപ്പടിഞ്ഞ് ധമനികളുടെ വ്യാസം കുറയുന്നത് മൂലം സംഭവിക്കുന്ന ജീവിതശൈലി രോഗം ഏതാണ്? കൊഴുപ്പടിഞ്ഞ് രക്തധമനികളുടെ വ്യാസം കുറയുന്നത് മൂലം സംഭവിക്കുന്ന ജീവിതശൈലി രോഗം ഏതാണ്? അമിത രക്തസമ്മർദ്ദമാണ് അല്ലേ. കൊഴുപ്പടിഞ്ഞ് രക്തധമനികളുടെ വ്യാസം കുറയുന്നത് മൂലം സംഭവിക്കുന്ന ജീവിതശൈലി രോഗം ഏതാണ്? അമിത രക്തസമ്മർദ്ദമാണ്. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയും കൂടെ നോക്കാം. എന്താണ് ഫാറ്റി ലിവർ എന്ന് പറഞ്ഞാൽ എന്താണ്? കരളിൽ കൊഴുപ്പടിഞ്ഞ് കൂടുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഫാറ്റി ലിവർ എന്ന് പറയുക. പ്രമേഹമാണെങ്കിലോ ഇൻസുലിൻ്റെ കുറവ്, അല്ലെങ്കിൽ എന്താണ്? പ്രവർത്തന വൈകല്യമോ. ഇതുമൂലം എന്താണ് ഉണ്ടാകുന്നത്? പ്രമേഹം ഉണ്ടാകും. ഇൻസുലിൻ്റെ കുറവോ അല്ലെങ്കിൽ പ്രവർത്തന വൈകല്യമോ മൂലം എന്തുണ്ടാകുന്നു? പ്രമേഹം. ഹൃദയാഘാതം എന്താണ്? ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന കൊറോണറി ധമനികളിൽ ഉൾപ്പെടുന്ന രക്തപ്രവാഹം തടസ്സപ്പെടുന്നത് മൂലം ഉണ്ടാകുന്നത് എന്താണ്? ഹൃദയാഘാതമാണ് കേട്ടോ. ഈ ഹൃദയാഘാതം ഉണ്ടാകുന്നതിന് മുമ്പ് നമുക്ക് നേരിയൊരു പെയിൻ അനുഭവപ്പെടും. അതിൻ്റെ പേരാണ് ആൻജീന പെക്ടോറിസിസ് എന്ന് പറയുന്നത്. ആൻജീന പെക്ടോറിസിസ്. അപ്പോൾ ഹൃദയാഘാതം എന്താണ്? ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന കൊറോണറി ധമനികളിൽ ഉൾപ്പെടുന്ന രക്തപ്രവാഹം തടസ്സപ്പെടുന്നത് മൂലം ഉണ്ടാകുന്നതാണ് ഹൃദയാഘാതം എന്ന് പറയുന്നത് കേട്ടോ. ഇനി ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് എന്താണ്? അത് സന്ധികളെ ബാധിക്കുന്ന ഒരു ജീവിതശൈലി രോഗമാണ് കേട്ടോ. ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് എന്താണ്? സന്ധികളെ ബാധിക്കുന്ന ഒരു ജീവിതശൈലി രോഗമാണ്. ഇനി അതുപോലെ തന്നെയാണ് അതിറോസ്ക്ലീറോസിസ് എന്ന് പറയുന്നത്. അതെന്താണ്? രക്തക്കുഴലുകളിൽ കൊഴുപ്പടിഞ്ഞ് അവയുടെ സ്വാഭാവികത നഷ്ടപ്പെടുന്നൊരവസ്ഥയാണ് അതിറോസ്ക്ലീറോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫാറ്റി ലിവർ കൊഴുപ്പിൽ കരളിൽ കൊഴുപ്പടിഞ്ഞു കൂടുന്നതാണ്. പ്രമേഹം എന്നാൽ എന്താണ്? ഇൻസുലിൻ്റെ കുറവോ അല്ലെങ്കിൽ വൈകല്യമോ പ്രവർത്തന വൈകല്യമോ മൂലം വരുന്നതാണ്. ഹൃദയാഘാതം എന്താണ്? നമ്മുടെ ഹൃദയത്തിലേക്ക് ബ്ലഡ് കൊണ്ടുപോകുന്ന കൊറോണറി ധമനികളിൽ എന്താണ്? രക്തപ്രവാഹം തടസ്സപ്പെടുന്നത് മൂലം ഉണ്ടാകുന്നതാണ്. ഇനി ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ അത് സന്ധികളെ ബാധിക്കുന്ന ഒരു ജീവിതശൈലി രോഗമാണ്. ഇനി അതിറോസ്ക്ലീറോസിസ് ആണെങ്കിലോ രക്തക്കുഴലുകളിൽ കൊഴുപ്പടിഞ്ഞ് അവയുടെ സ്വാഭാവികത നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ് അതിറോസ്ക്ലീറോസിസ് എന്ന് പറയുന്നത്. പക്ഷാഘാതം എന്താണ്? മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടുന്നത് അല്ലെങ്കിൽ രക്തപ്രവാഹം തടസ്സപ്പെടുന്നത്. അതെന്തിന് കാരണമായേക്കാം? പക്ഷാഘാതത്തിന് കാരണമായേക്കാം. അപ്പോൾ ഏതൊക്കെയാണ് ജീവിതശൈലി രോഗങ്ങൾ? ഏതൊക്കെയാണ്? എന്താണ്? അമിത രക്തസമ്മർദ്ദം, പിന്നെന്താണ്? ഫാറ്റി ലിവർ, പ്രമേഹം, ഹൃദയാഘാതം, ആർത്രൈറ്റിസ്, അതിറോസ്ക്ലീറോസിസ്, പിന്നെ ഏതാണ്? പക്ഷാഘാതം. അപ്പോൾ നമുക്ക് അതിൻ്റെയോടൊപ്പം തന്നെ നമ്മൾ പുകവലി മൂലമുണ്ടാകുന്ന ശ്വാസകോശ രോഗങ്ങളും കൂടെ നോക്കാം. അത് മിക്കവാറും ഈ എംഫിസീമ മിക്കവാറും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവാറുള്ളതാണ് കേട്ടോ. അപ്പോൾ പുകവലി മൂലമുണ്ടാകുന്ന ശ്വാസകോശ രോഗങ്ങൾ ഏതൊക്കെയാണ്? എംഫിസീമ, ബ്രോങ്കൈറ്റിസ്, ശ്വാസകോശാർബുദം. അപ്പോൾ എംഫിസീമ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പുകയിലെ വിഷപദാർത്ഥങ്ങൾ എന്ത് ചെയ്യും? വായു അറകളുടെ ഇലാസ്തികത നശിപ്പിക്കും. അപ്പോൾ എന്ത് ചെയ്യും? അത് പൊട്ടിയിട്ട് നമ്മുടെ വൈറ്റൽ കപ്പാസിറ്റി കുറയുന്ന രോഗമാണ് എന്ത് എന്ന് പറയുന്നത്? എംഫിസീമ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? പുകയിലെ വിഷപദാർത്ഥങ്ങൾ വായു അറകളുടെ ഇലാസ്തികത നശിപ്പിക്കുന്നത് മൂലം അത് പൊട്ടി വൈറ്റൽ കപ്പാസിറ്റി കുറയുന്ന രോഗം, ശ്വാസം എടുക്കുന്ന അതിനെയാണ് നമ്മൾ ഓളിയത്തിനെയാണ് നമ്മൾ വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അത് കുറയുന്ന രോഗമാണ് എന്ത് എന്ന് പറയുന്നത്? എംഫിസീമ എന്ന് പറയുന്നത്. ബ്രോങ്കൈറ്റിസ് എന്നാൽ എന്താണ്? പുകയിലയിലെ ടാറ്, കാർബൺ മോണോക്സൈഡ് തുടങ്ങിയവയ്ക്ക് എന്ത് ചെയ്യും? വായു അറകളിൽ
ശ്ലേഷ്മം അടിഞ്ഞു കൂടുന്നതിനും രോഗാണുക്കൾ പെരുകി ശ്വാസകോശത്തിന് എന്ത് ചെയ്യും, വീക്കമുണ്ടാകുന്നതിനും കാരണമാകുന്നു. ഇതിനെയാണ് ബ്രോങ്കൈറ്റിസ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഈ പുകയിലയിൽ ടാറും കാർബൺ മോണോക്സൈഡൊക്കെ എന്ത് ചെയ്യും, വായുവറകളിൽ അടിഞ്ഞുകൂടും. അങ്ങനെ അവിടെ എന്ത് ചെയ്യും, രോഗാണുക്കൾ പെരുകി പിന്നീട് ശ്വാസകോശത്തിന് എന്ത് ചെയ്യും, സ്വെല്ലിംഗ് ഒക്കെ വന്ന് അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബ്രോങ്കൈറ്റിസ് എന്ന് പറയുന്നത്. ഇനി ശ്വാസകോശാർബുദമാണെങ്കിൽ അറിയാലോ, പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന അർബുദകാരികൾ എന്ത് ചെയ്യും, ശ്വാസകോശാർബുദത്തിന് കാരണമാകുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ജീവിതശൈലി രോഗങ്ങൾ നോക്കിയിട്ടുണ്ട്, പുകവലി മൂലമുണ്ടാകുന്ന ശ്വാസകോശ രോഗങ്ങൾ നോക്കിയിട്ടുണ്ട്. ഇത് ഇത്രയും വൃത്തിയായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എയ്ഡ്സ് രോഗം പകരുന്നത് എങ്ങനെ? എയ്ഡ്സ് രോഗം പകരുന്നത് എങ്ങനെയാണ്? HIV ബാധിതരുമായിട്ടുള്ള ലൈംഗിക ബന്ധത്തിലൂടെയാണ് എയ്ഡ്സ് രോഗം പകരുന്നത് കേട്ടോ. സ്പർശനത്തിലൂടെയും ഹസ്തദാനത്തിലൂടെയോ ഒരേ ശൗചാലയം ഉപയോഗിക്കുന്നതിലൂടെയോ അല്ലെങ്കിൽ കൊതുക്, ഈച്ച തുടങ്ങിയ പ്രാണികളിലൂടെയോ ഒന്നും തന്നെ എയ്ഡ്സ് പകരില്ല. പകരം HIV ബാധിതരുമായുള്ള ലൈംഗിക ബന്ധത്തിലൂടെയോ അവരുടെ ബ്ലഡ് നമ്മൾ സ്വീകരിച്ചാലോ ഒക്കെയാണ് നമുക്ക് എന്തുണ്ടാവുക, HIV നമ്മളിലേക്കും പകരുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചെറിയ മുറിവിൽ നിന്ന് പോലും അമിതമായ രക്തനഷ്ടം ഉണ്ടാകുന്ന ജനിതക രോഗാവസ്ഥ ഏതാണ്? ഹീമോഫീലിയ, അനീമിയ, ക്യാൻസർ, പ്രമേഹം. ഏതാണ്? ചെറിയ മുറിവിൽ നിന്ന് പോലും അമിതമായ രക്തനഷ്ടം ഉണ്ടാകുന്ന ജനിതക രോഗാവസ്ഥ ഏതാണ്? ഹീമോഫീലിയ ആണ് അല്ലേ. രാജകീയ രോഗം എന്നൊക്കെ പറയുന്നത് ഏതിനാണ്? ഹീമോഫീലിയ. ഹീമോഫീലിയയുടെ കൂടെ തന്നെ നമ്മൾ പഠിക്കുന്നതാണ് സിക്കിൾ സെൽ അനീമിയ കേട്ടോ. ഇത് രണ്ടും എന്താണ്? പാരമ്പര്യ രോഗമാണ് കേട്ടോ. അപ്പോൾ ഈ സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത് എന്താണ്? ഈ ഓക്സിജൻ്റെ കുറവ് മൂലം എന്ത് ചെയ്യുന്നുണ്ട്, RBC ഇങ്ങനെ വളഞ്ഞിട്ട് അരിവാള് പോലെ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, അവിടെ ബ്ലഡ് ഫ്ലോ കുറയും. അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത് കേട്ടോ. തുടർന്ന് സ്വെല്ലിങ്ങും പെയിനും ഒക്കെ ഉണ്ടാവും കേട്ടോ. ഇതിനെയാണ് നമ്മൾ സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത്. ഇതൊരു പാരമ്പര്യ രോഗമാണ്. ഓക്സിജൻ്റെ കുറവ് മൂലം എന്തുണ്ടാകുന്നു, ചുവന്ന രക്താണുക്കൾ അരിവാൾ പോലെ വളഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത് കേട്ടോ. ഇനി നമ്മുടെ ബാക്കി ഓപ്ഷനിൽ ഉണ്ടായിരുന്നതാണ് ക്യാൻസർ. ക്യാൻസർ എന്താണെന്ന് അറിയാലോ, ശരീരകോശങ്ങൾ അനിയന്ത്രിതമായിട്ട് പെരുക്കുകയും വ്യാപിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ക്യാൻസർ എന്ന് പറയുന്നത് കേട്ടോ. ഇനി അനീമിയ ആണെങ്കിലോ RBC HB അവരുടെ അളവ് കുറയുന്നൊരവസ്ഥയാണ് അനീമിയ എന്ന് പറയുന്നത് കേട്ടോ. ഈ ശരീരകോശങ്ങളിലേക്ക് ഓക്സിജൻ പ്രവാഹത്തെ ഇത് എന്ത് ചെയ്യുന്നു, കുറയ്ക്കും. അനീമിയ വന്നാൽ ശരീരകോശങ്ങളിലേക്ക് ഓക്സിജൻ എത്തുന്നത് കുറയ്ക്കും. ഈ പ്രഗ്നൻ്റ് ആയവരിൽ മിക്ക ആളുകളിലും കാണപ്പെടുന്ന ഒരു അവസ്ഥയാണ് കേട്ടോ ഈ HBയുടെ അളവ് കുറയുന്നത്. അപ്പോൾ അനീമിയ എന്താണ്? RBC HB അളവ് കുറയുന്നൊരവസ്ഥയാണ് അനീമിയ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പുകവലി മൂലം ശ്വാസകോശത്തിനുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പുകവലി മൂലം ശ്വാസകോശത്തിനുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നം ഏതാണ്? നമ്മളിപ്പോൾ പറഞ്ഞേ ഉള്ളൂ അല്ലേ, ശ്വാസകോശ ക്യാൻസർ ആണ്. പുകവലി മൂലം ശ്വാസകോശത്തിനുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നം ഏതാണ്? ശ്വാസകോശ ക്യാൻസർ ആണ്. നമുക്കിവിടെ ഈ നമ്മൾ പറഞ്ഞത് നേരത്തെ പുകവലി മൂലമുണ്ടാകുന്ന രോഗങ്ങൾ നമ്മൾ പറഞ്ഞതുകൊണ്ട് ഇവിടെ നമ്മൾ പറയുന്നില്ല. പക്ഷേ പകരം നമ്മളിവിടെ അറിഞ്ഞിരിക്കേണ്ട വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ തൊഴിൽജന്യ രോഗങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, നമ്മുടെ ന്യൂമോകോണിയാസിസ്, സിലിക്കോസിസ്, പിന്നെ അതുപോലെ തന്നെ ആസ്ബറ്റോസിസ്, അതൊക്കെയാണ് കേട്ടോ നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ അത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ന്യൂമോകോണിയാസിസ്, അതെന്താണ്? ന്യൂമോകോണിയാസിസ് എവിടെയാണ്? കൽക്കരി ഖനിയിൽ പണിയെടുക്കുന്നവരിലാണ് കേട്ടോ കാണപ്പെടുന്നത്. കൽക്കരി ഖനിയിലാണ് എന്തുണ്ടാവുന്നത്? ന്യൂമോകോണിയാസിസ് ഉണ്ടാവുന്നത് കേട്ടോ. ന്യൂമോ എന്ന് എഴുതുന്നുള്ള ന്യൂമോകോണിയാസിസ് കേട്ടോ. അത് ആരിലാണ് കാണപ്പെടുന്നത്? കൽക്കരി ഖനിയിൽ ജോലി എടുക്കുന്നവർക്കാണ്, അവിടെ പണിയെടുക്കുന്നവർക്കാണ് ഈ ന്യൂമോകോണിയാസിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ അസുഖങ്ങൾ. ഇത് തൊഴിൽജന്യ രോഗം ഏതൊക്കെയാണ്? ന്യൂമോകോണിയാസിസ്, സിലിക്കോസിസ്, ആസ്ബറ്റോസിസ്. അപ്പോൾ ന്യൂമോകോണിയാസിസ് എവിടെ വരുന്നു? കൽക്കരി ഖനി എന്നിവിടങ്ങളിൽ പണിയെടുക്കുന്നവർക്കാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെയാണ് സിലിക്കോസിസ് എന്ന് പറഞ്ഞല്ലോ, സിലിക്കോസിസ് അതെവിടെയാണ്? അത് ടിന്ന്, അതുപോലെ തന്നെ മൈക്ക, പിന്നെ അതുപോലെ തന്നെ സ്വർണം, അതിൻ്റെയൊക്കെ ഖനികളിൽ പണിയെടുക്കുന്നവർക്കാണ് സിലിക്കോസിസ് ഉണ്ടാവുക കേട്ടോ. സിലിക്കോസിസ് എവിടെയാണ്? ടിന്ന്, മൈക്ക, അതുപോലെ തന്നെ സ്വർണം തുടങ്ങിയ ഖനികളിൽ പണിയെടുക്കുന്നവർക്കാണ് സിലിക്കോസിസ് ഉണ്ടാവുക കേട്ടോ. പിന്നെ ആസ്ബറ്റോസിസ് പറയണ്ടല്ലോ, ആസ്ബറ്റോസ് ഫാക്ടറിയിൽ പണിയെടുക്കുന്നവർക്കാണ് ആസ്ബറ്റോസിസ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഈ തൊഴിൽജന്യ രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കുക, 3 ന്യൂമോകോണിയാസിസ്, സിലിക്കോസിസ്, ആസ്ബറ്റോസിസ് കേട്ടോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്ഷയരോഗബാധയെ തടയുന്നതിനായി ഉപയോഗിക്കുന്ന വാക്സിൻ ക്ഷയരോഗബാധയെ തടയുന്നതിന് ഉപയോഗിക്കുന്ന വാക്സിൻ ഏതാണ്? BCG വാക്സിനാണ് അല്ലേ. ജനിച്ച ഉടനെ വെക്കുന്ന 0 ഡോസാണ് കൊടുക്കുക കേട്ടോ. ജനന ടൈമിൽ 0 ഡോസാണ് കൊടുക്കുക.
സോറി, സീറോ ഡോസ് അല്ല, BCG ജനന സമയത്ത് കൊടുക്കുന്ന എന്താണ് വാക്സിനാണ് BCG. അതെന്തിനു വേണ്ടിയിട്ടാണ്? ക്ഷയരോഗത്തെ തടയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ക്ഷയരോഗത്തെ തടയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ വന്നിരിക്കുന്നത് SCERT. ഞാനിപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ള ഒരുവിധപ്പെട്ട സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും, സയൻസിലെ എല്ലാ ക്വസ്റ്റ്യൻസും വന്നിരിക്കുന്നത് നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് കേട്ടോ. മിക്ക ക്വസ്റ്റ്യൻസും വന്നിരിക്കുന്നത് നമ്മൾ SCERT പഠിക്കുന്ന സമയത്ത് ബോക്സാണ് കാര്യമായിട്ട് പഠിക്കുക. പക്ഷേ ബാക്കിയുള്ളതെല്ലാം വിടും. പക്ഷേ ബോക്സിൽ നിന്ന് ഒഴികെ ബാക്കിയുള്ളതിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ, ശ്രദ്ധിക്കാതെ വിടുന്ന സെൻറ്റൻസിൽ നിന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ SCERT മാക്സിമം എല്ലാവരും റാങ്ക് ഫയൽ പോലെ തന്നെ റാങ്ക് ഫയൽ വേണമെന്നില്ല, SCERT ആണ് ആദ്യം നമ്മൾ കവർ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ BCG ആണ് പറഞ്ഞു വന്നത് അല്ലേ, ജനന സമയത്ത് കൊടുക്കുന്നതാണ്. ഇനി അതുപോലെ തന്നെയാണ് പോളിയോ വാക്സിൻ. എന്താണ് പോളിയോ വാക്സിൻ? പോളിയോ വാക്സിൻ നമ്മൾ എന്താണ് വായിലൂടെ കൊടുക്കുന്നതാണ് കേട്ടോ. ഓറൽ പോളിയോ വാക്സിനാണ് OPV എന്ന് പറയുന്നത് കേട്ടോ. അത് 5 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ നമ്മൾ നൽകുന്നുണ്ട്. ഞാനിതിന് മുന്നേ ഇതൊരു ക്ലാസ് ഇട്ടിട്ടുണ്ട്. കാണാത്തവരെൻ്റെ ചാനലിൽ കയറിയിട്ട് നോക്കിയാൽ മതി കേട്ടോ. അതിലുണ്ടാവും ക്ലാസ് കിടക്കണേ. SCERT തന്നെ ഇട്ട് അതേപടി ഞാൻ ഇട്ടിട്ടുണ്ട് ക്ലാസ്. അപ്പോൾ പോളിയോ വാക്സിൻ എന്താണ്? 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കാണ് കേട്ടോ നൽകുന്നത്. ഇതാണ് കേട്ടോ ജനന സമയത്ത് 0 ഡോസിൽ കൊടുക്കുന്നത്. ജനന സമയത്ത് പോളിയോ 0 ഡോസിലാണ് കൊടുക്കുക. അതും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കണേ. അങ്ങനെ നമ്മുടെ 3 തവണയാണ് കൊടുക്കുക കേട്ടോ. 6-ാമത്തെ ആഴ്ചയിൽ, 10-ാമത്തെ ആഴ്ച, 14-ാമത്തെ ആഴ്ച, അങ്ങനെ 3 തവണയായിട്ട് 3 ഡോസാണ് നമുക്ക് പോളിയോ കൊടുക്കുന്നത് 5 വയസ്സ് വരെ കേട്ടോ. ഇനി അടുത്തത് MR വാക്സിൻ. ഏതൊക്കെ രോഗങ്ങൾക്കാണ് കൊടുക്കുന്നത് എന്നുള്ളത്. ഏതൊക്കെയാണ്? മീസിൽസ്, റൂബെല്ല. മനസ്സിലാവുന്നുണ്ടോ? MR വാക്സിൻ എന്താണ്? MR കേട്ടോ. മീസിൽസ്, റൂബെല്ല. അതുപോലെ തന്നെയാണ് DPT വാക്സിൻ. കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? അമ്മമാർക്കൊക്കെ അറിയുന്നുണ്ടാവും ഈ പറയുന്ന എല്ലാ വാക്സിനുകളും എന്തിനാണെന്നും അല്ലേ. DPT എന്താണ്? ഡിഫ്തീരിയ, വില്ലൻ ചുമ, ടെറ്റനസ്, അതിൽ ഉൾപ്പെടുന്നതാണ് DPT. D ഫോർ ഡിഫ്തീരിയ, P വില്ലൻ ചുമ, T ഫോർ ടെറ്റനസ് കേട്ടോ. DPT. BCG എന്തിനാണ്? ക്ഷയം. BCG ക്ഷയം. അതുപോലെ ഒന്നുള്ളതാണ് കേട്ടോ പെൻഡാവാലൻ്റ് എന്ന് പറയുന്നത്. പെൻഡാവാലൻ്റ് ഏതൊക്കെ രോഗങ്ങൾക്കാണ്? ഡിഫ്തീരിയ, വില്ലൻ ചുമ, ടെറ്റനസ്, ഹെപ്പറ്റൈറ്റിസ് B, ഹീമോഫീലസ്, ഇൻഫ്ലുവൻസ ടൈപ്പ് B. ഇത്രയും രോഗങ്ങൾക്കാണ് പെൻഡാവാലൻ്റ് വാക്സിൻ കൊടുക്കുന്നത് കേട്ടോ. ഏതിനൊക്കെയാണ്? ഡിഫ്തീരിയ, വില്ലൻ ചുമ, ടെറ്റനസ്, ഹെപ്പറ്റൈറ്റിസ് B, ഹീമോഫീലസ്, ഇൻഫ്ലുവൻസ ടൈപ്പ് B. ഇത്രയും രോഗങ്ങൾക്കാണ് പെൻഡാവാലൻ്റ് കൊടുക്കുന്നത്. ഇനി റോട്ട വൈറസ് ആണെങ്കിലോ റിട്രോവൈറൽ ഡിസീസസിനാണ് കേട്ടോ ഈ വാക്സിൻ. റോട്ട വൈറസ് വാക്സിൻ കൊടുക്കുന്നത് റിട്രോവൈറൽ ഡിസീസസിനാണ് കേട്ടോ. അപ്പോൾ ഇത് ഇത്രയും ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പഠിച്ചിട്ട് പോണേ. പ്രിലിംസിനൊക്കെ ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ള ഭാഗമാണ് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ വായുജന്യ രോഗം അല്ലാത്തത് താഴെ പറയുന്നവയിൽ വായുജന്യ രോഗം അല്ലാത്തത് ഏതാണ്? മലേറിയ ആണല്ലേ. ഞാൻ പറഞ്ഞു മലേറിയ പരത്തുന്നത് ആരാണ്? അനോഫിലസ് പെൺകൊതുകുകളാണ്. അപ്പോൾ വായുജന്യ രോഗമല്ല മലേറിയ. ബാക്കിയെല്ലാം എന്താണ്? വായുജന്യ രോഗമാണ്. നമുക്കതൊന്ന് നോക്കിയാലോ. വായുവിലൂടെ ഏതൊക്കെ രോഗങ്ങളാണ് പകരുക? ക്ഷയം, സാർസ്, ഡിഫ്തീരിയ, വില്ലൻ ചുമ, മുണ്ടിനീര്, ജലദോഷം, ആന്ത്രാക്സ്, അതുപോലെ തന്നെ ചിക്കൻ പോക്സ്. ഇത്രയും എന്തിലൂടെ പകരുന്നതാണ്? വായുവിലൂടെ പകരുന്നതാണ്. ഞാനിങ്ങനെ എടുത്ത് പറയാൻ കാരണം ഇത് ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത്രയും ആക്കിയിട്ട് ഞാൻ നിർത്തിയിരിക്കുന്നത് കേട്ടോ. ചോദിച്ചത് മാത്രമേ എടുത്തിട്ടുള്ളൂ. വായുവിലൂടെ പകരുന്നത് ക്ഷയം, സാർസ്, ഡിഫ്തീരിയ, വില്ലൻ ചുമ, മുണ്ടിനീര്, ജലദോഷം, ആന്ത്രാക്സ്, ചിക്കൻ പോക്സ്. നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഇതിന് നല്ല വല്ല കോഡും ഉണ്ടാക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ ഇടാൻ നോക്കിയിട്ട് എന്നാൽ പിന്നെ ബാക്കിയുള്ളവർക്ക് എന്ത് ചെയ്യുക, അത് ഉപകാരമായിരിക്കും. ഇങ്ങനെയൊക്കെ ഇതൊക്കെ പഠിക്കണം എന്നുണ്ടെങ്കിലേ. അപ്പോൾ കോഡ് കിട്ടുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ഇനി ജലത്തിലൂടെ പകരുന്നതോ? കോളറ, ടൈഫോയിഡ്, എലിപ്പനി, ഹെപ്പറ്റൈറ്റിസ് A, E അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പിന്നെ വയറുകടി, ഡയേറിയ, പോളിയോമൈലറ്റിസും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ജലത്തിലൂടെ പകരുന്നത് ഏതൊക്കെയാണ്? കോളറ, ടൈഫോയിഡ്, എലിപ്പനി ജലത്തിലൂടെയാണ്. പിന്നെ ഹെപ്പറ്റൈറ്റിസ് A, E. ഹെപ്പറ്റൈറ്റിസ് Aയും Eയും ജലത്തിലൂടെ പകരുന്നു. വയറുകടി, ഡയേറിയ, പോളിയോമൈലറ്റിസ്. ഇതിൽ ഹെപ്പറ്റൈറ്റിസ് Aയും Eയും വന്നിട്ടുണ്ട്. അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് B ഇല്ലേ?
അതെന്തിനാണ്? അതെങ്ങനെയാണ് പകരുക? അത് രോഗബാധിതമായ രക്തം സ്വീകരിക്കുന്നതിലൂടെ മാത്രമേ പകരുള്ളൂ കേട്ടോ. ഹെപ്പറ്റൈറ്റിസ് ബി എങ്ങനെയാണ് പകരുന്നത്? രോഗബാധിതമായ രക്തം നമ്മൾ സ്വീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് ബി നമുക്കും പകരും കേട്ടോ. അപ്പോൾ അത് ഓർമ്മ വേണം. എയും ഇയും മാത്രമാണ് ഹെപ്പറ്റൈറ്റിസ് എയും ഇയും മാത്രമാണ് ജലത്തിലൂടെ പകരുന്നത്. ഓർമ്മ വേണേ. ഇനി ലൈംഗിക സമ്പർക്കത്തിലൂടെയാണെങ്കിൽ ഗോണേറിയ, സിഫിലിസ്, എയ്ഡ്സ് കേട്ടോ. ഗോണേറിയ, സിഫിലിസ്, എയ്ഡ്സ്. സമ്പർക്കത്തിലൂടെയാണെങ്കിൽ കുഷ്ഠം, എബോള കേട്ടോ. കുഷ്ഠം, എബോള. അപ്പോൾ ഈ വായുവിലൂടെയും ജലത്തിലൂടെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ടത് കേട്ടോ. ബാക്കിയൊക്കെ നമുക്ക് കിട്ടുമല്ലോ. കൂടുതൽ ഈ ഹെപ്പറ്റൈറ്റിസ് എയും ഇയും പിന്നെ എലിപ്പനിക്ക് ചിലപ്പോൾ വേറെ പേര് ലെപ്റ്റോസ്പൈറ അങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ തരുന്നുണ്ടാവുക. അപ്പോൾ അതും കൂടി ഒന്ന് നോക്കണേ. 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ഉറപ്പുവരുത്തുന്ന കേരള സംസ്ഥാന ആരോഗ്യ ഏജൻസിയുടെ പദ്ധതി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യത്തിനുള്ള സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ഉറപ്പുവരുത്തുന്ന കേരള സംസ്ഥാന ആരോഗ്യ ഏജൻസിയുടെ പദ്ധതി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? 18 വയസ്സിൽ താഴെ എന്ന് പറയുമ്പോൾ തന്നെ കിട്ടും. ഏതാണ്? ആരോഗ്യ കിരണമാണ് അല്ലേ? ആരോഗ്യ കിരണം. അപ്പോൾ നമുക്ക് ഇത് മൂന്നും നോക്കിയിട്ട് വന്നാലോ. എന്താണ് ശ്രുതി തരംഗം? ബധിരരായ കുട്ടികളിൽ കോക്ലിയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കുള്ള ധനസഹായമാണ് ശ്രുതി തരംഗം കേട്ടോ. മാറിപ്പോകല്ലേ. ശ്രുതി തരംഗം എന്താണ്? ബധിരരായ കുട്ടികളിൽ കോക്ലിയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയിട്ടുള്ള ധനസഹായമാണ്. അപ്പോൾ വിദ്യാകിരണമോ? സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന ഒരു പ്രധാന പദ്ധതി. ഭിന്നശേഷിക്കാരായ മാതാപിതാക്കളുടെ മക്കൾക്ക് പഠനത്തിന് സാമ്പത്തിക സഹായം നൽകുന്ന ഒരു പദ്ധതിയാണ്. ഭിന്നശേഷിക്കാരായ മാതാപിതാക്കളുടെ മക്കൾക്ക് എന്തിനു വേണ്ടിയിട്ട്? പഠനത്തിന് വേണ്ടിയിട്ട് സാമ്പത്തിക സഹായം നൽകുന്ന ഒരു പദ്ധതിയാണ് വിദ്യാകിരണം എന്ന് പറയുന്നത് കേട്ടോ. ആരാണ് നടപ്പിലാക്കുന്നത്? സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് കേട്ടോ വിദ്യാകിരണം. ഇനി കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണെങ്കിലോ, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് പ്രതിവർഷം 5 ലക്ഷം രൂപ ആരോഗ്യ പരിരക്ഷയ്ക്കായി നൽകുന്നൊരു പദ്ധതിയാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഒരു കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും ഇതിൻ്റെ ആനുകൂല്യം ലഭിക്കുന്നു എന്നുള്ളതാണ് കേട്ടോ. അതാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുടെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 5 ലക്ഷം രൂപയാണ് കേട്ടോ. പ്രതിവർഷം 5 ലക്ഷം രൂപയാണ് ആരോഗ്യ പരിരക്ഷയ്ക്കായിട്ട് ഈ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി നൽകുന്നത്. അപ്പോൾ ഇത് മൂന്നും ഓക്കെ ആണല്ലോ. ആരോഗ്യകിരണം ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളിലെ സൗജന്യ സമഗ്ര ആരോഗ്യ പദ്ധതിയാണ് ആരോഗ്യകിരണം. ഇനി വേറെ 2 ചോദിക്കുന്നതാണ് സ്ഥിരമായിട്ട്. ആശ്വാസകിരണം എന്താണ്? ശയ്യാവലംബരായ രോഗികളെ പരിചരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള കേരള സർക്കാർ ആരംഭിച്ച ധനസഹായ പദ്ധതിയാണ് കേട്ടോ ആശ്വാസകിരണം എന്ന് പറയുന്നത്. അവർക്ക് 600 രൂപയാണ് കേട്ടോ. അതിൻ്റെ പ്രതിമാസം കൊടുക്കുന്ന പൈസ 600 രൂപയാണ്. അതും കൂടെ ഓർത്ത് വെച്ചേക്കണേ. 600 രൂപയാണ് പ്രതിമാസം ലഭിക്കുന്ന ധനസഹായം എന്ന് പറയുന്നത്. ആശ്വാസകിരണം എന്താണ്? ശയ്യാവലംബരായ രോഗികളെ പരിചരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ്. ഇനി ആർദ്രം മിഷൻ എപ്പോഴും ചോദിക്കുന്നതാണ്. ഗവൺമെൻറ് ഹോസ്പിറ്റലുകൾ രോഗി സൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി ഏതാണ്? അത് ആർദ്രം മിഷനാണ് കേട്ടോ. ആർദ്രം മിഷൻ എന്താണ്? ഗവൺമെൻറ് ഹോസ്പിറ്റലുകൾ, സർക്കാർ ഹോസ്പിറ്റലുകൾ രോഗി സൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് ആർദ്രം മിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും പദ്ധതികളൊക്കെ ക്ലിയർ ആയി എന്ന് വിചാരിക്കണോ? പഠിക്കുക കേട്ടോ എല്ലാവരും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം കാരണം കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെടുന്ന രോഗാവസ്ഥയുടെ പേരെന്ത്? വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം കാരണം കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെടുന്ന രോഗാവസ്ഥയുടെ പേരെന്ത്? ഇതിൽ ആൻസറായിട്ട് വരുന്നത് അസ്റ്റിഗ്മാറ്റിസം ആണ് കേട്ടോ. ഇതിൽ ആൻസറായിട്ട് വരുന്ന അസ്റ്റിഗ്മാറ്റിസം ആണ്. കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെടുന്ന രോഗാവസ്ഥ എന്ന് പറയുമ്പോൾ പക്ഷേ സീറോഫ്താൽമിയയും വർണ്ണാന്തതയ്ക്കും വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി മൂലം വരാറുണ്ട്. സീറോഫ്താൽമിയയും ചിലപ്പോഴൊക്കെ വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി മൂലം വരാറുണ്ട്. ഇതിൽ കൊടുത്തിരിക്കുന്ന ആൻസർ അസ്റ്റിഗ്മാറ്റിസ് ആണ് കേട്ടോ. എന്താണ് സീറോഫ്താൽമിയ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കൃഷ്ണമണി എന്ത് ചെയ്യാണ്? ഈർപ്പരഹിതവും അധാര്യവുമാകുന്നൊരവസ്ഥയാണ് കേട്ടോ. ഈ സീറോഫ്താൽമിയ എന്ന് പറഞ്ഞാൽ എന്താണ്? കൃഷ്ണമണി ഈർപ്പരഹിതവും വെള്ളമില്ലാണ്ടെയും പിന്നെന്താണ് വളരെ അധാര്യമായി പോകുന്നൊരവസ്ഥയാണ് സീറോഫ്താൽമിയ എന്ന് പറയുന്നത്. ഗ്ലോക്കോമയാണെങ്കിലോ നിശബ്ദനായ കാഴ്ചാപഹാരി വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നിശബ്ദനായ കാഴ്ചാപഹാരി എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? ഗ്ലോക്കോമയാണ്. ഈ നേത്രഗോളത്തിലെ മർദ്ദം അസാധാരണമായി വർദ്ധിക്കുന്നത് മൂലമുണ്ടാകുന്ന ഒരു രോഗമാണ്. അത് അങ്ങനെയും ചോദിക്കാറുണ്ട് കേട്ടോ. നേത്രഗോളത്തിലെ മർദ്ദം അസാധാരണമായി വർദ്ധിക്കുന്നത് മൂലമുണ്ടാകുന്ന കണ്ണിൽ അനുഭവപ്പെടുന്ന രോഗം ഏതാണ്? ഗ്ലോക്കോമയാണ് കേട്ടോ. അതിന് ദീപങ്ങൾക്ക് ചുറ്റും വലയങ്ങളുള്ളതായി തോന്നുന്ന ഒരു വൈകല്യമാണ്. അതെ, നമ്മുടെ ദീപത്തിനൊക്കെ നമ്മുടെ വെളിച്ചത്തിന് ചുറ്റും എന്താണ്? വലയങ്ങൾ ഇങ്ങനെ തോന്നണ
ഒരു പ്രതിഭാസം, ഒരു വൈകല്യമാണ് ഗ്ലോക്കോമ എന്ന് പറയുന്നത് കേട്ടോ. നിശബ്ദനായ കാഴ്ചാപഹാരിയാണ്. പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അതെങ്ങനെയാണ് ഉണ്ടാകുന്നത്? നേത്രഗോളത്തിലെ മർദ്ദം അസാധാരണമായിട്ട് കൂടുന്നത് കൊണ്ടുണ്ടാകുന്നൊരു രോഗമാണ്. അസ്റ്റിഗ്മാറ്റിസം എന്താണ്? നേത്ര ലെൻസിൻ്റെ വക്രത മൂലം വസ്തുവിൻ്റെ ശരിയായ പ്രതിബിംബം എന്താണ്? രൂപപ്പെടാത്തൊരവസ്ഥയാണ് അസ്റ്റിഗ്മാറ്റിസം എന്ന് പറയുന്നത്. നേത്ര ലെൻസിൻ്റെ വക്രത മൂലം വസ്തുവിൻ്റെ ശരിയായ പ്രതിബിംബം എന്താണ്? രൂപപ്പെടാത്ത അവസ്ഥയാണ് അസ്റ്റിഗ്മാറ്റിസം എന്ന് പറയുന്നത്. വർണ്ണാന്ധതയാണെങ്കിലോ അത് തന്നെ കിട്ടില്ലേ? കളർ ബ്ലൈൻഡ്നെസ് എന്താണ്? നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ അല്ലേ? വർണ്ണാന്ധത എന്താണ്? നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്തൊരവസ്ഥയാണ്. പക്ഷേ തിരിച്ചറിയാൻ കഴിയുന്നത് ഏത് മാത്രമേ ഉള്ളൂ? നീല മാത്രമാണ് കളർ ബ്ലൈൻഡ്നെസ് ഉള്ള ഒരാൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് അല്ലേ? നമ്മുടെ ഈ ഫേസ്ബുക്കിൻ്റെ സുക്കർബർഗോ അങ്ങനെ അയാൾക്ക് നീല മാത്രമേ കാണാൻ പറ്റുള്ളൂ. അയാൾക്ക് കളർ ബ്ലൈൻഡ്നെസ് ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഫേസ്ബുക്കിന് നീല കളർ കൊടുത്തിരിക്കുന്നത്. അങ്ങനെയൊക്കെ ഇങ്ങനെ ഇതിൽ പറയണ കേട്ടിട്ടുണ്ടേ. അപ്പോൾ ഈ കളർ ബ്ലൈൻഡ്നെസ്സിന് എന്താണ്? ബ്ലൈൻഡ്നെസ് ഉള്ള ഒരാൾക്ക് കാണാൻ പറ്റുന്ന കളർ ഏതാണ്? നീലയാണ്. ഇനി കാണാൻ പറ്റാത്തത് ഏതൊക്കെയാണ്? പച്ചയും ചുവപ്പുമാണ് കേട്ടോ. പ്രാഥമിക നിറങ്ങളാണ് പറയുന്നത്. പച്ചയും ചുവപ്പുമാണ് അവർക്ക് കാണാൻ കഴിയാത്ത കളർ എന്ന് പറയുന്നത്. ഇനി എന്താണ് ചെങ്കണ്ണ് എന്ന് പറയുന്നത്? ചെങ്കണ്ണ് അത് അണുബാധ മൂലം നേത്രാവരണത്തെ ബാധിക്കുന്ന ഒരു അസുഖമാണ് കേട്ടോ. അണുബാധ എന്ത് ചെയ്യുന്നുണ്ട്? നേത്രാവരണത്തെ ബാധിക്കുന്ന ഒരു അസുഖമാണ് ചെങ്കണ്ണ് എന്ന് പറയുന്നത്. ചുവന്നിരിക്കുന്നൊക്കെ പറയില്ല, ചെങ്കണ്ണ് നോക്കാൻ പാടില്ല, പകരും എന്നൊക്കെ ഇങ്ങനെ പറയണ കേൾക്കാം. അപ്പോൾ ചെങ്കണ്ണ് എന്താണ്? അണുബാധ മൂലം നേത്രാവരണത്തെ ബാധിക്കുന്നൊരു അസുഖമാണ്. ഇനി എന്താണ് വെള്ളെഴുത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? വെള്ളെഴുത്ത് കണ്ണിലെ ലെൻസിൻ്റെ ഇലാസ്തികത നഷ്ടപ്പെടുന്നത് മൂലം കാഴ്ച വൈകല്യം ഉണ്ടാകും. കണ്ണിലെ നമ്മുടെ ലെൻസിൻ്റെ എന്താണ്? ഇലാസ്തികത ഇങ്ങനെ കുറഞ്ഞു വരുന്നത് മൂലം എന്താണ്? കാഴ്ച വൈകല്യം ഉണ്ടാകും. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? വെള്ളെഴുത്ത് എന്ന് പറയുന്നത് കേട്ടോ. വെള്ളെഴുത്ത്. അപ്പം നമ്മൾ ഇപ്പോൾ പഠിച്ചിട്ടുള്ള ഈ കണ്ണിൻ്റെ രോഗങ്ങൾ, കണ്ണിലെ രോഗങ്ങളെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കണോ? അതേപോലെ തന്നെ നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ് അതിൻ്റെ ഇംഗ്ലീഷ് വേർഡും കൂടെ നമ്മൾ പഠിച്ചിരിക്കണം. ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രസ്ബയോപ്പിയ, മയോപ്പിയ അങ്ങനെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ തരുന്നുണ്ടാവുക. അപ്പം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് അതും കൂടി ഒന്ന് നോക്കാം. അസ്റ്റിഗ്മാറ്റിസം എന്താണ്? വിഷമദൃഷ്ടിയാണ് കേട്ടോ. വിഷമദൃഷ്ടിക്കാണ് നമ്മൾ അസ്റ്റിഗ്മാറ്റിസം എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? വിഷമദൃഷ്ടിക്കാണ് മാറ്റിസം എന്ന് പറയുന്നത്. അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് സിലിണ്ടറിക്കൽ ലെൻസാണ് കേട്ടോ ഉപയോഗിക്കുക. സിലിണ്ടറിക്കൽ ലെൻസാണ് ഉപയോഗിക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കേ. സിലിണ്ടറിക്കൽ ലെൻസാണ് അത് ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടൊക്കെ അതുള്ളവർക്ക് യൂസ് ചെയ്യണത് ഏതാണ്? അസ്റ്റിഗ്മാറ്റിസം ഉള്ളവർക്ക് യൂസ് ചെയ്യണത് സിലിണ്ടറിക്കൽ ലെൻസാണ് കേട്ടോ. ഇനി അടുത്ത ഏതാണ്? ഹൈപ്പർമെട്രോപ്പിയ. അതേതാണ്? ദീർഘദൃഷ്ടിയാണ് കേട്ടോ. ഹൈപ്പർമെട്രോപ്പിയ ദീർഘദൃഷ്ടി. ഹൈപ്പർമെട്രോപ്പിയ ദീർഘദൃഷ്ടി. മയോപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്? ഹ്രസ്വദൃഷ്ടിയാണ് കേട്ടോ. ഹ്രസ്വദൃഷ്ടി. മയോപ്പി എന്താണ്? ഹ്രസ്വദൃഷ്ടി. ദീർഘദൃഷ്ടി ഹ്രസ്വദൃഷ്ടി എന്താണെന്ന് അറിയാലോ. ദീർഘദൃഷ്ടി എന്താണ്? അകലെയുള്ളതിനെ കാണാൻ പറ്റില്ല, പക്ഷെ അടുത്തുള്ളതിനെ കാണാൻ പറ്റും. ഹ്രസ്വദൃഷ്ടിയാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ്, അടുത്തുള്ളതിനെ കാണാം, അകലെയുള്ളതിനെ കാണാൻ പറ്റില്ല. ഇതാണ് ദീർഘദൃഷ്ടി ഹ്രസ്വദൃഷ്ടി എന്ന് പറയുന്നത് കേട്ടോ. വേറൊരു കാര്യം കൂടെ, ഈ ദീർഘദൃഷ്ടി ഉള്ളവരിൽ പ്രതിബിംബം എവിടെയാണ് രൂപപ്പെടുക എന്ന് ചോദിച്ചാൽ എവിടെയാണ്? റെറ്റിനയ്ക്ക് പിറകിലാണ് കേട്ടോ. റെറ്റിനയ്ക്ക് പിറകിലാണ്. ദീർഘദൃഷ്ടിയുടെ കാര്യമാണ് പറയുന്നത്, ഒന്ന് പഠിച്ചാൽ മതി. മറ്റത് നേരെ ഓപ്പോസിറ്റാണ്. ദീർഘദൃഷ്ടിയുള്ളവരിൽ പ്രതിബിംബം എവിടെ രൂപപ്പെടും? റെറ്റിനയ്ക്കും പിറകിലാണ് കേട്ടോ രൂപപ്പെടുക. റെറ്റിനയ്ക്ക് പിറകിലാണ്. അതുപോലെ തന്നെ ഈ ദീർഘദൃഷ്ടിയുള്ളവർക്ക് ഏത് ലെൻസാണ്? കോൺവെക്സ് ലെൻസാണ് കേട്ടോ യൂസ് ചെയ്യുക. കോൺവെക്സ് ലെൻസ്. ദീർഘദൃഷ്ടിയുള്ളവരിൽ കോൺവെക്സ് ലെൻസാണ്. റെറ്റിനയ്ക്ക് പിറകിലായിരിക്കും പ്രതിബിംബം രൂപപ്പെടുക കേട്ടോ. ഒന്നും കൂടെ പറയാം. ഹൈപ്പർമെട്രോപ്പി എന്ന് പറഞ്ഞാൽ ദീർഘദൃഷ്ടിയാണ്. അകലെയുള്ളതിനെ കാണാൻ പറ്റില്ല, അടുത്തുള്ളതിനെ കാണാൻ പറ്റും. മനസ്സിലാകുന്നുണ്ടോ? അവർക്ക് എങ്ങനെയായിരിക്കും, എവിടെയായിരിക്കും പ്രതിബിംബം രൂപപ്പെടുക? റെറ്റിനയ്ക്ക് പിന്നിലായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഏത് ലെൻസാണ് കൊടുക്കുക? കോൺവെക്സ് ലെൻസാണ് കൊടുക്കുക. ഇനി ഹ്രസ്വദൃഷ്ടി പറയണ്ടല്ലോ, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഇനി പ്രസ്ബയോപ്പി എന്താണ്? വെള്ളെഴുത്താണ് കേട്ടോ. വെള്ളെഴുത്ത്. പ്രസ്ബയോപ്പി എന്താണ്? വെള്ളെഴുത്ത്. വെള്ളെഴുത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? പ്രസ്ബയോപ്പിയ. കാറ്ററാക്ട് എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ, തിമിരമാണ്, തിമിരം. ഇനി കളർ ബ്ലൈൻഡ്നെസ് വർണ്ണാന്ധത, നൈറ്റ് ബ്ലൈൻഡ്നെസ് നിശാന്തത കേട്ടോ. അപ്പോൾ അസ്റ്റിഗ്മാറ്റിസം വിഷമദൃഷ്ടി, ഹൈപ്പർമെട്രോപ്പിയ ദീർഘദൃഷ്ടി, മയോപ്പിയ ഹ്രസ്വദൃഷ്ടി, പ്രസ്ബയോപ്പിയ വെള്ളെഴുത്ത്, കാറ്ററാക്ട് തിമിരം. അപ്പോൾ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിരിക്കണം കേട്ടോ. ഇത് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്, പഠിച്ചിരിക്കണേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എയ്ഡ്സ് ബോധവൽക്കരണം എന്ന ആശയം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ക്ലബ്ബ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്?
സയൻസ് ക്ലബ്ബാണ് കേട്ടോ. ഒന്നും കൂടെ ക്വസ്റ്റ്യൻ വായിക്കാം. സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എയ്ഡ്സ് ബോധവൽക്കരണം എന്ന ആശയം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ക്ലബ്ബ് ഏതാണ്? സയൻസ് ക്ലബ്ബാണ് കേട്ടോ. സയൻസ് ക്ലബ്ബാണ്. ഈ പിങ്ക് റിബൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പിങ്ക് റിബൺ ക്ലബ്ബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രസ്റ്റ് ക്യാൻസർ ഒക്കെ ഉണ്ടല്ലോ, അത് സർവൈവ് ചെയ്തവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ക്ലബ്ബാണ് പിങ്ക് റിബൺ ക്ലബ്ബ് എന്ന് പറയുന്നത്. ഇനി എന്താണ് റെഡ് റിബൺ ക്ലബ്ബ്? എല്ലാവർക്കും അറിയാലോ, HIV എയ്ഡ്സ് അവയർനെസ് കൊടുക്കുന്ന ഒരു ക്ലബ്ബാണ് കേട്ടോ റെഡ് റിബൺ ക്ലബ്ബ്. എയ്ഡ്സുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് റെഡ് റിബണിൻ്റെ ചിഹ്നം. അത് എയ്ഡ്സ് HIV ആയിട്ട് ബന്ധപ്പെട്ടതാണ്. പിന്നെ നാച്ചുറൽ ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ എൻവയോൺമെൻറ്റ് അവയർനെസ് കൊടുക്കുന്ന ഇതാണ് നേച്ചർ ക്ലബ്ബ് എന്ന് പറയുന്നത് കേട്ടോ. അതിൽ ഇത്രയേ പറയാനുള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മനുഷ്യനിലെ അസ്ഥികളുമായി ബന്ധപ്പെട്ട് ചില പ്രസ്താവനകൾ ചുവടെ നൽകിയിരിക്കുന്നു. അവയിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പ്രായപൂർത്തിയായ മനുഷ്യരിൽ 206 അസ്ഥികളുണ്ട്. മനുഷ്യ ശരീരത്തിൽ പ്രായപൂർത്തിയായ മനുഷ്യ ശരീരത്തിൽ 206 അസ്ഥികളുണ്ട്. ശരിയാണോ? ശരിയല്ലേ? ശരിയാണ് അല്ലേ? മനുഷ്യരിൽ 12 ജോഡി വാരിയെല്ലുകളാണ് ഉള്ളത്. 12 ജോഡി വാരിയെല്ലുകളാണ് ഉള്ളത്. അതും ശരി തന്നെയല്ലേ? ശരി തന്നെയാണ് അല്ലേ? 12 ജോഡി വാരിയെല്ലുകളാണുള്ളത്. അങ്ങനെ എത്ര ഉണ്ട്? 24 എണ്ണമാണ് ഉള്ളത്. ഇനി മനുഷ്യരിൽ തലയോട്ടിയിൽ മാത്രം 32 അസ്ഥികളാണുള്ളത്. അല്ലല്ലോ, തലയോട്ടിയിൽ 32 അസ്ഥി, തലയോട്ടിയിൽ 29 അസ്ഥികളാണ് ഉള്ളത്. അപ്പോൾ ഇതിൽ ആൻസർ ആയിട്ട് വരിക 1ഉം 2ഉം ആണ് കേട്ടോ. 1ഉം 2ഉം ശരിയാണെന്നുള്ള ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരിക. അപ്പോൾ നോക്കിക്കേ, നവജാത ശിശുക്കളിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? 300. നവജാത ശിശുക്കളിൽ എത്രയുണ്ടാവും? 300. കഴുത്തിലാണെങ്കിലോ 7 എണ്ണം, മുഖത്തിൽ 14 എണ്ണം, തലയോട്ടിയിൽ 29 എണ്ണം, മാറല് 1, വാരിയെല്ല് 24, പേശികൾ എത്രയുണ്ട്? 639. ഒന്നും കൂടെ പറയാം. നവജാത ശിശുക്കളിലാണെങ്കിൽ 300 അസ്ഥികൾ ഉണ്ടായിരിക്കും. കഴുത്തിലാണെങ്കിൽ എത്ര എണ്ണമുണ്ട്? 7 എണ്ണമാണുള്ളത്. 7 എണ്ണമാണുള്ളത്. മുഖത്തിലാണെങ്കിലോ 14 എണ്ണമാണുള്ളത്. മുഖത്തിൽ എത്ര എണ്ണമുണ്ട്? 14 അസ്ഥികളാണുള്ളത്. തലയോട്ടിയിൽ മാത്രം എത്രയുണ്ട്? 29. തലയോട്ടിയിൽ 29. മാറല് 1 മാത്രമേ ഉള്ളൂ. സ്റ്റേണം മാറല് 1. വാരിയെല്ല് 24 എണ്ണമുണ്ട്. എത്ര ജോഡി? 12 ജോഡി, 24 എണ്ണമാണുള്ളത്. പേശികളാകെ എത്രയുണ്ട്? 639. എത്ര പേശിയുണ്ട് ടോട്ടൽ? 639 പേശി, 206 അസ്ഥികൾ. ശിരോനാഡി എത്ര എണ്ണമുണ്ട്? 12 ജോഡി, അങ്ങനെ 24 എണ്ണമാണുള്ളത്. ശിരോനാഡി 12 ജോഡി, അങ്ങനെ 24 എണ്ണമുണ്ട്. സുഷുമ്ന നാഡിയാണെങ്കിൽ 31 ജോഡിയോടെ 62 എണ്ണമാണുള്ളത്. മനസ്സിലാകുന്നുണ്ടോ? സുഷുമ്ന നാഡി 31 ജോഡി, ജോഡി അല്ലേ? സുഷുമ്ന നാഡി 31 ജോഡി, 62 എണ്ണമുണ്ട്. ആകെ നാഡികൾ അങ്ങനെ എത്ര എണ്ണമുണ്ട്? 43 ജോഡി, 86 എണ്ണമുണ്ട് കേട്ടോ. ആകെ നാഡി 43 ജോഡി, 86 എണ്ണമാണുള്ളത്. ചെവിക്കുള്ളിൽ എങ്ങനെയാണ്? സ്റ്റേപ്പീസ്, ഇൻകസ്, മാലിയസ് 3 ജോഡി, അങ്ങനെ 6 എണ്ണം അല്ലേ? ഇനി അക്ഷാസ്ഥികൂടത്തിലാണെങ്കിലോ 80, അനുബന്ധാസ്ഥികൂടത്തിൽ 126, അങ്ങനെ ടോട്ടൽ എത്രയുണ്ട്? 206 അസ്ഥികൾ. മനസ്സിലാവുന്നുണ്ടോ? ഇത് ഇത്രയും, ഈ നമ്പറുകൾ അത്രയും പഠിച്ചു വെക്കണേ. ഇതാ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ടോ? തലയോട് 29 എണ്ണം, മാറല് 1, കണ്ടോ? വാരിയെല്ലുകൾ 12 എണ്ണം, 12 ജോഡി, 24 എണ്ണം. മനസ്സിലാവുന്നുണ്ടോ? നട്ടെല്ലിൽ 26, തോൾവലയത്തിൽ 4, 2 എണ്ണം, 2 ജോഡി, എന്താണ് 4. കൈകളിലാണെങ്കിൽ എത്ര എണ്ണം ഉണ്ട്? 30 എണ്ണം. കൈകളിൽ 30 എണ്ണം. പിന്നെ ശ്രോണി വലയം 2. പിന്നെ കാലിലെ അസ്ഥികളിൽ 60 എണ്ണം. 30 ജോഡി, 60 എണ്ണം കേട്ടോ. ഇനി ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇതിൽ നിന്ന് വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഏറ്റവും വലിയ അസ്ഥി ഏതാണ്? അത് ഫീമറാണ് കേട്ടോ. ഏറ്റവും വലിയ അസ്ഥി ഏതാണ്? ഫീമറാണ്. ഏറ്റവും വലിയ അസ്ഥി ഫീമർ, തുടയിൽ കേട്ടോ. ഏറ്റവും ചെറിയ അസ്ഥിയാണെങ്കിലോ അത് സ്റ്റെപ്പീസാണ് അല്ലേ? സ്റ്റേപ്പീസാണ് നമ്മുടെ ചെവിക്കുള്ളിൽ. അപ്പോൾ ഏറ്റവും വലുത് ഫീമർ, ഏറ്റവും ചെറിയ അസ്ഥി സ്റ്റേപ്പീസ്. ഇനി നമ്മുടെ ഈ ഓരോ ഭാഗത്തെയും ഈ അസ്ഥികളെ നമ്മൾ ചില പേരുകൾ ഉപയോഗിച്ച് വിളിക്കാറുണ്ട് കേട്ടോ. നമുക്കതും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കണേ. തോളിലുള്ളതാണ് സ്കാപ്പുലയും ക്ലാവിക്കിളും. പഠിച്ചിരിക്കണേ. തോളിലേതാണ്? സ്കാപ്പുല, ക്ലാവിക്കിൾ. തോളിൽ സ്കാപ്പുല, ക്ലാവിക്കിൾ. മാറലിനെ സ്റ്റേണം എന്നാണ് പറയുന്നത്. മാറലിനെ എന്താണ്? സ്റ്റേണമാണ്. തൊണ്ടയിലാണെങ്കിൽ ഹയോയിഡാണ്. ഹയോയിഡ്. തൊണ്ടയിൽ ഏതാണ്? ഹയോയിഡ്. കണം കൈയിലാണെങ്കിൽ റേഡിയസ് അൾനയാണ് കേട്ടോ. കണം കൈയിലാണെങ്കിൽ റേഡിയസ് അൾന. തുടയിലാണെങ്കിൽ ഫീമർ. കണങ്കാലിലാണെങ്കിൽ ടിബിയ ഫിബുല കേട്ടോ. കണങ്കാലിൽ എന്ത് വിളിക്കുന്നു? ടിബിയ ഫിബുല. കാൽമുട്ടിലാണെങ്കിൽ അത് പാറ്റല്ല കേട്ടോ. നമ്മുടെ കാൽമുട്ട് ചിരട്ടയുടെ ശാസ്ത്രീയ നാമമാണ് പാറ്റല്ല എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ തോളിൽ സ്കാപ്പുല, ക്ലാവിക്കിള്. മാറലിൽ സ്റ്റേണം. തൊണ്ടേന് പറയുന്നത് ഹയോയിഡ് ആണ്. കണങ്കയിലുള്ളതിനെ അസ്ഥികളെ റേഡിയസ് അൾന എന്ന് പറയുന്നു.
തുടയിലുള്ളതാണെങ്കിൽ ഫീമറാണ്, കണങ്കാലിലാണെങ്കിൽ ടിബിയ, ഫിബുല, കാൽമുട്ടാണെങ്കിൽ പാറ്റല്ല. ഇതിനോടൊപ്പം തന്നെ ക്വസ്റ്റ്യൻ വന്നതാണ്, നമ്മളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇതാണ്, അസ്ഥിയും രണ്ട് അസ്ഥികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. രണ്ട് അസ്ഥികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിന് എന്തെന്നാണ് നമ്മൾ പറയുക? സ്നായുക്കൾ എന്നാണ് കേട്ടോ പറയുക. സ്നായുക്കൾ രണ്ട് അസ്ഥികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗം ഏതാണ്? സ്നായുക്കൾ, അല്ലെങ്കിൽ നമ്മൾ എന്തെന്ന് പറയും? ലിഗമെൻസ് എന്ന് പറയും കേട്ടോ. ലിഗമെൻസ് എന്നും പറയും കേട്ടോ. സ്നായുക്കൾ അല്ലെങ്കിൽ ലിഗമെൻസ്. ഇനി അസ്ഥി പ്ലസ് പേശിയാണെങ്കിലോ? അസ്ഥീനെ പേശിയുമായിട്ട് കണക്ട് ചെയ്യുന്നതാണെങ്കിൽ എങ്ങനെ പറയുന്നു? ടെൻഡനുകളാണ് കേട്ടോ. അത് ടെൻഡനുകളാണ്. ടെൻഡനുകൾ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിരിക്കണം. അപ്പോൾ സ്നായുക്കളും ടെൻഡനുകളും എന്താണെന്ന് പറയണം. സ്നായുക്കളാണെങ്കിൽ ഒരസ്ഥിയെ വേറൊരു അസ്ഥിയുമായിട്ട് യോജിപ്പിക്കുന്ന ഭാഗമാണ് സ്നായുക്കൾ. ഒരസ്ഥിയെ പേശിയുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഭാഗം ഏതാണ്? അത് ടെൻഡനുകളാണ് കേട്ടോ. ടെൻഡനുകളാണ്. ഇനി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ പേശി അതേതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ പേശി ഏതാണ്? ഗ്ലൂട്ടിയസ് മാക്സിമസ് ആണല്ലേ. ഗ്ലൂട്ടിയസ് എഴുതിയെടുക്കണേ. ഗ്ലൂട്ടിയസ് മാക്സിമസ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ പേശി ഏതാണ്? ഗ്ലൂട്ടിയസ് മാക്സിമസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും നീളമുള്ളത് ഏതായിരിക്കും? ഏറ്റവും നീളമുള്ളത് അത് സാർട്ടോറിയസ് ആണ് കേട്ടോ. സാർട്ടോറിയസ് ആണ് നീളമുള്ളത്. സാർട്ടോറിയസ്. അപ്പോൾ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ പേശി ചോദിച്ചാൽ അത് ഗ്ലൂട്ടിയസ് മാക്സിമസും, ഏറ്റവും നീളമുള്ള പേശി ചോദിച്ചാൽ അതേതാണ്? സാർട്ടോറിയസുമാണ് കേട്ടോ. ഇനി ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ് ഫാസിക്കിളുകൾ എന്ന് പറയുന്നത്. എന്താണത്? പേശി തന്തുക്കളുടെ കൂട്ടത്തെയാണ് എന്തെന്ന് പറയുന്നത്? ഫാസിക്കിളുകൾ എന്ന് പറയുന്നത്. പേശി തന്തുക്കളുടെ കൂട്ടത്തെ എന്ത് പറയുന്നു? ഫാസിക്കിളുകൾ എന്നാണ് പറയുന്നത്. ഇനി നോക്കൂ, അസ്ഥിഭംഗം അത് പഠിക്കണം. അതേ വേർഡ് വെച്ചിട്ട് തന്നെ പഠിക്കണം. എന്താണ്? അസ്ഥിക്കുണ്ടാകുന്ന ഒടിവിനെ പറയുന്നതാണ് എന്തെന്ന്? അസ്ഥിഭംഗം. അസ്ഥിക്കുണ്ടാകുന്ന ഒടിവിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്? അസ്ഥിഭംഗം സംഭവിച്ചു എന്ന് പറയുന്നത്. ഇനി ഹൊറിസോണ്ടൽ ബോൺ, കോളാർ ബോൺ, ലിറ്റിൽ കീ എന്നിങ്ങനെ അറിയപ്പെടുന്ന ഒരു അസ്ഥിയുണ്ട്. അതേതാണ്? അത് ക്ലാവിക്കിളാണ്. ക്ലാവിക്കിൾ. ഹൊറിസോണ്ടൽ ബോൺ, കോളാർ ബോൺ, ലിറ്റിൽ കീ എന്നിങ്ങനെ അറിയപ്പെടുന്ന അസ്ഥി ഏതാണ്? ക്ലാവിക്കിളാണ് കേട്ടോ. ക്ലാവിക്കിൾ. ഹൊറിസോണ്ടൽ ബോൺ, കോളാർ ബോൺ, ലിറ്റിൽ കീ എങ്ങനെ അറിയപ്പെടുന്നു? എന്നറിയപ്പെടുന്ന അസ്ഥി ഏതാണ്? അത് ക്ലാവിക്കിളാണെന്ന് ഓർത്തിരിക്കുക. ക്ലാവിക്കിൾ. ഇനി ഈ ഭാഗത്ത് നമ്മൾ നോക്കിയിരിക്കേണ്ടതാണ് നമ്മുടെ വിജാഗിരി സന്ധി, കോണീയ സന്ധി, കീലസന്ധി, അതൊക്കെ കേട്ടോ. മിക്കവാറും പ്രിലിംസിനാണ് കേട്ടോ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് അങ്ങ് പൊന്തി വരാറുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ചലിക്കാത്ത സന്ധികളെ എന്ത് പറയുന്നു? തന്തുരൂപ സന്ധികൾ എന്നാണ് കേട്ടോ പറയുക. ചലിക്കാത്ത സന്ധികളെ നമ്മൾ എന്ത് പറയുന്നു? തന്തുരൂപ സന്ധി എന്ന് പറയും. ചലനശേഷി ഏറ്റവും കൂടിയ സന്ധി ഏതാണ്? അത് ഗോളര സന്ധിയാണ് കേട്ടോ. ഗോളര സന്ധിയാണ്. ചലനശേഷി ഏറ്റവും കൂടിയത് ഏതാണ്? ഗോളര സന്ധി. ഗോളം ഇങ്ങനെ കിടന്ന് തിരിയണ പോലെ തിരിയും. അതേതൊക്കെയാണ്? തോളെല്ലും ഇടുപ്പെല്ലുമാണ് കേട്ടോ. തോളെല്ലും ഇടുപ്പെല്ലുമാണ് എക്സാമ്പിളായിട്ട് കൊടുത്തിരിക്കുന്നത്. ചലനശേഷി ഏറ്റവും കൂടിയ സന്ധി ഏതാണ്? ഗോളര സന്ധിയാണ്. എക്സാമ്പിളായിട്ട് ഏതാണ് കൊടുത്തിരിക്കുന്നത്? തോളെല്ല്, ഇടുപ്പെല്ല്. ഇനി നോക്കൂ, ഒരു ദിശയിൽ മാത്രം ചലിപ്പിക്കാൻ കഴിയുന്ന സന്ധി. ഒരു ദിശയിൽ മാത്രം. അതേതാണ്? വിജാഗിരി സന്ധി. നമ്മുടെ ഈ ഡോറൊക്കെ ഒരു സൈഡിലേക്ക് മാത്രമല്ല അടിയുള്ളൂ, ഒരു സൈഡിലേക്ക് മാത്രം. അപ്പോൾ അവിടെ വിജാഗിരി ഉണ്ടല്ലോ നടുക്ക്. അപ്പോൾ അത് ആലോചിച്ചാൽ മതി. വിജാഗിരി സന്ധി എന്താണ്? കൈമുട്ട് കാൽമുട്ടാണ് കേട്ടോ. കൈമുട്ട് കാൽമുട്ടാണ് എക്സാമ്പിളായിട്ട് കൊടുത്തിരിക്കുന്നത്. ഒരു ദിശയിൽ മാത്രം ചലിപ്പിക്കാൻ കഴിയുന്നത് ഏതാണ്? വിജാഗിരി സന്ധിയാണ്. കൈമുട്ട് കാൽമുട്ടാണ് എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത്. ഇനി നോക്കൂ, രണ്ടക്ഷങ്ങൾക്ക് ചുറ്റും മാത്രം ചലനം സാധ്യമാകുന്ന സന്ധിയാണ് കോണീയ സന്ധി. രണ്ടക്ഷങ്ങൾക്ക് ചുറ്റും മാത്രം ചലനം സാധ്യമാകുന്ന സന്ധി ഏതാണ്? അത് കോണീയ സന്ധിയാണ്. ഉദാഹരണമായിട്ട് മണിബന്ധമാണ് കേട്ടോ ഇവിടെ കൊടുത്തിരിക്കുന്നത്. മാണിബന്ധമല്ല, മണിബന്ധം. നമ്മുടെ റിസ്റ്റ് ഇല്ലേ, അതിനെയാണ് പറയുന്നത്. രണ്ടക്ഷങ്ങൾക്ക് ചുറ്റും മാത്രം ചലനം സാധ്യമാകുന്നതാണ് കോണീയ സന്ധി. മണിബന്ധം എന്നാണ് എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത്. ഇനി അച്ചുതണ്ടിന് ചുറ്റും കറങ്ങുന്ന തരത്തിലുള്ള ചലനം സാധ്യമാകുന്ന സന്ധി ഏതാണ്? അച്ചുതണ്ടിന് ചുറ്റും കറങ്ങുന്ന തരത്തിലുള്ള ചലനം സാധ്യമാകുന്ന സന്ധിയാണ് നമുക്കറിയാം കീലസന്ധി അല്ലേ. കീലസന്ധി ഏതാണ് എക്സാമ്പിൾ? നട്ടെല്ലിന് മുകളിൽ തലയോട് ഇങ്ങനെ കിടന്നിട്ട് തിരിയാണ്. നമ്മുടെ നട്ടെല്ല് അച്ചുതണ്ടായിട്ടും നമ്മുടെ അച്ചുതണ്ടിന് ചുറ്റും കറങ്ങുന്ന രീതിയിലല്ലേ. അപ്പോൾ അച്ചുതണ്ടിന് ചുറ്റും ഇങ്ങനെ തലയോട് കിടന്നിട്ട് ഇങ്ങനെ തിരിയുക. കീലസന്ധി എന്നാട്ടോ പറയുക. അച്ചുതണ്ടിന് ചുറ്റും കറങ്ങുന്ന തരത്തിലുള്ള ചലനം സാധ്യമാകുന്ന സന്ധി ഏതാണ്? കീലസന്ധിയാണ്. കീലസന്ധി കേട്ടോ. എക്സാമ്പിളും കൂടെ പഠിച്ചിരിക്കുക. നട്ടെല്ലിന് മുകളിൽ തലയോട് തിരിയുന്നത്. ഇനി ഒരസ്ഥിക്ക് മുകളിൽ മറ്റൊന്ന് തെന്നി നീങ്ങുന്ന തരത്തിലുള്ള ചലനം സാധ്യമാകുന്നതാണെങ്കിലോ? ഒരസ്ഥിക്ക് മുകളിൽ വേറൊന്നിങ്ങനെ തെന്നി നീങ്ങിക്കൊണ്ടിരിക്കുക.
അങ്ങനെയാണെങ്കിലോ അത് തെന്നി നീങ്ങുന്ന സന്ധിയാണ് കേട്ടോ. എക്സാമ്പിൾ കൈക്കുഴയും കാൽക്കുഴിയാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. കൈക്കുഴയും കാൽക്കുഴയുമാണ് എക്സാമ്പിളായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ചലനശേഷി ഏറ്റവും കൂടിയ സന്ധി ഏതായിരുന്നു? ഗോളര സന്ധിയായിരുന്നു. എക്സാമ്പിൾ ഏതാണ്? തോളല് ഇടുപ്പല്ലാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു ദിശയിൽ മാത്രം ചലിക്കുന്നതാണെങ്കിൽ വിജാഗിരി സന്ധിയാണ്. കാൽമുട്ടും കൈമുട്ടുമാണ് എക്സാമ്പിളായിട്ട് കൊടുത്തത്. ഇനി രണ്ടക്ഷങ്ങൾക്ക് ചുറ്റും മാത്രം ചലനമാണെങ്കിലോ അത് കോണീയ സന്ധിയാണ്, മണിബന്ധമാണ് എന്താണ് എക്സാമ്പിളായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി അച്ചുതണ്ടിന് ചുറ്റും കറങ്ങുന്ന തരത്തിലുള്ളതാണെങ്കിൽ കീലസന്ധി എന്ന് പറയും. കീലസന്ധി ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമ്പിൾ ഇമ്പോർട്ടൻ്റ് ആണ്. നട്ടെല്ലിന് മുകളിൽ എന്താണ് തലയോട് തിരിയുന്നത്. ഇനി ഒരസ്ഥിക്ക് മുകളിൽ മറ്റൊന്ന് തെന്നി നീങ്ങുന്ന തരത്തിലാണെങ്കിലോ അത് തെന്നി നീങ്ങുന്ന സന്ധിയാണ്. കൈക്കുഴ കാൽക്കുഴയാണ് എക്സാമ്പിളായിട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ ചോദ്യം വരുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? അസ്ഥികളിലെ ജലത്തിൻ്റെ അളവ് എത്ര എന്നാണ്. എത്രയാണ്? 25%. അസ്ഥികളിലെ ജലത്തിൻ്റെ അളവ് എത്രയാണ്? 25%. ഓർത്തിരിക്കണേ, മറക്കല്ലേ. നമുക്കിവിടെ വേറൊരു പേരും കൂടെ പഠിക്കാനുണ്ട്. സ്കാർകോമിയറുകൾ കേട്ടോ. സ്കാർകോമിയറുകൾ എന്താണ്? സാർകോമിയറുകൾ എന്ന് പറഞ്ഞാൽ പേശീകോശത്തിൻ്റെ അടിസ്ഥാന സങ്കോച യൂണിറ്റുകൾ എന്ന് പറയുന്നു. സാർകോമിയറുകൾ എന്നാണ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? പേശീകോശത്തിൻ്റെ അടിസ്ഥാന സങ്കോച യൂണിറ്റുകൾക്ക് പറയുന്ന പേരെന്താണ്? സാർകോമിയറുകൾ. വന്നിട്ടുള്ള ക്വസ്റ്റ്യനാണ്, PYQ ആണ് കേട്ടോ. സാർകോമിയറുകൾ കേട്ടോ. പേശീകോശത്തിൻ്റെ അടിസ്ഥാന സങ്കോച യൂണിറ്റുകളാണ് സന്ധികൾ പഠിക്കണം. അപ്പോൾ അത്രയൊക്കെ പഠിക്കട്ടോ. പിന്നെ പറയുന്ന പേരുകൾ, ഓരോ അസ്ഥിക്കും പറയുന്ന പേരുകൾ അതെല്ലാം പഠിക്കുക കേട്ടോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. പല്ലിൻ്റെ ആന്തരഘടന ചുവടെ തന്നിരിക്കുന്നു. ഇവയിൽ ശരിയായ ജോഡികൾ ഏവ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവയിൽ ശരിയായ ജോഡി 3ഉം 4ഉം ആണ് കേട്ടോ. 3ഉം 4ഉം. ഇനാമൽ പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കലയാണോ? അല്ല. ഇനാമൽ എന്താണ്? നിർജീവമായിട്ടുള്ള കലയാണ്. ഡെൻഡെയിൻ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥമാണോ? അല്ല. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം ഏതാണ്? അത് ഇനാമലാണ്. നമ്മൾ നേരത്തെ പഠിച്ചിരിക്കുന്നു. അപ്പോൾ പൾപ്പ് ക്യാവിറ്റി എന്താണ്? അത് പഠിച്ചോളൂ കേട്ടോ. അത് ഞാൻ പറഞ്ഞില്ലല്ലോ. ഡെൻഡെയിൻ എന്ന് പറയുന്നത് ജീവനുള്ള കലയാണ് കേട്ടോ. നമ്മുടെ പല്ലിലെ ജീവനുള്ള കലയാണ് ഡെൻഡെയിൻ എന്ന് പറയുന്നത്. എഴുതി വെച്ചോണേ. ഇനാമൽ എന്ന് പറഞ്ഞാൽ ജീവനില്ലാത്ത നിർജീവമായിട്ടുള്ള ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥമാണ് കേട്ടോ പല്ലിലെ ഇനാമൽ. ഡെൻഡെയിൻ ആണ് ഇങ്ങോട്ട് വരേണ്ടത്. പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കല. പൾപ്പ് ക്യാവിറ്റി പല്ലിൻ്റെ ഏറ്റവും ആന്തരഭാഗം. ശരിയാണ്. പൾപ്പ് ക്യാവിറ്റി എന്താണ്? പല്ലിൻ്റെ ഏറ്റവും ആന്തരഭാഗമാണ്. പഠിച്ചിരിക്കുക കേട്ടോ. സിമൻറ്റം എന്താണ്? പല്ലിനെ മോണയിൽ ഉറപ്പിച്ച് നിർത്തുന്ന യോജക കല. ഞാൻ നേരത്തെ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. സിമൻറ്റം എന്താണ്? പല്ലിനെ മോണയിൽ ഉറപ്പിച്ച് നിർത്തുന്ന യോജക കല. അപ്പോൾ 3, 4 ആണ് ഇവിടെ ശരി. 3, 4 B ആണ് ഇവിടെ ആൻസറായിട്ട് വരുന്നത്. ഞാനിത് പറയാത്തത് നേരത്തെ പറഞ്ഞതുകൊണ്ടാണ്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആൻറ്റി സ്റ്റെറിലിറ്റി ജീവകം എന്നറിയപ്പെടുന്നത് ഏത്? പറഞ്ഞല്ലോ നേരത്തെ. ഏതാണ്? ജീവകം E ആണ്. C ആണ് ഓപ്ഷനായിട്ട് വരുന്നത് കേട്ടോ. ഓപ്ഷൻ C ജീവകം E ആണ് ആൻസർ കേട്ടോ. ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ആൻറ്റി സ്റ്റെറിലിറ്റി ഈ വന്ധ്യത ഒക്കെ പറഞ്ഞില്ലേ, അതാണ് പറയുന്നത് ജീവകം E കേട്ടോ. സാംക്രമിക രോഗങ്ങളും അവയുടെ രോഗകാരികളും തന്നിരിക്കുന്നു. ശരിയായ ജോഡി കണ്ടെത്തുക. കോളറ വൈറസാണോ? തെറ്റാണ് അല്ലേ. കോളറ എന്താണ്? ബാക്ടീരിയ ആണ്, നമുക്കറിയാം. വിബ്രിയോ കോളറ അല്ലേ. ഇനി അടുത്തത് എലിപ്പനി ലെപ്റ്റോസ്പൈറ. ശരിയാണ്. സ്ക്രബ് ടൈഫസ് വിബ്രിയോ കോളറ വന്നാൽ തന്നെ നമുക്ക് സ്ക്രബ് ടൈഫസ് എല്ലാം എന്നറിയാം. അപ്പോൾ അതും തെറ്റാണ്. കുരങ്ങ് പനി ബാക്ടീരിയ അല്ല. KFD വൈറസ് ആണ് അല്ലേ. കുരങ്ങ് പനി KFD വൈറസ് ബാക്ടീരിയ. തെറ്റാണ്. അപ്പോൾ ഇവിടെ ആൻസർ C മാത്രം. 2 മാത്രമാണ് ഇവിടെ ശരിയായിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ കോളറ എന്താണ്? ബാക്ടീരിയ രോഗമാണ്. വിബ്രിയോ കോളറയാണ് പേര് രോഗാണുവിൻ്റെ. സ്ക്രബ് ടൈഫസ് ആണെങ്കിൽ ബാക്ടീരിയ രോഗമാണ് കേട്ടോ. അത് പഠിച്ചിരുന്നോ? സ്ക്രബ് ടൈഫസ് അതായത് ചെള്ള് പനി കേട്ടോ. ഇനിയാണ് സ്ക്രബ് ടൈഫസ് എന്ന് പറയുന്നത്. സ്ക്രബ് ടൈഫസ് എന്താണ്? ബാക്ടീരിയ ആണ്. ചെള്ള് പനി കേട്ടോ. അതിൻ്റെ രോഗാണുവിൻ്റെ പേരാണ് ഓറിയൻഷ്യ സുസുക മുഷി എന്ന് പറയുന്നത് കേട്ടോ. ഓറിയൻഷ്യ സുസുക മുഷി സ്ക്രബ് ടൈഫസിൻ്റെ എന്താണ്? രോഗാണുവിൻ്റെ പേരാണ് കേട്ടോ. കുരങ്ങ് പനിയാണെങ്കിലോ വൈറസ് രോഗമാണ്. KFD വൈറസ് ആണ് അല്ലേ. കുരങ്ങ് പനി എന്താണ്? വൈറസ് രോഗമാണ്. KFD വൈറസ് ആണ്. അപ്പോൾ നമുക്ക് കുറച്ച് ബാക്ടീരിയ രോഗത്തെ നോക്കിയാലോ വേഗം. ശ്രദ്ധിച്ചിരിക്കണേ. എലിപ്പനി, ഗൊണേറിയ, ടെറ്റനസ്, ക്ഷയം, കുഷ്ഠം, കോളറ, വില്ലൻ ചുമ, പിന്നെ പ്ലേഗ്. ഇത്രയും എന്താണ്? ബാക്ടീരിയ രോഗമാണ് കേട്ടോ. പഠിച്ചിരിക്കണേ. ഇമ്പോർട്ടൻ്റ്. ഇതൊക്കെ ചോദിച്ചതാണ്, അതുകൊണ്ടാണ് ഇത്രയും മാത്രം എടുത്തിരിക്കുന്നത്. ബാക്ടീരിയ രോഗം ഏതാണ്? എലിപ്പനി, ഗൊണേറിയ, ടെറ്റനസ്, ക്ഷയം, കുഷ്ഠം, കോളറ, വില്ലൻ ചുമ, പ്ലേഗ്. വൈറസ് രോഗമാണെങ്കിലോ ജലദോഷം, മീസിൽസ്, ചിക്കൻ ബോക്സ്, ഡെങ്കിപ്പനി, പക്ഷിപ്പനി, പന്നിപ്പനി അല്ലേ.
ഇത്രയാണ് വൈറസ് രോഗം എന്ന് പറയുന്നത്. ഒന്നും കൂടെ പറയാം. ജലദോഷം, മീസിൽസ്, ചിക്കൻ ബോക്സ്, ഡെങ്കിപ്പനി, പക്ഷിപ്പനി, പന്നിപ്പനി, പക്ഷിപ്പനി, ഇത്രയും എന്താണ് വൈറസ് രോഗമാണ് കേട്ടോ. അതുകൂടാതെ ഫംഗസ് രോഗം കൂടെ ഒന്ന് അറിഞ്ഞിരിക്കുക പേരുകൾ. അത്ലറ്റ് ഫുട്ട്, കാൻഡിഡിയാസിസ്, പിന്നെ റിംഗ് വേം, ആസ്പെർജില്ലോസിസ്, ഇത്രയും എന്താണ് ഫംഗസ് രോഗങ്ങളാണ് കേട്ടോ. ഫംഗസ് ആണ് പരത്തുന്നത്. ഫംഗസ് അത്ലറ്റ് ഫുട്ട്, കാൻഡിഡിയാസിസ്, റിംഗ് വേം, ആസ്പെർജില്ലോസിസ്, ഇതെന്താണ് ഫംഗസ് രോഗമാണ് കേട്ടോ. അപ്പോൾ ബാക്ടീരിയ രോഗം എലിപ്പനി ഉണ്ട്, ഗൊണേറിയ, ടെറ്റനസ്, ക്ഷയം, കുഷ്ഠം, കോളറ, വില്ലൻ ചുമ, പ്ലേഗ്. വൈറസ് രോഗങ്ങളാണെങ്കിൽ ജലദോഷം, മീസിൽസ്, ചിക്കൻ ബോക്സ്, ഡെങ്കിപ്പനി, പന്നിപ്പനി, പക്ഷിപ്പനി. ഫംഗസ് ആണെങ്കിൽ അത്ലറ്റ് ഫുട്ട്, കാൻഡിഡിയാസിസ്, റിംഗ് വേം, ആസ്പെർജില്ലോസിസ്. അപ്പോൾ ഇത്രയും പഠിച്ചിരിക്കുക കേട്ടോ. ഇത് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ നേരത്തെ ഇതിൻ്റെ രോഗാണുവിനെയൊക്കെ പറഞ്ഞു തന്നല്ലോ, അതുകൊണ്ടാണ് ഞാനിതിങ്ങനെ എടുക്കാത്തത് കേട്ടോ. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതി ഏതാണ്? അമൃതം ആരോഗ്യം മാത്രമാണ് കേട്ടോ. ബി 2 മാത്രം എന്നുള്ളതാണ് ആൻസറെ. ധ്വനിയും ശ്രുതിമധുരം, കാതോരം, ഇത്രയും കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇതൊക്കെ എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? കേൾവിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അല്ലേ. ഇതിൽ അമൃതം ആരോഗ്യം മാത്രമാണ് ജീവിതശൈലി രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് നമുക്കൊരു പേര് അല്ലേ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതൊന്നും നോക്കിയിട്ട് വരാം. ഇത്രയും പദ്ധതികളൊന്നും നോക്കിയിട്ട് വരാം. എന്താണ് ധ്വനി എന്ന് പറയുന്നത്? കോക്ലിയ ഇംപ്ലാന്റ് നടത്തിയവർക്ക് തുടർ ചികിത്സ ഉറപ്പാക്കാനുള്ള പദ്ധതിയാണ് ധ്വനി എന്ന് പറയുന്നത് കേട്ടോ. കോക്ലിയ ഇംപ്ലാന്റ് നടത്തിയവർക്ക് തുടർ ചികിത്സ, കണ്ടിന്യൂസ് ആയിട്ടുള്ള ചികിത്സ ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പദ്ധതിയാണ് ധ്വനി എന്ന് പറയുന്നത്. ശ്രുതിമധുരാണെങ്കിലോ ഈ വയോജനങ്ങൾക്ക് ശ്രവണ സഹായി ഉപകരണം സൗജന്യമായി കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ചതാണ് ശ്രുതിമധുരം എന്ന് പറയുന്നത് കേട്ടോ. വയോജനങ്ങൾക്ക്, വയസ്സായവർക്ക് ശ്രവണ സഹായികളൊക്കെ കൊടുത്താൽ അവർ മധുരമായിട്ട് പുഞ്ചിരിക്കും. അപ്പോൾ ശ്രുതിമധുരം വയോജനങ്ങൾക്ക് ശ്രവണ സഹായി ഉപകരണം സൗജന്യമായി കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ചതാണ് കേട്ടോ. കാതോരമാണെങ്കിലോ കേൾവി തകരാറുള്ള കുട്ടികളെ സഹായിക്കാൻ സാമൂഹ്യനീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ്. കാതോരം കേൾവി തകരാറുള്ള കുട്ടികളെ സഹായിക്കാൻ സാമൂഹ്യനീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് കാതോരം എന്ന് പറയുന്നത്. ഇത് 3 നമുക്ക് അവിടെ ഓപ്ഷനിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് 3 പഠിച്ചില്ലേ? പദ്ധതികൾ 3 നമ്മൾ പഠിച്ചില്ലേ? ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഒന്നാണ് സെഹത്ത് എന്ന് പറയുന്നത്. ഒരു പ്രിലിംസിന് എൻ്റെ മാർക്ക് പോയതാണ് ഈ സെഹത്ത് കേട്ടോ. എനിക്കറിയില്ലായിരുന്നു, ഞാൻ കേട്ടിട്ടേ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ ഞാനിതിവിടെ എടുത്തത്. സെഹത്ത് എന്ന് പറയുന്നത് എന്താണ്? ഗ്രാമീണ മേഖലകളിൽ ആരോഗ്യ പരിരക്ഷ നൽകാൻ ഗവൺമെൻറ് ആരംഭിച്ച ടെലിമെഡിസിൻ സംരംഭമാണ് സെഹത്ത് എന്ന് പറയുന്നത്. പക്ഷേ ക്വസ്റ്റ്യൻ വന്നത് അങ്ങനെ ആയിരുന്നില്ല. ക്വസ്റ്റ്യൻ വന്നത് അതാരാണ് ഇനാഗുറേഷൻ ചെയ്തത് എന്നായിരുന്നു കേട്ടോ. അതാരാണ്? രവിശങ്കർ പ്രസാദ് ആണ് കേട്ടോ. രവിശങ്കർ പ്രസാദ് കേട്ടോ. സെഹത്ത് ഉദ്ഘാടനം ചെയ്തത് ആരാണ്? രവിശങ്കർ പ്രസാദ് ആണ്. അത് ആരംഭിച്ച വർഷം കൂടെ ഒന്ന് അറിഞ്ഞിരുന്നോളൂ. 2015 ഓഗസ്റ്റ് മാസം 25-നാണ് കേട്ടോ. ഓഗസ്റ്റ് 25-നാണ്. 2015 ഓഗസ്റ്റ് 25-നാണ് രവിശങ്കർ പ്രസാദ് സെഹത്ത് ഉദ്ഘാടനം ചെയ്യുന്നത് കേട്ടോ. ഓർത്തിരിക്കണേ. അപ്പോൾ എന്താണ് സെഹത്ത് എന്ന് പറയുന്നത്? എന്താണ്? ഗ്രാമീണ മേഖലകളിൽ ആരോഗ്യ പരിരക്ഷ നൽകാൻ ഗവൺമെൻറ് ആരംഭിച്ച ടെലിമെഡിസിൻ പദ്ധതിയാണ് കേട്ടോ. ഇത് തുടങ്ങിയത് അപ്പോളോ ഹോസ്പിറ്റലിലാണ് കേട്ടോ. അപ്പോളോ ഹോസ്പിറ്റലിലാണ് ഇത് ആദ്യമായിട്ട് തുടങ്ങിയത്. അത്രയും കൂടെ ഓർത്തിരിക്കണേ. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് എപ്പോഴും ചോദിച്ചു കാണുന്ന ഒരു ക്വസ്റ്റ്യനാണ് സ്നേഹക്കൂട് എന്ന് പറയുന്നത്. സ്നേഹക്കൂട് എന്താണ്? മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് സുഖം പ്രാപിച്ചവർക്കുള്ള കേരള ഗവൺമെൻറ്റിൻ്റെ പുനരധിവാസ പദ്ധതിയാണ് കേട്ടോ. മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് സുഖം പ്രാപിച്ചവർക്കുള്ള കേരള ഗവൺമെൻറ്റിൻ്റെ പുനരധിവാസ പദ്ധതിയാണ് സ്നേഹക്കൂട് എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. പഠിച്ചില്ലേ? സ്നേഹക്കൂട് എന്താണെന്ന് പഠിച്ചില്ലേ? ഇനി അതുപോലെ തന്നെ നമുക്ക് വേറൊന്നും കൂടെ നോക്കാനുള്ളതാണ് ശുഭയാത്ര. അതിപ്പോഴും ഇങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുണ്ട്. എന്താണ് ശുഭയാത്ര? നമ്മുടെ സംസ്ഥാന റോഡ് അപകടങ്ങൾ കുറയ്ക്കാനുള്ളൊരു പദ്ധതിയാണ് കേട്ടോ. അവിടെ നോക്കേണ്ടത് അതിൻ്റെ ബ്രാൻഡ് അംബാസിഡറേയും കൂടെ നോക്കണം, ഗുഡ്വിൽ അംബാസിഡറേയും കൂടെ നോക്കണം. അതാരാണ്? മോഹൻലാലാണ് കേട്ടോ. മോഹൻലാലാണ് ശുഭയാത്രയുടെ ഗുഡ്വിൽ അംബാസിഡറെ. പിന്നെ അതുപോലെ തന്നെ ഒന്നാണ് ഉഷസ് എന്ന് പറയുന്നത് കേട്ടോ. ഉഷസ് എന്താണ്? ഉഷസ് അത് ചേരി പ്രദേശങ്ങളിൽ താമസിക്കുന്ന, നഗരങ്ങളിലെ ചേരികളിൽ താമസിക്കുന്നവരുടെ ആരോഗ്യ സംരക്ഷണത്തിനായിട്ടുള്ള ഒരു പദ്ധതിയാണ് ഉഷസ് എന്ന് പറയുന്നത്. നഗരങ്ങളിലെ ചേരികളിൽ താമസിക്കുന്നവരുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു പദ്ധതിയാണ് ഉഷസ് എന്ന് പറയുന്നത്. അപ്പം നമ്മളിവിടെ നന്നായിട്ട് കുറച്ചധികം പറഞ്ഞിട്ടുണ്ട്, പദ്ധതികൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതിന് മുന്നേ കേരള പദ്ധതികളിൽ നിന്ന് മാത്രം ഒരു ക്ലാസ് ഇട്ടിട്ടുണ്ട്. കാണാത്തവർ കയറിയിട്ട് കാണുക കേട്ടോ. ഇനി ആദ്യം പഠിച്ചവർ അതിനായിട്ട് സമയം കളയണമെന്നില്ല. റിവിഷൻ സമയത്ത് റിവിഷനായിട്ട് പോയാലും മതിയാവും കേട്ടോ. പിന്നെ വേറൊന്നും കൂടി ഉണ്ട് കേട്ടോ. വേറെ ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. അതും എൻ്റെ തെറ്റിയതാണ്. ഒരു പ്രിലിംസിന് വന്നിട്ട് തെറ്റിയത് തന്നെയാണ്.
ഈ VN ഫുഡ് എന്താണ് മറ്റേ കിട്ടുന്നില്ല, ഞാൻ നോക്കിയേ പറയാം. VN ഫുഡ് പ്രോഗ്രാമിൻ്റെ സഹകരണത്തോടെ നൽകുന്ന ഗ്ലെൻമാർക്ക് ന്യൂട്രീഷണൽ അവാർഡ് 2022 ലഭിച്ച കുടുംബശ്രീ പദ്ധതി ഏതാണ്? അമൃതം ന്യൂട്രിമിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒന്നായിരുന്നു കേട്ടോ. അമൃതം ന്യൂട്രിമിക്സ്, അത് അങ്ങനെ തന്നെ വന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കുക കേട്ടോ. VN ഫുഡ് പ്രോഗ്രാമിൻ്റെ സഹകരണത്തോടെ നൽകുന്ന ഗ്ലെൻമാർക്ക് ന്യൂട്രീഷണൽ അവാർഡ് 2022 ലഭിച്ച കുടുംബശ്രീ പദ്ധതിയാണ് അമൃതം ന്യൂട്രിമിക്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ഇവിടെയായിട്ടും കുറച്ചും പിന്നിലുമായിട്ടും നമ്മൾ കുറച്ച് പഠിച്ചില്ലേ. ഇനി ബാക്കിയുള്ളവർ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ കയറിയിട്ട് കാണുക കേട്ടോ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ജനിതക രോഗങ്ങൾ വരുന്ന ജോഡി ഏത്? ക്യാൻസർ സിലിക്കോസിസ് അല്ലല്ലോ. സിലിക്കോസിസ് എന്താണ്? തൊഴിൽജന്യ രോഗമാണ്. ഹീമോഫീലിയ സിക്കിൾ സെൽ അനീമിയ പാരമ്പര്യ രോഗമാണ്. എയ്ഡ്സ് ഹെപ്പറ്റൈറ്റിസ് അല്ല. പോളിയോ ടെറ്റനസും അല്ല. ഇവിടെ ആൻസർ 2 മാത്രം എന്നുള്ള ഓപ്ഷൻ ബി ആണ് ആൻസറായിട്ട് വരുന്നത്. 2 മാത്രം കേട്ടോ. ഹീമോഫീലിയയും സിക്കിൾ സെൽ അനീമിയയും എന്താണ്? പാരമ്പര്യ അല്ലെങ്കിൽ ജനിതക രോഗങ്ങളാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹീമോഫീലിയ സിക്കിൾ സെൽ അനീമിയ. സിക്കിൾ സെൽ അനീമിയ എന്താണ്? ഓക്സിജൻ്റെ കുറവ് മൂലം RBC ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന ഒരവസ്ഥ. ഹീമോഫീലിയ പറഞ്ഞിട്ടുണ്ടായിരുന്നു രക്തസ്രാവാമിതമായിട്ട് രക്തം പോകുന്നൊരവസ്ഥ, നിൽക്കാതെ പോകുന്നൊരവസ്ഥ, രാജകീയ രോഗം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മനുഷ്യ ശരീരത്തിൻ്റെ സാധാരണ താപനില 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇതിന് സമാനമായ ഫാരൻഹീറ്റ് സ്കെയിലിൽ താപനില എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയാണ് ആൻസർ? 98.6 ഡിഗ്രി ഫാരൻഹീറ്റ്. ഇതാണ് കേട്ടോ കറക്റ്റായിട്ടുള്ള ആൻസർ. ഓപ്ഷൻ ബി ആണ്. മനുഷ്യ ശരീരത്തിൻ്റെ സാധാരണ താപനില 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇതിന് സമാനമായ ഫാരൻഹീറ്റ് സ്കെയിലിലെ താപനില എത്രയായിരിക്കും? 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് ആയിരിക്കും കേട്ടോ. കെൽവിനിലാണെങ്കിൽ അത് 310.15 കെൽവിനിലായിരിക്കും കേട്ടോ. 15 കെൽവിൻ. ഇപ്പോൾ ഫാരൻഹീറ്റ് ചോദിച്ചുകൊണ്ട് കെൽവിനും കൂടെ ഒന്ന് അറിഞ്ഞിരുന്നോളൂ. 310.15 കെൽവിൻ, 15 കെൽവിനായിരിക്കും കേട്ടോ. മനുഷ്യ ശരീരത്തിലെ ഹോർമോണുകളെയും അവ ഉൽപ്പാദിപ്പിക്കുന്ന അവയവങ്ങളുടെയും പട്ടിക നൽകിയിരിക്കുന്നു. നിരകളിലെ വാക്കുകൾ ചേരുംപടി ചേർക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഇൻസുലിൻ ഏതാണ്? ആഗ്നേയ ഗ്രന്ഥിയാണ് അല്ലേ. ഇൻസുലിനും ഗ്ലൂക്കോഗോണും ഏതാണ്? ആഗ്നേയ ഗ്രന്ഥിയാണ് കേട്ടോ. അപ്പോൾ A3 ഉണ്ടോ നോക്കുക. A3 ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും വിട്ടുകളെ അല്ലേ. പിന്നെ റിലാക്സിൻ എന്ന് പറയുന്നത് ഏതാണ്? അണ്ടാശയമാണ്. റിലാക്സിൻ അണ്ടാശയമാണ് ആൻസറായിട്ട് വരുന്നത്. D ആണ് കേട്ടോ ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ റിലാക്സിൻ അണ്ടാശയം. ഓക്സിറ്റോസിൻ പിന്നെ ഏതാണ്? ഓക്സിറ്റോസിനാണ് പീയൂഷ ഗ്രന്ഥി. മെലട്ടോണിൽ പീനിയൽ ഗ്രന്ഥി. മെലട്ടോണിൽ പീനിയൽ ഗ്രന്ഥിയൊക്കെ അറിയാലോ. അങ്ങനെ തന്നെ ആൻസർ കിട്ടും. D2 ഉണ്ടോ നോക്കുക. D2 കണ്ടോ, ബാക്കി എല്ലാത്തിലും ഇല്ല. അപ്പോൾ D2 കറക്റ്റായിട്ടുള്ള ആൻസർ നമുക്ക് കിട്ടി. അപ്പോൾ ഇൻസുലിൻ ഏതാണ്? ആഗ്നേയ ഗ്രന്ഥി. റിലാക്സിൻ അണ്ടാശയം. പിന്നെ ഓക്സിറ്റോസിൻ പീയൂഷ ഗ്രന്ഥി. മെലാട്ടോണിൻ പീനിയൽ ഗ്രന്ഥി കേട്ടോ. ഓർത്തിരിക്കണേ. ഇനി നമുക്ക് ഭാഗങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളൊന്ന് നോക്കാം. അതിന് മുന്നേ ഈ ഓക്സിറ്റോസിൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞല്ലോ പീയൂഷ ഗ്രന്ഥിയാണെന്ന്. ഇതിൻ്റെ കൂടെ വേറൊന്നും കൂടി ഉണ്ടല്ലോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. ഏതാണത്? വാസോപ്രസിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. വാസോപ്രസിൻ അതെന്താണ്? ADH എന്നും കൂടി അറിയപ്പെടുന്നില്ലേ. നമ്മുടെ വൃക്കയിൽ ജലത്തിൻ്റെ പുനരാകിരണത്തിന് സഹായിക്കുന്ന ഹോർമോണാണ് കേട്ടോ വാസോപ്രസിനും. ഓക്സിറ്റോസിൻ എന്താണെന്നറിയാലോ. അപ്പോൾ ഓക്സിറ്റോസിനും വാസോപ്രസിനും പീയൂഷ ഗ്രന്ഥി അല്ലെങ്കിൽ എന്താണ്? പിറ്റ്യൂട്ടറി ഗ്ലാൻഡാണ് കേട്ടോ ഉൽപ്പാദിപ്പിക്കുന്നത്. അതുപോലെ തന്നെയാണ് മെലാട്ടോണിനും സെറാട്ടോണിനും എന്ന് പറയുന്നത്. പീനിയൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ പീനിയൽ ഗ്രന്ഥി. അപ്പോൾ ഈ മെലാട്ടോണിൻ്റെ കൂടെ ഒന്നും കൂടി ഉണ്ട്. അതേതാണ്? സെറോട്ടോണിനാണ്. അതെന്താണ്? നമ്മുടെ ഈ മനുഷ്യനിലുള്ള വൈകാരിക അവസ്ഥയൊക്കെ നിയന്ത്രിക്കുന്നത് ആരാണ്? നിയന്ത്രിച്ചിട്ട് ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററായിട്ട് പ്രവർത്തിക്കുന്നത് ആരാണ്? ഈ സെറോട്ടോണിനാണ് കേട്ടോ. ഓർത്തിരിക്കണേ. അതുപോലെ തന്നെ ഈ മെലോട്ടോണിൻ ഉണ്ട്. നമ്മളെപ്പോഴും പഠിക്കുന്നതാണ്. ഈ കോഴി രാവിലെ ഒരേ സമയത്ത് എണീറ്റ് കൂകുന്നത് അതെന്താണ്? ഈ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ക്രമീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹോർമോണാണ് മെലട്ടോണിൻ കേട്ടോ. ദൈനംദിന പ്രവർത്തനങ്ങളൊക്കെ ക്രമീകരിക്കുന്നത് ഏത് ഹോർമോണാണ്? നമ്മുടെ മെലാട്ടോണിൻ, പീനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന മെലാട്ടോണിനാണ് കേട്ടോ. ഇത്രയും കാര്യങ്ങളും കൂടെ അവിടെ ഓർത്തിരിക്കണേ. ഇനി നമുക്ക് നമ്മുടെ ശരീരഭാഗങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളോടും നോക്കാം കേട്ടോ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്യാസ്ട്രിൻ ഏതാണ്? ആമാശയം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഗ്യാസ്ട്രിൻ എന്ന് പറയുന്നത് കേട്ടോ. ആമാശയം ഉൽപ്പാദിപ്പിക്കുന്നത് ഏതാണ്? ഗ്യാസ്ട്രിൻ ആണ്. കരൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഏതാണ്? ആൻജിയോടെൻസിനോജൻ ആണ് കേട്ടോ. കരൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഏതാണ്? ആൻജിയോടെൻസിനോജൻ ആണ്. അതുപോലെ തന്നെ
പക്വാശയം ഏതാണ്? സെക്രീറ്റിൻ അല്ലെങ്കിൽ കോളിസിസ്റ്റോകൈനിൻ ആണ് ഉൽപ്പാദിപ്പിക്കുന്നത് കേട്ടോ. പക്വാശയം ഏത് ഹോർമോണാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? സെക്രീറ്റിൻ അല്ലെങ്കിൽ കോളിസിസ്റ്റോകൈനിൻ. ഇനി വൃക്ക ഉൽപ്പാദിപ്പിക്കുന്നതാണ് റെനിനും എറിത്രോപോയറ്റിനും. വൃക്ക ഉൽപ്പാദിപ്പിക്കുന്നത് ഏതാണ്? റെനിൻ, എറിത്രോപോയറ്റിൻ. ഇനി അതുപോലെ തന്നെ ഈ കരൾ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, PYQ ആണ്, മുന്നേ ചോദിച്ചിട്ടുണ്ട്. ഇനി പ്ലാസൻ്റ ഉൽപ്പാദിപ്പിക്കുന്നതാണ് പ്രൊജസ്ട്രോണ്, HCG, HPLA എന്നിവ കേട്ടോ. പ്ലാസൻ്റ ഉൽപ്പാദിപ്പിക്കുന്നത് ഏതൊക്കെയാണ്? പ്രൊജസ്ട്രോണ്, HCG, HPLA. ഗർഭപാത്രം എന്താണ് വിടുന്ന ഹോർമോൺ ഏതാണ്? റിലാക്സിൻ ആണ് കേട്ടോ. റിലാക്സിൻ ആണ്. ഗർഭപാത്രം റിലീസ് ചെയ്യണതാണ് റിലാക്സിൻ. ഇനി ഹൃദയമാണെങ്കിലോ ഏട്രിയൽ നാട്രോ യൂററ്റിക് പെപ്റ്റൈഡ് എന്നാണ് കേട്ടോ അതിൻ്റെ പേര്. ഏട്രിയൽ നാട്രോ യൂററ്റിക് പെപ്റ്റൈഡ് ആണ് ഹൃദയം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ. ഈ നോട്ട്സ് ഞാൻ അങ്ങനെ തന്നെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ തന്നെ ഇപ്പോൾ പഠിച്ചിട്ട് നിങ്ങൾ തന്നെ അതിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ ജസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്തിട്ട് നോക്കാം കേട്ടോ, കിട്ടുന്നുണ്ടോയെന്ന്. അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ആമാശയത്തിൽ ഭക്ഷണ പദാർത്ഥങ്ങളൊന്നും ഇല്ലാതെ വരുമ്പോൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോണാണ് കേട്ടോ ഗ്രലിൻ എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതിയേ, ഗ്രലിൻ. അപ്പോൾ ഇവിടെ ഒന്നും കൂടെ വായിക്കാം കേട്ടോ. ആമാശയം ഏതാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? ഗ്യാസ്ട്രിനാണ്. കരൾ ഉൽപ്പാദിപ്പിക്കുന്നതാണ് ആൻജിയോടെൻസിനോജൻ. പക്വാശയം ഉൽപ്പാദിപ്പിക്കുന്നതാണ് സെക്രീറ്റിനും കോളിസിസ്റ്റോകൈനിനും. വൃക്ക ഉൽപ്പാദിപ്പിക്കുന്നത് ഏതൊക്കെയാണ്? റെനിൻ, എറിത്രോപോയറ്റിൻ. പ്ലാസൻ്റ ആണെങ്കിലോ പ്രൊജസ്റ്ററോൺ, HCG, HPLA. ഗർഭപാത്രമാണെങ്കിൽ റിലാക്സിൻ. ഹൃദയമാണെങ്കിലോ ഏട്രിയൽ നാട്രോ യൂററ്റിക് പെപ്റ്റൈഡ്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഇതിൻ്റെ ഒരു മോക്ക് ടെസ്റ്റ് നടത്താം. ഇന്നത്തെ ക്ലാസ്സിൻ്റെ കംപ്ലീറ്റ് ഒരു മോക്ക് ടെസ്റ്റ് ഞാൻ നടത്താം. വേണമെന്നുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. മോക്ക് ടെസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതിയേ, നമുക്കിടാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരുപാട് നല്ല നല്ല പോയിന്റുകളൊക്കെ നമ്മൾ ഒരുപാട് പഠിച്ചു. കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു കേട്ടോ. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നല്ലൊരു വീഡിയോ ആയിട്ട്, ഇതേപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.